പ്രതീക്ഷിക്കാം. പ്രാർത്ഥനയോടെ വിശ്വാസത്തോടെ നമുക്ക് മുന്നോട്ട് പോകാം. കർത്താവ് നമ്മളെ എല്ലാ മേഖലയിലും സാക്ഷ്യമാക്കി മാറ്റുന്നല്ലോ. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഏറ്റുപറയാം. കാൽവരി ക്രൂശിൽ കർത്താവ് എൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ പാപിയല്ല, ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനും കർത്താവിൽ കുറ്റമില്ലാത്തവനുമാണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് ഒന്നിനും മുട്ടുണ്ടാകത്തില്ല. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ വഹിച്ചതിനാൽ രോഗത്തിനോ രോഗശക്തിക്കോ രോഗത്തിന്റെ ആത്മാവിനോ എൻ്റെ മേൽ അവകാശമില്ല. ദിവ്യാരോഗ്യത്തോടെ ദീർഘായുസോടെ ഇരുന്ന് ഞാൻ വായ്പ മേടിക്കത്തില്ല. വാരി വിതറി കർത്താവിന് കൊടുക്കും. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തത്തില്ല. ഭൂലോകത്തിന്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും സുവിശേഷം എന്ന് പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ ഇന്ന് പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. കർത്താവിന്റെ വലിയ പ്രവൃത്തിക്കായി സ്തുതിക്കുന്നു. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യുന്നതിനായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. നമുക്ക് ഒരുമിച്ച് ഒരുമനപ്പെട്ട് ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കാം. ഒരുമിച്ച് പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം. കർത്താവ് നമ്മളെ സകല കാര്യത്തിലും അത്ഭുതമാക്കി മാറ്റുന്നല്ലോ. ദൈവസന്നിധിയിൽ നമുക്ക് ഇന്ന് പ്രാർത്ഥിക്കാം, വിശ്വസിക്കാം. കർത്താവിന്റെ സാക്ഷ്യമായി നമുക്ക് ദൈവസന്നിധിയിൽ നിൽക്കാം. കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ട വചന ഭാഗമല്ല, വചന ചിന്ത എന്താന്നുള്ളത് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ദൈവത്തിന്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കണം, ധ്യാനിക്കണം. വചനം ധ്യാനിക്കണം. ദൈവത്തിന്റെ വചനത്തെ ഹൃദയത്തിൽ വചനങ്ങളെ ആശയ്ക്ക് വിരോധമായി വിശ്വസിക്കുക. ഹൃദയം നിറഞ്ഞ കവിയുന്നത് നമ്മൾ ഇന്നലെ കേട്ടു. കർത്താവിന്റെ വചനം നമ്മുടെ ഉള്ളത്തിൽ ധ്യാനിക്കണം. കർത്താവിന്റെ വചനം നമ്മുടെ ഉള്ളത്തിൽ ഇങ്ങനെ പറഞ്ഞ പോലെ ഹൃദയം നിറയുന്നതല്ലോ വായ പ്രസ്താവിക്കുന്നത് പറയുന്നത് പോലെ നമ്മുടെ ഉള്ളിൽ ദൈവത്തിന്റെ വചനത്തിന്റെ ഒരു നിറവിൽ നമ്മൾ എപ്പോഴും മുന്നോട്ട് പോകണം. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രയാസം, വചനത്തിന്റെ അകത്ത് നമുക്ക് വേണ്ടതൊക്കെ ഉണ്ട്. നിങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നമ്മുടെ നടുവിൽ പ്രവർത്തിക്കുന്നത് പോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ അനുദിനത്തിൽ നിങ്ങൾ ഇതുവരെ കാണാത്തൊരു സൂപ്പർ നാച്ചുറൽ ലൈഫിൽ നമുക്ക് ജീവിക്കാൻ പറ്റും. കർത്താവ് നമ്മളെ അതിനായിട്ട് സൂക്ഷിക്കുന്നല്ലോ, അതിനായിട്ട് ദൈവം നമ്മളെ നിറയ്ക്കുന്നല്ലോ. ഈ ഫേസ്ബുക്കിലും യൂട്യൂബിലും കാണുന്നവർക്ക് ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പ്രാർത്ഥനയിലേക്ക് പ്രവേശിപ്പാനുള്ള സൂമിന്റെ ലിങ്ക് ഉണ്ട്. അതിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പ്രാർത്ഥനയിലേക്ക് വരാൻ പറ്റും. ഇവിടെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ദൈവം വലിയ പ്രവൃത്തികളാൽ നിറയ്ക്കുന്നതിന് നന്ദി പറയുന്നു. ദൈവത്തിന്റെ വലിയ കാര്യങ്ങളെ കാണാനും കേൾക്കാനും സ്വർഗം നമ്മളെ സഹായിക്കുന്നല്ലോ. ഒന്ന് രണ്ട് സാക്ഷ്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. അതിനുശേഷം നമുക്ക് ദൈവസന്നിധിയിൽ ഇന്ന് പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം. കർത്താവ് നമ്മളെ എല്ലാ മേഖലയിലും സാക്ഷ്യമാക്കുന്നല്ലോ. ഞാനിപ്പോൾ ഇത് പ്ലേ ചെയ്യുമ്പോൾ കേൾക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയുക. ക്ലിയർ ആണെങ്കിൽ ഒന്ന് പറയുക. അതിനുശേഷം നമുക്കത് കേൾക്കാവുന്നതാണ്. ഞാൻ കാഞ്ഞിരപ്പള്ളിയിൽ നിന്നാണ് ഈ സാക്ഷ്യം പറയുന്നത്. കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ? ഓഡിയോ ക്ലിയറാ. 3-4 ദിവസം മുൻപ് എന്റെ വലത്തെ ചെവിയിൽ നിന്ന് ബ്ലഡ് വരികയായിരുന്നു. അപ്പോൾ ENT കാണിക്കാൻ പറഞ്ഞു. എനിക്ക് ENT കാണിക്കാൻ സാധിച്ചില്ല. അന്ന് പ്രാർത്ഥനയിൽ ബ്രദർ രോഗികൾ കൊണ്ട് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ ചെവിയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. ഈസ്റ്റന്റായി ബ്ലഡ് സ്റ്റോപ്പായി. ബ്രദറിലൂടെ സൗഖ്യം തന്നു. ദൈവത്തിന് കാണിക്കാൻ പറഞ്ഞു. എനിക്ക് ENT കാണിക്കാൻ ദൈവത്തിന് സ്തോത്രം. എന്റെ പേര് റാണി ജോസ്. ഞാൻ പാമ്പാടിയിൽ നിന്നാണ് വിളിക്കുന്നത്. എനിക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ പെടലി തിരിക്കാൻ വയ്യാതെ ഒരു വേദന അനുഭവപ്പെട്ടു. ഹോസ്പിറ്റലൊന്നും പോകാതെ പ്രാർത്ഥനയോടെ ഇരുന്ന് കയ്യിൽ വേദനയുടെ 2 ഗുളിക ഞാൻ കഴിക്കുകയും ചെയ്തു. ദൈവത്തിന് സ്തോത്രം. എന്റെ പേര് റാണി ജോസ്. ഞാൻ പാമ്പാടിയിൽ നിന്നാണ് വിളിക്കുന്നത്. എനിക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ പെടലി തിരിക്കാൻ വയ്യാതെ ഒരു വേദന അനുഭവപ്പെട്ടു. ഹോസ്പിറ്റലൊന്നും പോകാതെ പ്രാർത്ഥനയോടെ ഇരുന്ന് കയ്യിൽ വേദനയുടെ 2 ഗുളിക ഞാൻ കഴിക്കുകയും ചെയ്തു. ദൈവത്തിന് സ്തോത്രം. എന്റെ പേര് റാണി ജോസ്. ഞാൻ കഴിക്കുന്ന 3 വിരലുകള് ഇങ്ങനെ ഒരു സ്ട്രോക്ക് വന്ന മാതിരി എന്റെ കൈ ഇരിക്കുവാണ്. മഴങ്ങുന്നേ ഇല്ല.
ഞാൻ ഇപ്പുറത്തെ കൈ കൊണ്ട് പൊക്കി കൈ വെച്ചോണ്ട് പിടിച്ച് യേശുവിനെ സ്തുതിച്ചു. എനിക്ക് മനസ്സിൽ നല്ല ധൈര്യം, ഞാൻ പേടിക്കാനൊന്നും പോയില്ല. യേശുവിന്റെ തിരുമുറിവിനാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. യേശുവിന്റെ തിരുമുറിവിനാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തുകയില്ല. സകല തിന്മയും കർത്താവ് എന്നെ കാത്തുകൊള്ളു. അവിടുന്ന് എന്റെ ജീവനെ ഇന്നലേക്ക് സംരക്ഷിക്കും. ഞാൻ ദീർഘായുസോടെ ഇരുന്ന് എന്റെ യഹോവയെ ഞാൻ സ്തുതിക്കും. ഞാൻ അവിടുത്തെ നാമം മഹത്വം എടുക്കുമെന്ന് മാത്രം ഞാൻ പറഞ്ഞിട്ട് ഞാൻ സ്തുതിച്ചിട്ട് കൈയെല്ലാം കുടഞ്ഞ് ഒരു കുറച്ച് സമയം ഞാനിങ്ങനെ സ്തുതിച്ചു കഴിഞ്ഞപ്പോ തന്നെ കൈയുടെ ഇത് പതിയെ കുറേശ്ശെ ഇങ്ങനെ മാറി. ഞാൻ അവിടുന്ന് എഴുന്നേറ്റ് വീണ്ടും സ്തുതിച്ചു കഴിഞ്ഞ് ഞാൻ സർവ്വ പണികളും ചെയ്തു. ഒരു പിരിവിരിപ്പ് പോലെ തലയ്ക്കും ഒരു വശത്ത് ഒരു ക്ഷീണം പോലെ തോന്നിയെങ്കിലും ഞാൻ ശക്തി പ്രാപിച്ച് ഞാൻ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നു. പിന്നെ ബ്രദറിന്റെ തലേദിവസത്തെ സൂം മീറ്റിംഗിലെ പ്രെയർ ഞാൻ ഏർലി മോർണിംഗില് രാവിലെയാണ് ഞാൻ കേൾക്കുന്നത്. അത് കേട്ടുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും പ്രാർത്ഥനയോടെ മുന്നോട്ട് പോയി. ഞാൻ ഇന്നിപ്പം ജോലികൾ സർവ്വതും ചെയ്യാൻ സാധിച്ചു. ഒരു കുഴപ്പവുമില്ല. അതുപോലെ തന്നെ കോട്ടയം മീറ്റിംഗിൽ വന്നപ്പോൾ എല്ലാവരും പേഴ്സണലായിട്ട് ബ്രദറിനെ കണ്ടപ്പോൾ ബ്രദറ് സ്റ്റേജിലേക്ക് ഇറങ്ങി വന്ന് ഓരോരുത്തരുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ എന്റെ തലയിൽ കൈവച്ചിട്ട് ഒരു അല്പനേരം, ഒട്ടും ടൈം ഇല്ലായിരുന്നു, എന്നിട്ട് ഒരു അല്പനേരം മൗനമായിട്ട് നിന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, യേശുവിന്റെ നാമത്തിൽ മരണം നീങ്ങി ജീവൻ പ്രാപിക്കട്ടെ. ഇങ്ങനെ ഒരു വേർഡ് മാത്രമേ ബ്രദർ എന്നോട് പറഞ്ഞുള്ളൂ. ഞാൻ അന്നേരം തന്നെ അത് ഏറ്റെടുത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞു. അന്ന് മുതലേ ഞാൻ ഈ സെയിം വേർഡ് ആവർത്തിക്കുമായിരുന്നു. യേശുവിന്റെ നാമത്തിൽ മരണം നീങ്ങി ജീവൻ പ്രാപിക്കട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ എന്റെ ദൈവം, എന്റെ സർവശക്തനായ ദൈവം എനിക്ക് വലിയൊരു ആപത്തിൽ നിന്നും മരണത്തിൽ നിന്നും എന്നെ ജീവനിലേക്ക് കൊണ്ടുവന്ന എന്റെ ദൈവത്തിന് ആയിരമായിരം നന്ദി. ഞങ്ങൾക്ക് ഈ വെളിച്ചം പകർന്നു തന്നുകൊണ്ടിരിക്കുന്ന ബ്രദറിനെ ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. നന്ദി കർത്താവ്. ഇന്ന് പ്രിയ സിസ്റ്റർ പറഞ്ഞ സാക്ഷ്യം നമ്മൾ കേൾക്കാൻ ഇടയായി തീർന്നു. പ്രിയ സിസ്റ്റർ കോട്ടയത്ത് പ്രാർത്ഥനയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സിസ്റ്റർ പറഞ്ഞത് ആ പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവത്തിന്റെ ഒരു ആലോചന സിസ്റ്റർക്കുണ്ടായിരുന്നു, മരണം നീങ്ങി ജീവൻ വെളിപ്പെടട്ടെ. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സിസ്റ്ററെ ആ ഒരു ഫിക്സിന്റെ പോലെ തന്നെ സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ നേരം വെളുത്തപ്പോഴേക്കും കൈ ഇങ്ങനെ തളർന്നതുപോലെ, കൈ അനക്കാൻ പറ്റാതെ, വിരലുകൾ അനക്കാൻ പറ്റാതെ, ഒരു വശം മൊത്തം ഇങ്ങനെ തളർന്നു പോകുന്ന ഒരു അവസ്ഥയുണ്ടായി, ചലിപ്പിക്കാൻ പറ്റാതെ. പക്ഷേ സിസ്റ്റർ ആ സമയത്ത് പെട്ടെന്ന് എന്ത് ചെയ്തു? ധൈര്യം സംഭവിച്ചു. അതാണ് ഹൃദയത്തിൽ വചനം സംഗ്രഹിച്ചു. അതായത് ആലോചന കേട്ടിട്ട് പോയ നിമിഷം മുതൽ എല്ലാ ദിവസവും പറയുമായിരുന്നു, മരണം മാറി എന്നിൽ ജീവൻ വെളിപ്പെട്ടിരിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പം മരിക്കാനും തകർക്കാനും വേണ്ടി ദുഷ്ടൻ ഇട്ടേക്കുന്ന ഒരു പദ്ധതിയെ, അത് ഇന്ന് നമ്മൾ കേട്ട വചനവുമായിട്ട് വലിയ സാമ്യമുണ്ട്. ഹൃദയത്തിൽ അത് സംഗ്രഹിച്ചുകൊണ്ടിരുന്ന സിസ്റ്റർ. അതാണ് പറഞ്ഞത്. എനിക്ക് ഒത്തിരി സാക്ഷ്യം കേട്ടു ബ്രദറെ, കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കേട്ട ഒത്തിരി ദൈവിക ആലോചനകൾ എൻ്റെ ജീവിതത്തിൽ നടക്കും. അപ്പം നിങ്ങൾ ഓർക്കരുത്, നിങ്ങളുടെ കൈവപ്പ് ശുശ്രൂഷ സമയത്ത് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ദൈവികമായ ഒരു ആലോചന വെളിപ്പെടുമ്പം അത് നിങ്ങൾ എഴുതി വെക്കുകയോ ഹൃദയത്തിൽ നിങ്ങളത് സേവ് ചെയ്യുകയോ, അല്ലെങ്കിൽ ഏറ്റവും നല്ലത് എഴുതി വെക്കുന്നതാണ്. എല്ലാ ദിവസവും നിങ്ങളത് പ്രഖ്യാപിക്കുന്നുവെങ്കിൽ അതിൻ്റെ അത്ഭുതം. ഇപ്പം നിങ്ങൾ നോക്കിയേ, ആ പാമ്പാടിയിൽ കോട്ടയത്ത് സിസ്റ്റർ ഒരു വശം തളർന്ന വ്യക്തിയെ പോലെ കിടക്കേണ്ടതായിരുന്നു. പക്ഷെ അതിനു മുമ്പ് കർത്താവ് പറഞ്ഞു, മരണം നീങ്ങി ജീവൻ വെളിപ്പെടാൻ വേണ്ടി പോവുകയാണ്. അത് ഹൃദയത്തിൽ സംഗ്രഹിച്ച് ആ സഹോദരി എന്ത് ചെയ്തു? വിശ്വാസത്തോടെ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. എന്നാൽ ശരീരത്തിൻ്റെ അകത്തൊരു തളർച്ച ഉണ്ടായപ്പോൾ തളർന്നു പോയില്ല. നോക്കി, കൈ അനക്കാൻ പറ്റാതെ, ഒരു വശം മുഴുവനും ചലിക്കാൻ പറ്റാതെ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെല്ലാവരും പാനിക്കാവും അല്ലേ? നമ്മളെല്ലാവരും ഭയപ്പെടും. നമുക്ക് വേണമെങ്കിൽ അതെന്ത് ചെയ്യും? ഒരു സ്ട്രോക്കിൻ്റെതായിട്ട് തന്നെ കാണാം. പക്ഷേ സിസ്റ്റർ എന്ത് ചെയ്തു? അവിടെ ഇരുന്നുകൊണ്ട് തന്നെ കൈ അനക്കാൻ പറ്റാത്ത സാഹചര്യത്തിലും വചനം വിളിച്ചു പറഞ്ഞു, മരണം മാറി ജീവൻ വെളിപ്പെട്ടിരിക്കുന്നു. കൈ സൗഖ്യമായി. അവിടെ എണീറ്റ് ജോലി ചെയ്തു. ഒരു കുഴപ്പവും ഇല്ലാതെ എന്ത് ചെയ്തു? ഇന്ന് സാക്ഷ്യം പറയുവാനിടയത്ത്. അപ്പോൾ ഞാൻ എപ്പോഴും പറയും, ദൈവം ആലോചനയിൽ വിശ്വസ്തൻ. പ്രവചന ആലോചനകൾ കേൾക്കുമ്പം അത് ചാടി പിടിച്ചോണം. അത് കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ സൃഷ്ടിക്കുവാൻ കഴിവുള്ളതാണ്. പ്രിയ അച്ചായൻ പറഞ്ഞതുപോലെ തന്നെ ആ ചെവിയിൽ ഇങ്ങനെ ബ്ലഡ് വരുന്നൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ പോകേണ്ട ഒരു അവസ്ഥയുണ്ടായിരുന്നു. പക്ഷേ ആ വചനം കേട്ട് എന്ത് ചെയ്തു? ആ രോഗസൗഖ്യത്തിൻ്റെ പ്രാർത്ഥനയുടെ സമയത്ത് കൈവച്ച് അവിടെ പ്രാർത്ഥിച്ചു. ആ നിമിഷം തന്നെ ആ ബ്ലഡ് വരുന്നത് നിന്നു. കർത്താവ് അത് പൂർണ്ണ സൗഖ്യമായി കർത്താവ് മാറ്റിയിരിക്കുന്നു. നിങ്ങളോട് എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ നമ്മുടെ വരാൻ പോകുന്ന മീറ്റിങ്ങുകളൊക്കെ, കേരളത്തിൽ നടക്കാൻ പോകുന്ന പ്രാർത്ഥനകളിലൊക്കെയും നിങ്ങൾ നേരിൽ വന്ന് ഒരു മടിയും കാണണ്ട, നിങ്ങൾ സാക്ഷ്യം പറയണ കാര്യം. നിങ്ങളുടെ ഈ സാക്ഷ്യം കേൾക്കുമ്പം അനേക രോഗികൾക്ക് കർത്താവിലേക്ക് സൗഖ്യം പ്രാപിക്കുവാനും അനേക തകർന്നവർക്ക് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അത്ഭുതം പ്രാപിക്കുവാനും നിങ്ങളുടെ സാക്ഷ്യങ്ങളെ ഇടയാക്കി തീരും. എൻ്റെ കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ സാക്ഷ്യം പറയുന്നത്, ദൈവസന്നിധിയിൽ ഞാൻ നന്ദിയുള്ള വ്യക്തിയാകുക എന്ന് പറ സാക്ഷ്യം പറയുമ്പോൾ.
ഞാൻ സാക്ഷ്യം സാക്ഷ്യം പറയുന്ന പറയുന്ന ദൈവസന്നിധിയിൽ ദൈവസന്നിധിയിൽ ഞാൻ നന്ദിയുള്ള നന്ദിയുള്ള വ്യക്തിയാണ്. വലിയൊരു ഭാഗ്യമാണ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ വലിയ ഭാഗ്യമാണ്. കർത്താവ് നമുക്ക് ചെയ്ത ഉപകാരങ്ങളൊന്നും മറക്കരുതെന്ന് ബൈബിളിൽ പറയുന്നുണ്ട്. ഒരു സാക്ഷി കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടല്ലോ, 20 വർഷമായിട്ട് കാഴ്ച, ഒരു കണ്ണിന് ആ ഒരു കാഴ്ച നഷ്ടപ്പെട്ടു പോയി, കാണാൻ വ്യക്തമല്ലാതെ, സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ ബൈബിളോ എന്തെങ്കിലും പുസ്തകം തുറന്നു കഴിഞ്ഞാൽ മൊത്തം ഇങ്ങനെ പരന്ന് കിടക്കുന്ന പോലെ കാണുന്ന ആക്സിഡന്റിൽ 20 വർഷം മുമ്പ് ആ കണ്ണിന്റെ കാഴ്ച പോയതായിരുന്നു. പക്ഷേ മറ്റൊരു സഹോദരി സാക്ഷ്യം പറഞ്ഞു. ആ കാഴ്ച ലഭിച്ച സാക്ഷ്യം പറഞ്ഞപ്പം ആ സാക്ഷ്യം കേട്ടിട്ട് ആ സഹോദരി അതുപോലെ പ്രാർത്ഥിച്ചു. യേശു അത്ഭുതം ചെയ്തു. എത്ര പേര് ആ സാക്ഷ്യം കഴിഞ്ഞ ദിവസം കേട്ടായിരുന്നു? എത്ര പേരത് കേട്ടു? ആമേൻ, ആമേൻ. സാക്ഷ്യങ്ങളൊക്കെ നമ്മുടെ വിശ്വാസത്തെ അടുത്തൊരു ലെവലിലേക്ക് വർദ്ധിപ്പിക്കുന്നതാണ്. അപ്പൊ അത്ഭുതങ്ങളും അടയാളങ്ങളും നമുക്ക് ആവശ്യമാണ്. ദൈവപ്രവൃത്തി നമുക്ക് ആവശ്യമാണ്. പ്രവചനാലോചനകൾ നമുക്ക് ആവശ്യമാണ്. ഇതെല്ലാം നമുക്ക് ആവശ്യമാണ്. നെക്സ്റ്റ് ലെവലിലേക്ക് നമ്മളെ മൂവ് ചെയ്യുന്നതാണ് ദൈവത്തിന്റെ ആലോചനകൾ. ആമേൻ. ദൈവം നമ്മളെ സകലത്തിലും സൂക്ഷിക്കുന്നല്ലോ. കർത്താവ് നമ്മളെ ആലോചനയിൽ വിശ്വസ്തനായിരിക്കുന്നല്ലോ. ദൈവത്തിന്റെ വലിയ മഹത്വത്തിനായി സ്തുതിക്കുന്നു. അപ്പൊ ഇന്നത്തെ പ്രാർത്ഥനയിൽ ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ആത്മീയ കണ്ണുകളെ സ്വർഗം പ്രകാശിപ്പിക്കും. അനേക രോഗികളെ നിങ്ങളിലൂടെ കർത്താവ് സൗഖ്യമാക്കും. അനേക അത്ഭുതങ്ങളെ കർത്താവ് ചെയ്യും. ദൈവത്തിന്റെ വലിയ പ്രവൃത്തിയെ കാണാനും കേൾക്കുവാനും സ്വർഗം നമ്മളെ സഹായിക്കും. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഓഗസ്റ്റ് മാസം ആഗ്രഹിക്കുന്നു കർത്താവിന്റെ നാമത്തിൽ പിന്നെയും നമുക്ക് കൂടി വരുവാൻ വേണ്ടി. പ്രാർത്ഥനയോടെ തന്നെ ഇരിക്കുക. കർത്താവ് വലിയ കാര്യങ്ങളെ ചെയ്യും. ട്രിവാൻഡ്രത്തുള്ളവർ റെഡിയാകുക. കർത്താവിന്റെ നാമത്തിൽ നമുക്ക് ഒരുമിച്ച് കാണാം. പല പട്ടണങ്ങളിൽ നമുക്ക് ഈ പ്രാവശ്യം പ്രാർത്ഥന ക്രമീകരിക്കുന്നുണ്ട്. നിങ്ങളെല്ലാം റെഡിയാക്കുക. ഞാനത് വരുന്ന സമയങ്ങളിൽ അറിയിക്കുന്നതായിരിക്കും. പ്രാർത്ഥനയിൽ എന്നോട് കർത്താവ് ട്രിവാൻഡ്രം കാണിച്ചതുകൊണ്ടാണ്. വലിയ കാര്യങ്ങൾ കർത്താവ് ചെയ്യും. അപ്പൊ കൊല്ലത്തും തിരുവനന്തപുരത്തും ഇനി ആ ഭാഗത്തോട്ട് വരാൻ പറ്റുന്ന ഏവരും ഉണ്ടെങ്കിൽ അവർക്കെല്ലാം അതിലേക്ക് നിങ്ങൾക്ക് വരാം. വലിയ കാര്യങ്ങളെ കർത്താവ് ചെയ്യും. ഇപ്പോഴേ നിങ്ങൾ പ്രാർത്ഥിക്കുക. ഇപ്പോഴേ നിങ്ങൾ പ്രിപ്പയർ ആകുക. അനേകരോട് പറയുക വലിയ കാര്യങ്ങളെ കർത്താവ് ചെയ്യുമെന്ന് പറയണം. അന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതുപോലെ വലിയ ദൈവപ്രവൃത്തികൾ, വലിയ അത്ഭുത സൗഖ്യങ്ങൾ, വലിയ രോഗസൗഖ്യങ്ങൾ, വലിയ കർത്താവിന്റെ ആലോചനകളെ കൈമാറുവാൻ ദൈവം ഇടയാക്കും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഒരുമിച്ച് കർത്താവിന്റെ വചനങ്ങളെ കേൾക്കാം. ദൈവത്തിന്റെ കൃപ നമുക്ക് അനുഭവിക്കാം. ഈ മാസം അവസാനം 26-ാം തീയതി നമുക്ക് എവിടെയാ പ്രാർത്ഥന നടക്കുന്നതെന്ന് പറഞ്ഞ്, ഈ മാസം 26-ാം തീയതി എവിടെയാ നമ്മുടെ പ്രാർത്ഥന നടക്കുന്നത്? അപ്പൊ മറക്കരുത്, 29 മാറിപ്പോയി, 29-ാം തീയതി നമ്മുടെ പ്രാർത്ഥന നടക്കുന്നത്. അപ്പോൾ നിങ്ങൾ UK അടുത്തുള്ള നിങ്ങളുടെ ബന്ധുക്കാരോ നിങ്ങളുടെ മക്കളോ തലമുറകളൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ അവരെയൊക്കെ ആ പ്രാർത്ഥനയിലേക്ക് പറഞ്ഞു വിടും. അതിന്റെ ലൊക്കേഷൻ നാളെ ഞാൻ നിങ്ങൾക്ക് ഇവിടെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അവരോടൊക്കെ പറയണം. നിങ്ങൾ അടുത്തുള്ള ആരെങ്കിലും നിങ്ങൾക്ക് തകർന്നിരിക്കുന്ന, ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ ഓരോ പ്രശ്നത്തിൽ കുടുങ്ങിയിരിക്കുമ്പോൾ നിങ്ങൾ വാ, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഒരു ആലോചന തരും. നിങ്ങളെ ദൈവം സഹായിക്കും. ഞാൻ എപ്പോഴും പറഞ്ഞതുപോലെ കൂട്ടായ്മകളൊന്നും ഉപേക്ഷയായിട്ട് വിചാരിക്കരുത്. നിസ്സാര കാര്യമല്ല കൂട്ടായ്മ. ഒരു വ്യക്തിയുടെ ചരിത്രം മാറ്റുവാൻ കഴിയുന്നതാണ് കൂട്ടായ്മ. എപ്പോഴാണ് ദൈവത്തിന്റെ ആലോചന വെളിപ്പെടുന്നത് നമുക്ക് ആർക്കും ചിന്തിക്കാൻ കഴിയത്തില്ല. അപ്പോസ്തല പ്രവൃത്തി വായിക്കുന്ന സമയത്ത് അവിടെ പൗലോസും ശീലാസും എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, ഉപവസിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് കർത്താവിന്റെ ആലോചന അവർക്ക് വേണ്ടിയുള്ള പരിശുദ്ധാത്മാവ് പറഞ്ഞു, എൻ്റെ വേലയ്ക്ക് വേണ്ടി അവരെ വേർതിരിക്കുക എന്ന് പെട്ടെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. ഉടനെ കർത്താവിന്റെ നാമത്തിൽ അവർ പ്രാർത്ഥിച്ചു. പൗലോസിനെ വേർതിരിച്ചതുപോലെ തന്നെ ഈ ദിവസങ്ങളിൽ കൂട്ടായ്മയ്ക്ക് ശക്തിയുണ്ട്. അത് ഉപേക്ഷയായിട്ട് വിചാരിക്കരുത്. കഴിവുള്ളവരൊക്കെ, ഞാൻ പറഞ്ഞ ഹൃദയത്തിൽ അങ്ങനെ ആഗ്രഹമുള്ളവരൊക്കെ എന്ത് ചെയ്യുക? നിങ്ങൾ വരുക, തലമുറകളെ പറഞ്ഞയക്കുക. ദൈവസന്നിധിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക? കീഴ്പ്പെടുക. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യും. വലിയ പ്രവർത്തികളാൽ കർത്താവ് നിറയ്ക്കും. നമുക്ക് ഒരുമിച്ച് പിന്നെയും പ്രാർത്ഥിക്കാം. വലിയ കാര്യങ്ങളാൽ കർത്താവ് നിറയ്ക്കും. മിഡിൽ ഈസ്റ്റിലെ പ്രാർത്ഥന ഞാൻ പറഞ്ഞല്ലോ. നമ്മൾ പല മിഡിൽ ഈസ്റ്റിലെ ഗ്രൂപ്പുകളൊക്കെ നമുക്കിനി ഒന്നാക്കിയിട്ട് ഒരു പ്രാർത്ഥന ഗ്രൂപ്പ് ആക്കാൻ വേണ്ടി പോവാണ്. അതിനുവേണ്ടിയും പ്രാർത്ഥിക്കുക. വരും ദിവസങ്ങളിൽ കർത്താവ് അതും ക്രമീകരിക്കുവാൻ ഇടയായിത്തീരും. വേഗത്തിൽ നമുക്ക് പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം. വൻ പ്രവർത്തികളെ കർത്താവ് നിങ്ങളുടെ നടുവിൽ ചെയ്യുന്നല്ലോ. ഇന്നത്തെ അനുഗ്രഹത്തിനായിട്ട് ഞാനൊരു വാക്യം നിങ്ങൾക്ക് മുമ്പാകെ വായിക്കാം. നമ്മൾ തുടർച്ചയായിട്ട് ലൂക്കോസ് ലീഹായുടെ സുവിശേഷം കേട്ടുവരുന്നു. അതിനായിട്ട് ലൂക്കോസ് ലീഹായുടെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. അവിടെ ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നത്: യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടു മടങ്ങി. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. പിശാച് 40 ദിവസം പരീക്ഷിച്ചു. ആ ദിവസങ്ങളിൽ യേശു ഒന്നും ഭക്ഷിച്ചില്ല. അവ കഴിഞ്ഞപ്പോൾ യേശുവിന് വിശന്നു. പല ആൾക്കാരും ചോദിക്കാറുണ്ട്, ബ്രദറെ, എന്താണ് ഈ ഉപവാസം എന്ന് ചോദിക്കാറുണ്ട്. എന്താണ് ഉപവാസം? ഉപവാസം എന്ന് പറഞ്ഞാൽ 2 തരം ഉപവാസം ബൈബിളിലുണ്ട്. 2 തരം ഉപവാസം എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിൽ ഉപവാസവുമുണ്ട്,
പുതിയ നിയമത്തിൽ ഉപവാസമുണ്ട്. ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് ജസ്റ്റ് എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യണേ. ഞാൻ ഒന്ന് മൈക്ക് ഒന്ന് മ്യൂട്ട് ചെയ്യുവാണ്. മൈക്ക് മ്യൂട്ട് ചെയ്യുവാണ്. ജസ്റ്റ് ഒരു മിനിറ്റ്. നന്ദി കർത്താവേ. അപ്പൊ 2 തരം ഉപവാസമുണ്ട് ബൈബിളിൽ. എന്നാൽ എന്താണ് ഉപവാസം എന്ന് കേൾക്കാം. ഇവിടെ നിങ്ങൾക്കറിയാം, നമ്മൾ ചിന്തിക്കാൻ പോണ ഉപവാസം അല്ലെങ്കിൽ പോലും ആ ഒരു വിഷയം ഇതിനകത്ത് വരുന്നുണ്ട്. ഇവിടെ വചനം പറയുന്നു, യേശു ക്രിസ്തു പരിശുദ്ധയാത്മാവ് നിറഞ്ഞവനായി, നോക്കി, യേശു ക്രിസ്തു പരിശുദ്ധയാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടു മടങ്ങി. ഈ വാക്യം നിങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്യമാണ്. അവിടെ അടുത്ത വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ആത്മാവ്, അതായത് പരിശുദ്ധയാത്മാവ് യേശുവിനെ എങ്ങോട്ട് നടത്തി? മരുഭൂമിയിലേക്ക് നടത്തി. നോക്കുക, പരിശുദ്ധയാത്മാവ് ആദ്യത്തിൽ വചനത്തിൽ പറയുന്നു, യേശു ആത്മാവിൽ നിറഞ്ഞു, പരിശുദ്ധയാത്മാവിൽ നിറഞ്ഞു, യോർദാൻ വിട്ട് മടങ്ങി. ആത്മാവ് യേശു ക്രിസ്തുവിനെ മരുഭൂമിയിലേക്ക് നടത്തി എന്നാണ് വചനം കാണാൻ പറ്റും. നോക്കി, 2 കാര്യങ്ങളാണ്. ഒന്ന്, ആത്മാവിൽ നിറഞ്ഞു, 2 ആത്മാവ് നടത്തി. അപ്പൊ പരിശുദ്ധാത്മാവിലെ നടത്തിപ്പുണ്ട്, പരിശുദ്ധാത്മാവിന്റെ നിറവുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൽ നിറയുക. നമുക്കറിയാം, അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ ഒരു വാക്യമുണ്ട്, അവരെല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. നമുക്കറിയാം, അവിടെ നമുക്ക് ആദ്യമായിട്ട്, അല്ലെങ്കിൽ അപ്പോസ്തല പ്രവൃത്തിയിൽ, അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്റെ മേലും എൻ്റെ ആത്മാവിനെ പകരും, നിന്റെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിന്റെ യൗവനക്കാർ ദർശനം കാണും എന്ന വചനപ്രകാരം അവിടെ എഴുതിയിരിക്കുന്നത് പോലെ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം കൂടെ കാണാൻ പറ്റുന്നുണ്ട്. അവരെല്ലാവരും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു. ആത്മാവ് അവർക്ക് ഉച്ചരിപ്പിച്ചുകൂടാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു. അപ്പൊ അന്യഭാഷ എന്നുള്ളത് നിസ്സാര കാര്യമല്ല. ആത്മനിറവ് നമ്മുടെ മേൽ ഓവർഫ്ലോയെ കൊണ്ടിരുന്നതാണ് പരിശുദ്ധാത്മാവിന്റെ നിറവ്. ഇവിടെ നിങ്ങൾ നോക്കിയേ, അവർ യേശുക്രിസ്തു പറയുകയാണ്, ദ ജീസസ് ബീയിങ് ഫുൾ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ഇപ്പൊ യേശുക്രിസ്തു ആത്മാവിൽ നിറഞ്ഞു. എനിക്ക് ആ വാക്ക് ഞാനത് നോക്കിയ സമയത്ത് അവിടെ കൊടുത്തേക്കുന്നൊരു വാക്ക് ഇങ്ങനെയാണ്, അതായത് ആ ഒരു യേശുക്രിസ്തു ആത്മാവിൽ നിറഞ്ഞു എന്നുള്ളതിന്റെ ഒരു ഗ്രീക്ക് പദത്തിന്റെ ഒരു മീനിങ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്, ഒരു പാത്രത്തിലേക്ക് വെള്ളം നിറയ്ക്കുന്നത് പോലെ ഒരവസ്ഥയെപ്പറ്റി പറഞ്ഞിരിക്കുകയാണ്. അതായത് ഒരു പാത്രം, ശൂന്യമായ ഒരു പാത്രത്തിലേക്ക് വെള്ളം എങ്ങനെയാണോ, ഒരു വെസലിലേക്ക് എങ്ങനെയാണോ നിറയ്ക്കുന്നത്, അല്ലെങ്കിൽ അത് കവർ ചെയ്യുന്നത്. 2 അർത്ഥമാണ് കൊടുത്തിരിക്കുന്നത്. ഒന്ന്, ഒരു പാത്രത്തിലേക്ക് വെള്ളം ഒഴിച്ച് നിറയ്ക്കുന്നതും, 2, ഒരു പാത്രത്തെ പൊതിയുന്നത്, കവർ ചെയ്യുന്നതും. 2 ആശയമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അത് 2ന്റെയും അർത്ഥം ഇവിടെ പറഞ്ഞിരിക്കുന്നത് നിറയുക എന്നൊരർത്ഥമാണ്. നിറയുക. യേശുക്രിസ്തു ആത്മാവിൽ നിറഞ്ഞ യേശുക്രിസ്തുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി എന്നവിടെ പറയും. നോക്കിയേ, നിറഞ്ഞ യേശുക്രിസ്തുവിനെ ആത്മാവ് എന്ത് ചെയ്തു? യേശുക്രിസ്തുവിനെ പരിശുദ്ധാത്മാവ് നടത്തി. ലീഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവ് നടത്തി. അപ്പൊ പരിശുദ്ധാത്മാവ് നടത്തുന്ന ഒരു ജീവിതമുണ്ട്. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ വ്യക്തികളെ പരിശുദ്ധാത്മാവ് നടത്തും. നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ അർത്ഥം ഫുൾ കൺട്രോൾ. നിങ്ങൾ നോക്കി, ഒരു കവറിന്റെ അകത്ത് 2 അർത്ഥമാണ് കൊടുത്തിരിക്കുന്നത്. ഒന്നൊരു പാത്രത്തിൽ വെള്ളം നിറച്ചു കഴിയുന്നത് പോലെ, അല്ലെങ്കിൽ ആ പാത്രത്തെ പൊതിയുന്നത് പോലെ. കുറച്ചുകൂടെ നല്ലൊരു വാക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടത് പൊതിയുക എന്നുള്ളതാണ്. പൊതിയുക.
നമുക്ക് പലപ്പോഴും അറിയാം, നിങ്ങൾ ഈ ബർത്ത്ഡേക്കൊക്കെ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കൽ, ബർത്ത്ഡേ മാത്രമല്ല ഏതെങ്കിലും ഒരു ഫംഗ്ഷന് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി പോകുമ്പോൾ ആ ഗിഫ്റ്റ് നമ്മൾ പൊതിഞ്ഞോണ്ട് പോകും. അപ്പൊ ഈ പൊതിഞ്ഞോണ്ട് പോകുന്ന സമയത്ത് ആ ഗിഫ്റ്റ് ആർക്കാണോ കൊടുക്കുന്നത് ആ വ്യക്തി എപ്പോഴാണോ ആ ഒരു കവറ് പൊട്ടിക്കുന്നത് ആ സമയം വരെ ആ വ്യക്തിക്ക് അറിയത്തില്ല അതിൻ്റെ അകത്ത് എന്തൊക്കെ ഉണ്ടെന്ന്. അത് മൊത്തം ഇങ്ങനെ മറഞ്ഞിരിക്കും. ഇത് തന്നെയാണ് നമ്മളെ തന്നെ ക്രിസ്തുവിൽ മറയ്ക്കുക, ദൈവത്തിൽ മറയ്ക്കുന്നതാണ് ആത്മനിറവ്. നമ്മൾ ചില സമയത്ത് നിങ്ങൾ ആരാധിച്ചു വരുന്ന സമയത്ത് നിങ്ങൾ പ്രാർത്ഥിച്ച് നമ്മൾ പള്ളിയിൽ പോരുന്ന അല്ലെങ്കിൽ ആരാധനയ്ക്ക് പോരുന്ന ഉറങ്ങുന്ന പരിപാടിയല്ല ഞാനീ പറയുന്നത്. നിങ്ങൾ നല്ല പാട്ടൊക്കെ പാടി ദൈവത്തെ അന്യഭാഷയിലും അല്ലാതെയൊക്കെ നമ്മളിങ്ങനെ ആരാധിച്ചു വരുന്ന സമയത്ത് കൈകളൊക്കെ അടിച്ച് നിങ്ങൾ ദൈവത്തെ സ്തുതിച്ചു വരുന്ന സമയത്ത് നിങ്ങൾ എപ്പോഴേലും ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മൾ മൊത്തം അന്തരീക്ഷവും മറന്നു പോകുന്ന ഒരു തലം. അതുവരെ നിങ്ങൾ ഭയങ്കര വന്നപ്പോൾ നിങ്ങളൊരു പാട്ടൊക്കെ പാടി കൂടെ പാടി അവിടെ ഇരിക്കുന്ന ആ സഹോദരിയെ ഇങ്ങോട്ട് നോക്കി, വലത്തോട്ടും നോക്കി, ഇടത്തോട്ടും നോക്കി, ചുറ്റുവട്ടം നോക്കി, അവിടെയുള്ള സാധനങ്ങളൊക്കെ നോക്കി. പക്ഷേ ഏതോ ഒരു സമയത്ത് നമ്മളിങ്ങനെ പ്രാർത്ഥിച്ച് പാട്ടൊക്കെ പാടി ആരാധിച്ചു വരുന്ന സമയത്ത് കുറെ കഴിഞ്ഞപ്പോൾ നിങ്ങൾ കൈയൊക്കെ അടിച്ച് എണീറ്റൊക്കെ നിന്ന് അല്ലെങ്കിൽ എണീക്കാതെ നിന്നോ ഇരുന്ന് നിന്നോ ഒക്കെ നമ്മൾ പോലും അറിയാതെ ആ പരിസരം മറന്നു പോകുന്ന ഒരനുഭവം ആർക്കെങ്കിലും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഉള്ളവരാരെങ്കിലും ഉണ്ടോ? ഇങ്ങനെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കുക. പരിശുദ്ധാത്മാവിന്റെ കൺട്രോളിലേക്ക് നിങ്ങളെ കൊണ്ടുവരുന്ന ഒരു അന്തരീക്ഷമാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അസാധാരണമായ ദർശനങ്ങളെയും അസാധാരണമായ ദൈവികമായ ആലോചനകളെയും വളരെ വ്യക്തമായി കണ്ടിട്ടുള്ള തലങ്ങളാണ് ഈ ആരാധനയുടെ ഹയർ ലെവൽ. ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ട്, വലിയ ദർശനങ്ങൾ തുറക്കുന്നതും വലിയ കാഴ്ചകൾ കണ്ടതുമായിട്ടുള്ള സമയങ്ങൾ ആത്മനിറവിലാണ്. എന്താണ് ഈ ആത്മനിറവ്? ഞാൻ ആ വാക്കിലേക്ക് ഒന്ന് വരാം. കവറിങ് ഒരു വാക്ക്, അതായത് പൊതിഞ്ഞു സൂക്ഷിക്കുക. അതായത് ഇവിടെ ഇങ്ങനെ കൊടുത്തേക്കുന്ന വാക്ക് കവേർഡ് ഇൻ എവരി പാർട്ട്. ആ കൊടുത്തേക്കുന്ന ഗ്രീക്ക് പദം എങ്ങനെയാണ്? എവരി പാർട്ട്, കവേർഡ് ഇൻ എവരി പാർട്ട്, എല്ലാ വശത്തിലും മൂടപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥ. ആത്മനിറവിന് കൊടുത്തേക്കുന്ന വാക്കാണ് എല്ലാ വശങ്ങളും മൂടപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു ഗിഫ്റ്റ് പേപ്പറിലേക്ക് നമ്മൾ കൊടുക്കാൻ കൊണ്ടുപോകുന്ന ഏതൊരു വസ്തുവും അതിനെ പൊതിഞ്ഞ് സൂക്ഷിച്ച് അതിനകത്ത് എന്താണോ ഉള്ളത് അതറിയാതെ അതിനെ മുഴുവനായി കവർ ചെയ്യുന്നത് പോലെ നിങ്ങളെ തന്നെ കവർ ചെയ്യുന്ന, ചിലപ്പോൾ നിങ്ങൾക്ക് ചില മിടുക്കുകൾ ഉണ്ടായിരിക്കാം, കഴിവുകൾ ഉണ്ടായിരിക്കാം, ലോകപ്രകാരം കുടുംബ മഹിമ ഉണ്ടായിരിക്കാം, എന്തേലുമൊക്കെ എടുത്തു പറയാനുണ്ടായിരിക്കാം, അത് മൊത്തം കവർ ചെയ്യുന്ന, അതൊന്നുമല്ല ആത്മാവിൽ ആരാധിച്ച് സകലതും മറക്കുന്ന, എല്ലാം മറക്കുന്ന ഒരന്തരീക്ഷത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നതാണ് ആത്മനിറവ്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരു സമയം ഞങ്ങൾ സഹോദരന്മാരൊക്കെ ഇരുന്ന് ആരാധിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു സാന്നിധ്യം വന്നിട്ട് 3-4 മണിക്കൂർ അന്യഭാഷയിൽ ഇരുന്ന് ആരാധിച്ച് എല്ലാം മറന്നുപോയി. സമയം മറന്നുപോയി, ആഹാരം കഴിക്കാൻ മറന്നുപോയി, വെള്ളം കുടിക്കാൻ മറന്നുപോയി, ആ പരിസരം മറന്നുപോയി. അങ്ങനെ പലതവണ ആത്മാവിൻ്റെ അന്തരീക്ഷം ജീവിതത്തിൽ അനുഭവിക്കുവാൻ കർത്താവിനാൽ ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ സംഭവിക്കേണ്ടത് നമ്മൾ ആ സമയത്ത് ഞാൻ ഓർത്തെന്നറിയോ, 10 മിനിറ്റോ 15 മിനിറ്റോ ആയിട്ടുണ്ടെന്നാണ് ഓർത്തത്. പക്ഷെ അതെല്ലാം മറന്ന് ഈ സമയത്ത് നിങ്ങൾ പ്രാർത്ഥന റിക്വസ്റ്റ് അയക്കരുതേ പ്ലീസ്. ഈ സമയത്ത് സൂമിൽ അയക്കരുത്, എൻ്റെ ശ്രദ്ധ അങ്ങോട്ട് പോകും. ഞാൻ സ്ക്രീനെ നോക്കിയിരിക്കുന്നുണ്ട്. ഈ സമയത്ത് നിങ്ങൾ പ്രാർത്ഥനാ വിഷയം അയക്കുമ്പോൾ നിങ്ങളുടെ ശ്രദ്ധ ഈ വചനത്തിലേക്ക് പോകത്തുമില്ല. നിങ്ങൾ വെറുതെ ഇങ്ങനെ പ്രാർത്ഥനാ വിഷയം അയച്ചുകൊണ്ടിരിക്കത്തുള്ളൂ, ആ വിഷയവും മാറത്തില്ല. ശ്രദ്ധിക്കുക. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് വേണ്ട ആലോചനയുണ്ട്. എൻ്റെ കൂടെ പറഞ്ഞ്, ഞാൻ ഈ കേൾക്കുന്നതിൻ്റെ അകത്ത് എനിക്ക് വേണ്ട ആലോചന ഉണ്ടെന്ന് പറ. അതുകൊണ്ട് ശ്രദ്ധിക്കുക, നിങ്ങളുടെ അത്ഭുതം ഇതിൻ്റെ അകത്ത് ഇരിപ്പുണ്ട്. അതുകൊണ്ടാണ് പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ ശ്രദ്ധിച്ചിരുന്നോണേ. അത് നേരിട്ട് കൂട്ടായ്മയ്ക്ക് വരുമ്പോഴാണെങ്കിൽ പോലും നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോണം. കിടക്കുന്നവരൊക്കെ ഒന്ന് ചാടി എണീറ്റേ. ആമേൻ. ഇവിടെ നിങ്ങൾ നോക്കിയേ, പരിശുദ്ധാത്മാവിൽ നിറയുക എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിന് നിങ്ങളെ ഫുള്ളായിട്ട് വേണം. അതിന് നമ്മൾ ചില റിസ്കുകൾ എടുക്കേണ്ടി വരും. നോക്കിക്കണം, പരിശുദ്ധാത്മാവിന് നിങ്ങളെ ആവശ്യമുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ കരത്തിലേക്ക് നമ്മളെ കൊണ്ടുവരുവാൻ നമ്മൾ റിസ്ക് എടുക്കേണ്ടി വരും. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളിപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി. കാര്യം നിങ്ങൾ വളരെ ദൂരെ യാത്ര ചെയ്ത് കണ്ണൂരിൽ നിന്നും വയനാട്ടിൽ നിന്നും തിരുവനന്തപുരത്തു നിന്നും കൊല്ലത്തു നിന്നും കോട്ടയത്തു നിന്നും എറണാകുളത്തു നിന്നും ഒക്കെ തൃശ്ശൂരിൽ നിന്നും ഒക്കെ നിങ്ങൾ വളരെ കഷ്ടപ്പെട്ട് എല്ലാ പ്രാർത്ഥനയിലും വന്ന ആൾക്കാരുമുണ്ട്. അപ്പം നിങ്ങൾ വിചാരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞങ്ങൾ ബ്രദറിൻ്റെ അടുക്ക വരുന്നു, ഞങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടി വരുന്നു, ബ്രദറിനെ കാണാൻ വേണ്ടി വരുന്നു, വചനം കൂടാൻ വേണ്ടി വരുന്നൊക്കെ ചിന്ത നിങ്ങൾ വരുന്നത്. പക്ഷെ നിങ്ങൾ കൊടുക്കുന്ന ഒരു എഫേർട്ട് ഉണ്ടല്ലോ,
ഇതിനെ എങ്ങനെയാ സംഭവിക്കുന്നത് പറഞ്ഞാൽ ചിലർ ചിന്തിക്കുന്നുണ്ട്, ബ്രദർ സൂമിലുണ്ടല്ലോ, ബ്രദർ ലൈവിലുണ്ടല്ലോ, ബ്രദർ യൂട്യൂബിലുണ്ടല്ലോ, എപ്പോഴേലും ഞങ്ങൾക്ക് ടി വിയിലും കാണാമല്ലോ. അതായത് വരാൻ സാഹചര്യം ഉണ്ടായിട്ടും ചിലർ എന്ത് ചെയ്തില്ല, വരുന്നില്ല. പക്ഷെ നിങ്ങൾ റിസ്ക് എടുത്ത് വരുമ്പോൾ യഥാർത്ഥത്തിൽ പരിശുദ്ധ ആത്മാവിന്റെ കൺട്രോളിലേക്കാണ് നിങ്ങൾ അവിടെ വരുന്നത്. ഇന്നലെ നമ്മൾ തുടക്കത്തിൽ ഒരു സാക്ഷ്യം കേട്ടല്ലോ, ആ സഹോദരി പറഞ്ഞ പോലെ കോട്ടയത്ത് പലർക്കും വേണ്ടി നമുക്കറിയാം കർത്താവിന്റെ കൃപയാൽ നമ്മളെല്ലാവരും ആളുകൾ വളരെ കൂടുതലായതുകൊണ്ട് എന്നാൽ എല്ലാവരുടെ മേൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ കർത്താവ് നിയോഗം തന്നു. ആ സഹോദരി പറഞ്ഞതുപോലെ തന്നെ ആ സഹോദരി അടുക്ക് വന്ന് കുറച്ചു നേരം മൗനമായി ദൈവം എന്തോ ഒരു കാര്യം കൈമാറി അത് സിസ്റ്റർക്ക് ഇന്ന് സാക്ഷ്യമായിട്ട് നമ്മൾ കേൾക്കാൻ ഇടയായി തീർന്നു. അപ്പൊ നമ്മളെ കർത്താവ് എന്ത് ചെയ്യുന്ന ദൈവത്തിന്റെ കൺട്രോളിലേക്ക് നമ്മൾ വരണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? റിസ്ക് എടുക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ദൈവത്തിന് നിങ്ങളെന്ന വ്യക്തിയെ പൂർണ്ണമായിട്ടും വേണം. ഞാൻ ഈ വാക്യത്തിലേക്ക് വന്നിട്ട് മടങ്ങി വരാവേ, ഇവിടെ നിന്ന് കൂടുതൽ മനസ്സിലാവും. യേശു ക്രിസ്തു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ട് മടങ്ങി. ആത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്ക് നടന്നു. നോക്കിയേ, പരിശുദ്ധ ആത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്ക് നടക്കുകയാണ്. ഹി വാസ് ലീഡ് ബൈ ദ ഹോളി സ്പിരിറ്റ് ഇൻ ടു ദ വിൽഡർനെസ്. പരിശുദ്ധ ആത്മാവ് യേശുവിനെ ലീഡ് ചെയ്യുകയാണ്. പരിശുദ്ധാത്മാവ് യേശുവിനെ നിയന്ത്രിക്കുന്നു. ഓക്കെ, പരിശുദ്ധാത്മാവ് യേശുവിനെ കൺട്രോൾ ചെയ്യുകയാണ്. ആമേൻ. അപ്പൊ ഇവിടെ നമ്മൾ നോക്കിയേ, പരിശുദ്ധാത്മാവിന്റെ കൺട്രോളിലേക്ക് നമുക്ക് ഉദാഹരണമായിട്ട് പറയുകട്ടെ, യേശുക്രിസ്തു നമുക്കൊരു മാതൃക കാണിച്ചു തരുവാണ്. ആത്മാവിൽ നിറഞ്ഞാൽ ആത്മാവിന്റെ നടത്തിപ്പുണ്ടാകും. എന്റെ കൂടെ പറഞ്ഞോട്ടെ, ആത്മാവിൽ നിറഞ്ഞാൽ ആത്മാവിന്റെ നടത്തിപ്പുണ്ടാകും എന്ന് പറ. ആത്മാവിന്റെ നടത്തിപ്പുണ്ടാകും. പലരുടെയും ജീവിതത്തിന്റെ അകത്ത് ആത്മാവിന്റെ നടത്തിപ്പുണ്ടാകുന്നില്ല. ഞാൻ വീണ്ടും പറയുന്നു, പരിശുദ്ധ ആത്മാവ് നടത്തുവാൻ തുടങ്ങിയാൽ അത് എവിടെയാണെങ്കിലും മരുഭൂമിയിലാണെങ്കിലും നിങ്ങൾക്ക് ഒരു കുഴപ്പവും പറ്റത്തില്ല. അതുകൊണ്ടാണ് ആത്മനിറവ് എപ്പോഴും നമുക്ക് ആവശ്യമാണ്. പരിശുദ്ധാത്മാവിന് നമുക്കൊരു ആരാധനയുടെ അന്തരീക്ഷം ആവശ്യമാണ്. ആരാധന മാത്രമല്ല ആത്മാവിൽ നിറയ്ക്കുന്നത്. പരിശുദ്ധാത്മാവിന്റെ കൺട്രോൾ ഏത് തീരുമാനമെടുത്താലും പറയണം, കർത്താവേ അങ്ങയുടെ ഹിതത്തിന് വേണ്ടി നിൽക്കുവാൻ. ചിലപ്പം പലരും നമ്മളെ എതിർത്തേക്കാം. ചിലർ പറയത്തുണ്ട്, ബ്രദറെ ഞാൻ പ്രാർത്ഥനയ്ക്ക് പോകുന്നത് എനിക്ക് മറ്റവർക്ക് ഇഷ്ടമൊന്നുമില്ല എന്നും. അതുകൊണ്ട് ഞാൻ ഇന്നു മുതൽ ബ്രദറെ ഞാൻ തീരുമാനിച്ചു, ഭർത്താവ് പറഞ്ഞു ഇന്നു മുതൽ നീ പ്രാർത്ഥനയ്ക്ക് പോകണ്ട, ഇന്നു മുതൽ ബൈബിള് വായിക്കണ്ട. മക്കൾ പറഞ്ഞു അമ്മ പ്രാർത്ഥനയ്ക്ക് പോകണ്ട, അച്ഛൻ പ്രാർത്ഥനയ്ക്ക് പോകണ്ട, അല്ലെങ്കിൽ ഭർത്താവ് പറയുന്നു ഇനി മുതൽ നീ പ്രാർത്ഥന കാണണ്ട എന്ന് പറയുമ്പോൾ ശരി, ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ ഇഷ്ടം നിറവേറ്റെന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥന കൈക്കൊള്ളാതെയും കൂട്ടായ്മ ആചരിക്കാതെയും ബൈബിള് വായിക്കാതെ ഇരിക്കുന്ന നിങ്ങൾക്ക് ഒരിക്കലും പരിശുദ്ധാത്മാവിന്റെ കൺട്രോളിലേക്ക് വരാൻ കഴിയത്തില്ല. നമ്മൾ അനുസരിക്കുമ്പോൾ, ദൈവത്തിന്റെ പദ്ധതികൾക്ക് നമ്മൾ വില കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നറിയാവോ? പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പുണ്ടാകും. ഞാൻ പറയുന്നു, പരിശുദ്ധാത്മാവ് നടത്താൻ തുടങ്ങിയാൽ ഒരു പിശാചിനും നിങ്ങളെ തൊടാൻ കഴിയത്തില്ല. ഒരു പിശാചിനും നിങ്ങളുടെ ഒരു വഴിയും അടയ്ക്കാൻ പറ്റത്തില്ല. ഒരു പിശാചിനും നിങ്ങളുടെ നന്മയെ തൊടാൻ കഴിയത്തില്ല. അറിയാവോ? പരിശുദ്ധാത്മാവ് തീരുമാനിക്കുകയാണ്, നിങ്ങളെ നാളെ ഈ പട്ടണത്തിലോ ഈ രാജ്യത്തിലോ ഈ കുടുംബത്തിലോ ഈ പ്രതിസന്ധിയിലോ ഞാൻ നിർത്താൻ പോകുവാണെന്ന് പരിശുദ്ധാത്മാവ് തീരുമാനിച്ചാൽ ലോകത്തിലെ ഒരു ശക്തിക്കും അതിനെ തടുക്കുവാൻ കഴിയത്തില്ല. അത് കർത്താവിനാലുള്ള അത്ഭുതകരമായ പ്രവൃത്തികൾക്കായി ദൈവം നിങ്ങളെ വേർതിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അതുകൊണ്ടാണ് നിങ്ങൾ എപ്പോഴും ഒറ്റയ്ക്ക് നിൽക്കാൻ പ്രാപ്തി പഠിക്കണം. ഞാൻ പറഞ്ഞല്ലോ, വിശ്വാസ ജീവിതത്തിൽ ഇറങ്ങിയ സമയത്ത് എൻ്റെ മുമ്പിൽ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, എവിടെ ചെന്നാലും ഒറ്റപ്പെടലുകൾ അനുഭവിക്കും. എതിർക്കുന്ന വ്യക്തികൾ കൂടുതലായിരുന്നു. എവിടെ ചെന്നാലും എതിർപ്പുകൾ. പക്ഷെ അന്ന് ഒരു കൃപ ദൈവം തന്നു. ഈ വചനം വിട്ട് മാറാതെ അത് തന്നെ ഉറച്ചു നിൽക്കുവാൻ ദൈവം ഒരു കൃപ തന്നു. അങ്ങനെ ഒരു കാര്യം മനസ്സിലായി. എൻ്റെ ഉള്ളിൽ തന്നൊരു ചിന്തയാ ദൈവം. അതൊരു അനുഗ്രഹമാണ്. ഇന്നും അത് അനുഗ്രഹമാണ്. ദൈവമാണ് നടത്തുന്നത്, മനുഷ്യനല്ല. ദൈവമാണ് നടത്തുന്നത്. ഇത് നിയമമല്ല, രാജ്യമല്ല. ഏത് വ്യക്തി എനിക്കെതിരെ വന്നാലും എന്നെ നടത്തുന്നത് കർത്താവാണെന്നുള്ളൊരു ചിന്തയകത്തോട്ട് വന്നു. ഇതൊരു അനുഗ്രഹമാണ് കേട്ടോ. എപ്പോഴും ഓർത്തോണം, എൻ്റെ ജീവിതത്തിൽ ഞാൻ നിൽക്കുന്നതല്ല, ദൈവം എന്നെ നടത്തുന്നതാണ്. ആത്മനിറവിലേക്ക് ഞാൻ വീണ്ടും വരാം. പരിശുദ്ധാത്മാവിന്റെ നിറവിൽ യേശുവിനെ പരിശുദ്ധാത്മാവ് നടത്തി. ഇവിടെ നോക്കിയേ, പിശാച് അവനെ 40 ദിവസം പരീക്ഷിച്ചു, ആ ദിവസങ്ങളിൽ ഒന്നും ഭക്ഷിച്ചില്ല. ഉപവാസം എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചോണം, ഉപവാസം എന്ന് പറഞ്ഞാൽ 2 തരം ഉപവാസമുണ്ട്. പക്ഷെ നമ്മളിപ്പോൾ പല ആൾക്കാരും ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് പഴയ നിയമത്തിൽ ഉപവാസമാണ്.
എന്താണ് പഴയ നിയമത്തിൽ ഉപവാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പഴയ നിയമത്തിൽ ആളുകൾ ഉപവസിക്കുന്നതെല്ലാം നിങ്ങൾ നോക്കിയാൽ മതി, അവർ റെട്ടിലും വെണ്ണീറിലും ഇരുന്നു. അതായത് ഏതെങ്കിലും ദൈവത്തിന്റെ പദ്ധതികളോ ദൈവത്തിന്റെ ന്യായവിധിക്ക് മുമ്പിലോ ദൈവത്തിന്റെ കരുണയ്ക്ക് വേണ്ടിയോ ദൈവത്തിന്റെ പദ്ധതികൾ നിറവേറ്റാൻ വേണ്ടിയോ ആണ് പഴയ നിയമത്തിൽ അവർ ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ഇരിക്കുന്നത്. ഒന്നുകൂടെ ഞാൻ പറയാം, പഴയ നിയമത്തിൽ ഉപവാസം എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ലഭിക്കേണ്ടതിനും ദൈവത്തിന്റെ കരുണ ലഭിക്കേണ്ടതിനും ദൈവത്തിന്റെ പദ്ധതികളിലേക്ക് അവർ വരേണ്ടതിനുമാണ് അവർ പഴയ നിയമത്തിൽ ഉപവാസം. പഴയ നിയമത്തിൽ ഉപവാസം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന പോലെ ആഹാരവും വെള്ളവും മാത്രം വെടിഞ്ഞിരിക്കുന്ന ഉപവാസമല്ല, റെട്ടിലും വെണ്ണീറിലും ഇരിക്കണം. അതായത് നമുക്ക് നല്ല ഉടുപ്പൊന്നും ഇടാൻ അവസരമില്ല, ചണവസ്ത്രം മാത്രം ധരിച്ചുകൊണ്ട് ആ ചണവസ്ത്രം മാത്രം ധരിച്ചുകൊണ്ട് 1200 കൽപ്പനകൾ ഏറ്റുപറഞ്ഞുകൊണ്ട് വെള്ളമോ ഒന്നും ഭക്ഷിക്കാതെ നിങ്ങൾ എന്ത് ചെയ്യണം? ദൈവസന്നിധിയിൽ ഉപവസിക്കണം. ഭയങ്കര പാടാണ് പഴയ നിയമത്തിൽ ഉപവാസം. എന്നാൽ പുതിയ നിയമത്തിലെ ഉപവാസം എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചോണം, നിങ്ങൾ ആഹാരം വെടിയുന്നതല്ല, ആഹാരം മറന്നു പോകുന്നതാണ് ഉപവാസം. ഒന്നുകൂടെ ഞാൻ പറയാം, ഇവിടെ നിങ്ങൾ നോക്കിയേ, ഈ വചനം ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. പുതിയ നിയമത്തിലെ ഉപവാസം എന്ന് പറഞ്ഞാൽ ആ ദിവസങ്ങളിൽ യേശു ഒന്നും ഭക്ഷിച്ചില്ല, അത് കഴിഞ്ഞപ്പോൾ യേശുവിന് വിശന്നു. നിങ്ങൾ ഉപവസിക്കുമ്പോൾ നിങ്ങൾക്ക് വിശപ്പ് പലർക്കും വരാറുണ്ടല്ലേ? എത്ര പേർക്ക് ഉപവസിക്കുമ്പോൾ വിശപ്പ് വരാറുണ്ട്? എനിക്ക് വരാറുണ്ട്. അപ്പൊ നമ്മൾ പൊതുവെ ചെയ്യാറുള്ള ഒരു പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓടിപ്പോയി നമ്മൾ വെള്ളം കുടിക്കുന്നു, ഓടിപ്പോയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? പല കാര്യങ്ങൾ ചെയ്യുന്നു. എങ്ങനെയെങ്കിലും ആ വിശപ്പിനെ ഓവർകം ചെയ്യുക എന്നുള്ള നമ്മുടെ ലക്ഷ്യം. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല ഉപവസിക്കേണ്ടത്. വിശപ്പിനെ ഓവർകം ചെയ്യുക എന്നുള്ളതല്ല ഉപവാസം. ഉപവാസം എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ കൂടെ വസിക്കുക എന്നുള്ളത്. അതായത് ഇവിടെ നിങ്ങൾ നോക്കി, ആ ദിവസങ്ങളിൽ യേശു ഭക്ഷിച്ചില്ല, മറ്റു ഭാഗത്ത് പറഞ്ഞു അവൻ ഉപവസിച്ചിരുന്നു. അത് കഴിഞ്ഞപ്പോൾ വിശന്നു. അപ്പൊ അതിന് മുമ്പ് യേശു എന്ത് ചെയ്തില്ല? വിശന്നില്ല. വിശപ്പിനെ മറക്കുന്നത് എങ്ങനെയാണ്? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ അന്യഭാഷയിൽ നന്നായിട്ട് പ്രാർത്ഥിക്കുക. അന്യഭാഷയെന്നല്ല, നിങ്ങൾ നമ്മുടെ പ്രാർത്ഥനയിൽ വന്നപ്പോൾ ഞാൻ പലരെയും ശ്രദ്ധിച്ചു, ഞാനും പലപ്പോഴും അത് മറന്നങ്ങ് ആരാധിച്ചു. സഹോദരന്മാർ വർഷിപ്പ് ചെയ്തപ്പോഴേക്കും നന്നായിട്ട് നമ്മൾ ആരാധിച്ചു വന്ന സമയത്ത് നമ്മളെല്ലാം മറന്ന് കൈയൊക്കെ അടിച്ച് ആരാധിച്ച സമയത്ത് പരിസരം മറന്നുപോയി പലരും. അടുത്തിരിക്കുന്ന ആരാന്നോ, ഞാൻ വലിയ ആളാന്നോ, ഞാൻ വലിയ സംഭവമാണെന്നോ ഉള്ളതൊക്കെ നമ്മളൊക്കെ അങ്ങ് മറന്നുപോയി. എല്ലാം മറന്ന് ചില നിമിഷങ്ങൾ നമ്മൾ ആരാധനയുടെ തലത്തിലേക്ക് കയറിപ്പോകുമ്പോൾ നമ്മളെ തന്നെ, നമ്മുടെ ശരീരത്തിന്റെ ബലഹീനതകളെയും ശരീരത്തിന്റെ കുറവുകളെയും ദാഹം, വിശപ്പ് ഒക്കെയും നമ്മൾ മറന്നു പോകുന്നു. ഈ അവസ്ഥയാണ് ഉപവാസം. എന്താ അവിടെ സംഭവിക്കുന്ന അറിയാവോ? ദൈവവുമായിട്ടുള്ള ഭയങ്കരമായൊരു കണക്ഷനിലേക്ക് നമ്മൾ വരിക. അല്ല, എന്താ സംഭവിക്കുന്ന അറിയാവോ? നമ്മൾ ഉപവാസത്തോടെ ഇരിക്കും, നമ്മളിങ്ങനെ ക്ലോക്ക് ചെയ്ത് നോക്കും, ഈ ഉപവാസം കഴിഞ്ഞിട്ട് വേണം ചോറും കറിയും കഴിക്കാൻ, ഉപവാസം കഴിഞ്ഞിട്ട് വേണം ജ്യൂസ് കുടിക്കാൻ, ഉപവാസം കഴിഞ്ഞിട്ട് വേണം വെള്ളം കുടിക്കാൻ. ഇങ്ങനെ ഉപവസിക്കും. എന്നെ കുഴപ്പമെന്നറിയാവോ? നമ്മൾ ഉപവസിക്കുകയല്ല, പകരം വിശപ്പിനെ ജയിക്കാൻ നോക്കുക. വിശപ്പിനെ ജയിക്കാൻ നോക്കുന്നതല്ല ഉപവാസം, ദൈവത്തിന്റെ കൂടെ വസിക്കുന്നതാണ് ഉപവാസം. നോക്കിക്കേ, ഇവിടെ ആ ദിവസങ്ങളിൽ യേശു ഒന്നും ഭക്ഷിച്ചില്ല. യേശു അതെല്ലാം മറന്ന് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്, അവൻ യേശു ആത്മാവിൽ നിറഞ്ഞു. ആത്മാവിൽ നിറഞ്ഞിരുന്ന ക്രിസ്തുവിന് ഭക്ഷണത്തെ പറ്റിയോ വെള്ളത്തെ പറ്റിയോ മരുഭൂമിയിൽ ചിന്തയില്ല. രാവും പകലും പോകുന്നത് യേശു അറിയുന്നില്ല. ഈ അനുഭവമാണ് പലപ്പോഴും ആരാധനയിൽ നമ്മൾ അനുഭവിക്കുന്നത്. ആരാധിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന അനുഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഇതെല്ലാം മറക്കുന്നതാണ്. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വരുമ്പോൾ ആത്മാവിന്റെ നടത്തിപ്പുകൾ. അപ്പൊ ഇതെന്ത് ചെയ്യണം? ഒറ്റയടിക്ക് നമ്മൾ വരിക എന്നൊരാശയമല്ല. നിങ്ങൾ കർത്താവിന്റെ നാമത്തിൽ ദൈവസന്നിധിയിൽ കൂട്ടായ്മയാജ് ദൈവഹിതത്തിലേക്ക് നാം വരുന്ന സമയത്ത് നിങ്ങൾ നോക്കിയിട്ടുണ്ട്, നമുക്ക് ഭയങ്കര സന്തോഷം വരുന്ന സമയത്ത് നമ്മൾ ആഹാരം പോലും മറക്കുന്നത് നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ട്? നിങ്ങൾക്കിപ്പം വളരെ ഇഷ്ടപ്പെട്ടൊരു സംഭവം, നിങ്ങളിപ്പം പുതുതായിട്ട് എന്തെങ്കിലും ഒരു കാര്യം മേടിക്കാൻ വേണ്ടി പോവാ, എന്തേലും സംഭവം ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ വേണ്ടി പോവാന്ന് വിചാരിച്ചു. അങ്ങനെ പോകുന്ന സമയത്ത് നിങ്ങൾ എപ്പോഴേലും ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മൾ ആ സമയത്ത് ആഹാരം കഴിക്കുന്ന കാര്യമോ വെള്ളം കുടിക്കുന്ന കാര്യമോ നമ്മൾ ഓർക്കത്തില്ല. നമ്മൾ ഭയങ്കര സന്തോഷത്തിലും ഒരു എക്സൈറ്റ്മെന്റിൽ വരയ്ക്കും. എത്ര പേര് അങ്ങനെ അനുഭവിച്ചിട്ടുണ്ട്? ഉദാഹരണം പറയാം, മക്കളുടെ റിസൾട്ടിന് വേണ്ടി നമ്മളിങ്ങനെ കാത്തിരിക്കുക. മക്കളുടെ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ പെട്ടെന്ന് റിസൾട്ട് വന്ന ഉടനെ നിങ്ങൾ കണ്ടു അവര് ജയിച്ചു, അവർക്ക് എന്താ പറയുക A+ ഒക്കെ നേടി അവരങ്ങോട്ട് ജയിച്ചു കഴിഞ്ഞപ്പം നിങ്ങളും ഭയങ്കര ആഹ്ലാദത്തിലായി.
നമ്മൾ എല്ലാവരോടും വിളിച്ചു പറയുന്നു അവൻ A+ കിട്ടി, അവൻ ജയിച്ചു, അവൻ അങ്ങനെ കിട്ടി, ഇങ്ങനെ കിട്ടി. അല്ലെങ്കിൽ നമുക്കൊരു ജോലി കിട്ടുമ്പോൾ നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആയി കഴിയുമ്പോഴേക്കും ആ സമയത്ത് വന്നിട്ട് പറയാം നമുക്ക് ഇച്ചിരി ആഹാരം കഴിക്കാന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒന്നും വേണ്ട, ഞാൻ ഭയങ്കര ഹാപ്പി, എനിക്ക് എല്ലാം വയറ് നിറഞ്ഞിരിക്കുന്ന ഒരു ഫീലാ. നോക്കിയേ, വയറ് നിറഞ്ഞിരിക്കുന്ന ഒരു ഫീല് നമുക്കുണ്ടാകും. വയറ് നിറഞ്ഞിട്ടില്ല, പക്ഷെ നമ്മുടെ ഉള്ളിൽ ആനന്ദം കൊണ്ട് ഒരു ഫീലിങ്സ് ഉണ്ടായി, ഒരു നിറവുണ്ടായി, ശരീരത്തിലുണ്ടായ ഒരു അനുഭവമാണ്. ഇതിന്റെ ഹയർ ലെവലാണ് പരിശുദ്ധാത്മാവുമായൊരു കൂട്ടായ്മ വരുമ്പോൾ. പരിശുദ്ധാത്മാവുമായിട്ടുള്ള കൂട്ടായ്മയിലേക്ക് വരുന്ന അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ പറയാം, ഈ പ്രാർത്ഥനയിലൊക്കെ പോകുമ്പം, ആരാധനയിലൊക്കെ പോകുമ്പം നിങ്ങൾക്ക് ഒരു മടുപ്പ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, ഇങ്ങനെയും ഒന്ന് 1 മണി ആയാ മതിയായിരുന്നു പറഞ്ഞിരിക്കുവാണെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങളുടെ അകത്ത് ആത്മനിറവ് എന്ത് ചെയ്യുന്നില്ല, ആ സ്ഥലത്ത് വരുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളിൽ ആത്മനിറവ് വരുന്നില്ല. അപ്പൊ എന്ത് ചെയ്യണം? നിങ്ങൾ ആത്മനിറവ് വരുവാൻ നിങ്ങൾ ഉടനെ ചെയ്യേണ്ടത് പരിശുദ്ധാത്മാവിന്റെ ആരാധനയിലേക്ക് നിങ്ങൾ പ്രവേശിക്കണം. എന്താണ് ഈ പരിശുദ്ധാത്മാവിന്റെ ആരാധന എന്ന് ഞാൻ പറഞ്ഞു തരാം. ആ വാക്യത്തിലേക്ക് ഒന്ന് മടങ്ങി വരാം. ലൂക്കോസ് ശ്ലീഹായുടെ സുവിശേഷത്തിൽ പറഞ്ഞു യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞു. അപ്പൊ നോക്കിയപ്പോ ചോദ്യം, ബ്രദറെ, യേശു അവിടെ പാട്ട് പാടിയില്ലല്ലോ, യേശു അവിടെ ആരാധന ചെയ്തില്ലല്ലോ, യേശു അവിടെ അതിനുവേണ്ടി ഒന്നും അവിടെ ചെയ്തില്ലല്ലോ എന്ന് നിങ്ങൾ ചോദിച്ചാൽ നമുക്കതിന്റെ 3-ാമത്തെ വാക്യത്തിലേക്ക് ഒന്ന് പോകാം. ഇവിടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷ ആരംഭിക്കുന്ന ഒരു സമയത്തിലേക്ക് നമുക്കൊന്ന് പോകാം. നമുക്ക് കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടു അല്ലേ, 2-ാം അധ്യായത്തിലൊക്കെ വായിക്കുമ്പോൾ കർത്താവിന്റെ ഒരു വളർച്ചയെ പറ്റിയൊക്കെ നമ്മൾ കേട്ടു അല്ലേ. കർത്താവ് ഭൂമിയിൽ ജനിക്കുന്നതും അവിടെ ദൂതന്മാർ വരുന്നതും അതിനുശേഷം മാതാവ് എന്തു പറയുന്നുണ്ട്, ആ വചനങ്ങളൊക്കെയും ഹൃദയത്തിൽ സംഗ്രഹിച്ചു ധ്യാനിച്ചു കൊണ്ടിരുന്നു എന്ന് പറഞ്ഞു. നോക്കിയേ, ഇവിടെ നിങ്ങൾ നോക്കിയേ, ഇവിടെ ഈ വാക്യം നിങ്ങൾ നോക്കിയോ, ഈ 51-ാമത്തെ വാക്യം 2-ാമത്തെ അധ്യായമാണ്. പിന്നെ യേശു അവരോട് കൂടെ ഇറങ്ങി നസറത്തിൽ വന്നു, അവൻ കീഴടങ്ങിയിരുന്നു. ഈ കാര്യങ്ങളെല്ലാം അവന്റെ അമ്മ ഹൃദയത്തിൽ വീണ്ടും സംഗ്രഹിച്ചു. യേശുവോ ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിന്റെയും മനുഷ്യന്റെയും കൃപയിൽ മുതിർന്നു വന്നു. ഒന്ന്, യേശു ക്രിസ്തു കീഴ്പ്പെട്ടിരിക്കുന്നു. മാതാപിതാക്കൾക്ക് കർത്താവ് എന്ത് ചെയ്തു? കീഴ്പ്പെട്ടിരുന്നു. ചിലർ പറയാറുണ്ട് യേശു ക്രിസ്തു 30 വയസ്സുവരെ യേശു ക്രിസ്തുവിനെ ആരും കണ്ടില്ല. ചിലർ പറഞ്ഞു യേശു ഇന്ത്യയിൽ വന്നെന്നും ധ്യാനം പഠിച്ചുവെന്നും യോഗ പഠിച്ചെന്നും എന്തൊക്കെയൊക്കെ പല ആൾക്കാർ ഇങ്ങനെ ഒരു സംശയങ്ങൾ ആൾക്കാർ ചോദിക്കും. ബ്രദറെ, ആ കാലഘട്ടത്തിൽ യേശുവിനെ കാണുന്നില്ലല്ലോ, ഈ 30 വയസ്സുവരെ യേശു എവിടെയായിരുന്നു? നിങ്ങൾക്കറിയാവോ, 30 വയസ്സ് വരെ യേശു ന്യായപ്രമാണ പ്രകാരം, പഴയ നിയമ കൽപ്പന പ്രകാരം ആ കുടുംബത്തിൽ കർത്താവ് കീഴ്പ്പെട്ടു. ദൈവത്തിന്റെ സമയത്തിന് വേണ്ടി, ദൈവം എല്ലാത്തിനും സമയം നോക്കുന്ന ഒരാളാണ്. നമ്മളെ പോലെയല്ല, കർത്താവ് എല്ലാത്തിനും ഒരു തക്ക സമയം വെച്ചിട്ടുണ്ട്. ആ സമയം വരെയും യേശു കീഴ്പ്പെട്ടിരുന്നു എന്ന് ബൈബിൾ പറയുന്നു. കർത്താവിന് വേണമെങ്കിൽ 25-ാമത്തെ വയസ്സിൽ ക്രൂശിക്കപ്പെടാമായിരുന്നു, പക്ഷെ അത് സമയമല്ലായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ദൈവത്തിനെല്ലാം ഒരു സമയം ദൈവം വെച്ചിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ നോക്കിയാൽ മതി, കർത്താവിന്റെ ഏറ്റവും വലിയ പ്രത്യേകത കീഴ്പ്പെട്ടിരുന്നു. കർത്താവിന് എന്തുകൊണ്ടാണ് യോസെഫ് പിതാവിന്റെയും മറിയ എന്ന് പറയുന്ന ഈ ഭൂമിയിൽ കർത്താവിന് വരാൻ വേണ്ടി ഒരു മുഖാന്തരമായ ആ ഒരു മാതാവിനെയും എന്തിനാ കീഴ്പ്പെടുന്നത്? യേശു കീഴ്പ്പെടുന്നത് മറ്റൊന്നിനും വേണ്ടിയല്ല. ഈ ഭൂമിയിൽ കർത്താവായ യേശു ക്രിസ്തു ജനിക്കുവാൻ ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുണ്ട്. എപ്പോഴും ഓർത്തോണം, നിങ്ങൾ ദൈവത്തിന്റെ പദ്ധതിക്കകത്ത് കീഴ്പ്പെടുന്നവരാകണം. ഒരു കാര്യം ഉറപ്പിച്ചോണം, ദൈവത്തിന്റെ സന്നിധിയിൽ കീഴ്പ്പെടുന്നവരാകണം. നമ്മൾ ഒരിക്കലും ദൈവസന്നിധിയിൽ ധൃതി വെക്കുന്നവരാകരുത്. എപ്പോഴും നിങ്ങൾ ഓർത്തോണം, പരിശുദ്ധാത്മാവ് എൻ്റെ ജീവിതത്തിൽ തക്ക സമയത്ത് പ്രവർത്തിക്കും. ഇന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ഇന്ന് ഈ ദിവസങ്ങളിൽ വിശ്വസിച്ചുകൊണ്ടിരിക്കുക, ഇന്ന് ഈ ദിവസങ്ങളിൽ ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുക, പക്ഷെ ഒരു വക കൺമുമ്പിൽ കാണാൻ പറ്റുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാവോ? നിങ്ങൾ ഈ സമയത്ത് ദൈവസന്നിധിയിൽ ആരാധിച്ചുകൊണ്ടിരിക്കണം. ആത്മനിറവെന്ന് പറഞ്ഞാൽ ദൈവസന്നിധിയിൽ കീഴ്പ്പെടുന്ന ഒരവസ്ഥയാണ്. ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പിച്ചോണം, ഇന്ന് എനിക്ക് പ്രാർത്ഥിക്കേണ്ട സമയമാണ്. ബ്രദറെ, എന്തുകൊണ്ടാണ് ബ്രദറെ എൻ്റെ ജീവിതത്തിൽ എത്ര ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഒരു പ്രവൃത്തി കാണാത്തെന്ന് ചോദിച്ച് നിങ്ങൾ ഇരിക്കരുത്. ഈ സമയം ഞാൻ ആരാധിക്കാൻ വേണ്ടി പോവുകയാണ്. ഈ സമയം ഞാൻ കർത്താവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കാൻ വേണ്ടി പോവുകയാണ്. ഞാൻ ഇപ്പോൾ ദൈവത്തെ സ്തുതിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണം എൻ്റെ ജീവിതത്തിലേക്ക് വരും. നോക്കിയാൽ നമുക്ക് ആർക്കും മരുഭൂമിയിലേക്ക് യാത്ര ചെയ്യാൻ ഇഷ്ടമല്ല. പക്ഷെ പരിശുദ്ധാത്മാവ് യേശുവിനെ പരീക്ഷിക്കേണ്ടതിന് മരുഭൂമിയിലേക്ക് ലീഡ് ചെയ്തു. ആദ്യം തന്നെ ഒരു വാക്ക് പറഞ്ഞു, യേശു ക്രിസ്തുവിനെ പരിശുദ്ധാത്മാവ് പൊതിഞ്ഞു. ഞാൻ അന്ന് അറിഞ്ഞു എന്നുള്ള വാക്ക് ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് പൊതിഞ്ഞു. പരിശുദ്ധാത്മാവ് യേശുവിനെ പൊതിഞ്ഞിട്ട് യേശുവിനെ എടുത്തുകൊണ്ട് കൊണ്ടുപോവുക. നോക്കിയേ, പരിശുദ്ധാത്മാവ് പൊതിയുന്നത് എപ്പോഴാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ എന്ന വ്യക്തിയെ മറയ്ക്കുന്ന ഒരു സമയമുണ്ട്.
ഇപ്പൊ ഞാൻ വന്നിട്ട് കോട്ടയത്തോ എറണാകുളത്തോ തിരുവനന്തപുരത്തോ വന്നിട്ട് പറയുകയാണ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി വലിയ കാര്യം ചെയ്യാൻ വേണ്ടി പോകുന്നൊന്നുമല്ല. കർത്താവെ, ഞാൻ പ്രാർത്ഥിക്കുന്ന കർത്താവെ, ജനത്തെ അങ്ങ് തൊടണം. പരിശുദ്ധാത്മാവിൻ്റെതാണ് ഈ ശുശ്രൂഷ മുഴുവനും, പരിശുദ്ധാത്മാവിൻ്റെതാണ് ഈ കൂട്ടായ്മ മുഴുവനും, പരിശുദ്ധാത്മാവിൻ്റെയാണ് ഈ മുഴുവൻ നിയന്ത്രണവും. പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു ശക്തിക്കകത്താണ് നമ്മളിപ്പോൾ നിന്നിരിക്കുന്നത്. ഇപ്പൊ പരിശുദ്ധാത്മാവിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മാവിൽ നിറയണം. നമ്മൾ എങ്ങനെ ആത്മാവിൽ നിറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന്റെ പദ്ധതികളെ നിങ്ങൾ എപ്പോഴും ജീവിതത്തിൽ അന്വേഷിക്കണം. എപ്പോഴും ജീവിതത്തിൽ കർത്താവ് എന്താണ് എന്നെപ്പറ്റി വെച്ചിരിക്കുന്നത്, എപ്പോഴും വചനത്തെ നിങ്ങൾ ശ്രദ്ധിക്കണം. അത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. ആത്മനിറവിലേക്ക് നിങ്ങൾ പോകാൻ യേശു ക്രിസ്തുവിനെ വേണേൽ ചിന്തിക്കാൻ മേലെ നല്ല ഒന്നാന്തരം വെള്ളം യോർദാനിലുണ്ട്. ഞാൻ ആ യോർദാനിൽ വെള്ളം ഉണ്ടെങ്കിൽ അതിന്റെ ഭാഗത്തൊക്കെ നല്ല ഇച്ചിരി പച്ചപ്പൊക്കെ ഉണ്ട്. ആ പച്ചപ്പിലെങ്ങാനും ഞാൻ നിന്നോളാം, അവിടെ എങ്ങാനും നിന്ന് ഞാൻ എന്ത് ചെയ്തോളാം, സുവിശേഷം പ്രസംഗിച്ചോളാം യേശു തീരുമാനിച്ചില്ല. കർത്താവ് എന്ത് ചെയ്തു? ആത്മാവിൽ നിറഞ്ഞിട്ട് ആത്മാവിനാൽ പൊതിയപ്പെട്ടിട്ട് മരുഭൂമിയിലേക്കാണോ പരിശുദ്ധാത്മാവ് നടത്തുന്നത്, അങ്ങോട്ട് യാത്ര ചെയ്തു. അപ്പൊ വിശ്വാസ ജീവിതം എന്നുള്ളത് പല ആൾക്കാരും പറയും നമുക്ക് ഈ വിശ്വാസ ജീവിതം എന്ന് പറഞ്ഞാൽ മരുഭൂമി യാത്രയാണ് കേട്ടോ. ചിലരൊക്കെ പറയാറുണ്ട് നമ്മൾ ഈ മരുഭൂമി യാത്രയിൽ പല ശോധനകളിലൂടെ നമ്മൾ കടന്നു. എൻ്റെ പ്രിയരെ, നിങ്ങൾ എപ്പോഴും ഓർത്തോണം, ഈ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ജനം, ബൈബിളിലൊരു വാക്യമുണ്ട്, നിങ്ങൾക്ക് വല്ലോ കുറവും ഞാൻ വരുത്തിയെന്ന് ചോദിക്കുന്നുണ്ട് ദൈവം. ഞാൻ ചോദിച്ചോട്ടെ, മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ജനത്തിന് മരുഭൂമിയിലെ യാത്ര കഠിനമായിരുന്നോ അതോ സന്തോഷമായിരുന്നോ എന്ന് പറഞ്ഞേ. കഠിനമായിരുന്നോ സന്തോഷമായിരുന്നോ? ദൈവത്തോട് പറ്റിയിരിക്കുന്നവർക്ക് നമ്മൾ ഈ പാട്ടൊക്കെ പാടി പോകുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. മരുഭൂമിയിലെ യാത്ര കഠിനമല്ല, ദൈവത്തോട് എന്നാ കുറവ്. നമ്മളാണെങ്കിൽ ദോശയും മറ്റുമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മരുഭൂമി യാത്ര ജനത്തിന് ബൈബിൾ പറഞ്ഞവൻ രാത്രിയിൽ അഗ്നി തൂണായും പകൽ അവൻ മേഘസ്തംഭമായിട്ടും വെളിപ്പെട്ട് യഹോവ നിൽക്കും. ആ കഠിന ചൂടിൽ പകൽ എന്ത് ചെയ്യും? കർത്താവ് മേഘസ്തംഭമായി വെളിപ്പെട്ട് നിൽക്കും. ഇനി വിശക്കുമ്പോൾ എന്ത് ചെയ്യും? അവർ കുക്ക് ചെയ്യണ്ട, ഒന്നും ചെയ്യണ്ട, പെറുക്കിയെടുത്ത് പെരക്കാതെ കൊണ്ടുവച്ച് വെച്ചാൽ മതി. ഫ്രഷ് ആഹാരം, കാടപ്പക്ഷി പറന്നു വരും. എന്നാലും നോക്കി, എന്താ അവർക്ക് കുറവ്? ചൂടറിയണ്ട, രാത്രിയിൽ മേഘസ്തംഭമായി വെളിപ്പെടും. അടുത്ത വാക്യത്തിൽ പറയുന്നു, അവരുടെ വസ്ത്രം മുഷിഞ്ഞില്ല, അവരുടെ ചെരുപ്പ് തേഞ്ഞില്ല. എന്നാലോചിച്ച് നോക്കി, നമ്മളൊരു പ്രാർത്ഥന കഴിഞ്ഞ്, കോട്ടയത്തെ പ്രാർത്ഥന കഴിഞ്ഞ് വയനാട്ടിൽ ചെല്ലുമ്പോഴേക്കും പിന്നെ ഒരാഴ്ച നമ്മൾ കിടപ്പാ, യാത്രാ ക്ഷീണം അല്ലേ? നമ്മൾ കൊല്ലത്ത് പ്രാർത്ഥന കഴിഞ്ഞ് തിരുവനന്തപുരത്ത് ചെല്ലുമ്പോഴേക്കും നമുക്ക് യാത്രാ ക്ഷീണമാണെങ്കിൽ നമ്മുടെ വസ്ത്രമെല്ലാം മുഷിഞ്ഞ് നമ്മൾ മടുത്ത് ടയേർഡായിട്ട് കിടക്കുമ്പോൾ ബൈബിൾ പറയുന്നു അവരുടെ വസ്ത്രമൊന്നും മുഷിഞ്ഞില്ല, അവരുടെ ചെരുപ്പ് തേഞ്ഞില്ല എന്നാ പറഞ്ഞത്. അപ്പൊ ഈ യാത്ര കഠിനമായിരുന്നുവെങ്കിൽ അവരുടെ വസ്ത്രവും മുഷിഞ്ഞേനെ, അവരുടെ ചെരുപ്പും തേഞ്ഞേനെ, അവർ പട്ടിണി കിടന്ന് പട്ടിണി കോലമായിട്ട് മരുഭൂമിയിൽ തീർന്നേനെ. പക്ഷെ ബൈബിൾ പറയുന്നു കോഴി തന്റെ കുഞ്ഞിനെ ചിറകടിയിൽ മറയ്ക്കുന്നത് പോലെ. നോക്കി, അപ്പൊ ഒരു കുറവും ദൈവം വരുത്തിയില്ല. ഇതിന്റെ കാരണം എന്നറിയാവോ? ദൈവത്തിന്റെ പദ്ധതിക്കകത്താണ് നടക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു കുറവും ദൈവം വരുത്തത്തില്ല. ചിലപ്പോൾ നമ്മൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുമ്പോൾ പല കുറ്റപ്പെടുത്തൽ നമ്മൾ അനുഭവിച്ചേക്കാം. പല ആൾക്കാർ നമുക്ക് ചോദിക്കുമ്പം ഒരു മറുപടിയും നമുക്ക് കിട്ടിയത്തില്ലായിരിക്കാം. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ദൈവത്തിന്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ഒരു കാര്യം ഓർത്തോണം, ദൈവത്തിന്റെ ഹിതം നമ്മൾ അന്വേഷിക്കണം. ഒന്നുകൂടെ ഞാൻ പറയാം, ദൈവഹിതം അന്വേഷിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിന്റെ നടത്തി. ഇപ്പൊ ഞാൻ ഉദാഹരണം പറയാം. ഇപ്പം നിങ്ങളോട് ഞാൻ പറയാം, ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ ഒരു ആലോചന, എനിക്ക് തോന്നുന്നത് തോമസ് ബ്രദർ ഓർക്കുന്നുണ്ട്, എനിക്കറിയത്തില്ല. തോമസ് ബ്രദർ ഓർക്കുന്നുണ്ടെന്നല്ല, തോമസ് ബ്രദറിന് അറിയാം. കുറേ കാലം മുമ്പ് തോമസ് ബ്രദറിന്റെ ജീവിതത്തിൽ ഓഫീസിൽ വലിയൊരു വിഷയം ഉണ്ടായപ്പോൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു ട്രാൻസ്ഫർ ഉണ്ടായ സമയത്ത് പ്രാർത്ഥനയിൽ ദൈവാത്മാവ് പറഞ്ഞു അങ്ങോട്ട് പോകുക. അത് വല്ലാത്തൊരവസ്ഥയായിരുന്നു അദ്ദേഹത്തിന്. തോമസ് ബ്രദർ കേൾക്കുന്നുണ്ടല്ലോ. അപ്പൊ അദ്ദേഹത്തിന് എന്ത് ചെയ്തു? അങ്ങോട്ട് മാറ്റി. അതിനുശേഷം ദൈവാത്മാവ് പറഞ്ഞു വീണ്ടും അങ്ങോട്ട് മടങ്ങിക്കൊണ്ടുവരും. ഓർക്കുന്നുണ്ടല്ലോ ആ ഒരു സമയം? ഏത് വർഷമായിരുന്നത്? അതായത് ഞാൻ പറയാം, ഞാനിപ്പോ 2015 ജൂലൈ മാസം 7-ാം തീയതി എന്നോട് ഇങ്ങനെ എനിക്ക്
എന്നെ എല്ലാവരും കൂടി ശരി പറഞ്ഞ വളഞ്ഞിട്ട് ആക്രമിക്കുന്നു എന്നൊരു തോന്നൽ എനിക്കുണ്ട്. അതുപോലെ എന്നെ ഒറ്റപ്പെടുത്തി എനിക്ക് ട്രാൻസ്ഫർ ചെയ്ത് കളിക്കരുത്. ഒരു പനിഷ്മെന്റ് ട്രാൻസ്ഫർ പോലെ ട്രാൻസ്ഫർ ചെയ്യുന്നു, എന്നാലോട്ട് ട്രാൻസ്ഫർ ചെയ്തു അല്ല എന്ന് വ്യക്തവും ചെയ്തു. അപ്പൊ ഞാൻ ബ്രദറിനെ വിളിച്ചു. ബ്രദർ പറഞ്ഞു ഞാൻ ഒരു വാക്ക് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ബ്രദർ എന്നോട് പറഞ്ഞു, അപ്പൊ തന്നെ പറഞ്ഞു, ഇത് അവരാണ് ചെയ്തതെന്ന് തോന്നും, പക്ഷെ പരിശുദ്ധാത്മാവാണ് ചെയ്തിരിക്കുന്നത്, തിരിച്ച് അതിനേക്കാൾ ഉയർന്ന സ്ഥലത്തേക്ക് കൊണ്ടുവരുമെന്ന് പറഞ്ഞു. ഇത് 2015 ജൂലൈ മാസം 7-ാം തീയതി സംഗതി. 2018 ആയി കഴിഞ്ഞപ്പോ ജൂൺ മാസം 20-ാം തീയതി ഈ പറഞ്ഞ അതിന് മുമ്പ് എനിക്ക് 2 മാസം മുമ്പേ ഒരു ട്രാൻസ്ഫർ ഓർഡർ ഇങ്ങോട്ട് തന്നെ ഞാൻ കലക്ടറേറ്റിലേക്ക് വരുന്ന സമയത്ത് വരുമ്പോ എന്നോട് പറഞ്ഞു വരുമെന്ന്, എന്നോട് ഞാൻ തന്നെ വന്നാലേ അവിടെ ശരിയാവുള്ളൂ എന്ന് പറഞ്ഞ് അവരെന്നെ വിളിക്കാൻ തുടങ്ങി. എന്നെ ഇറക്കി വിട്ട സ്ഥലത്തേക്ക് അവർ പറയുക ഞാൻ തന്നെ വരണം എന്ന്. അപ്പൊ ഞാൻ അപ്പോഴേക്കും ഞാൻ വില്ലേജ് ഓഫീസറായിട്ട് ചാർജ് ആയിട്ട് നിൽക്കുമ്പോൾ ഞാൻ വളരെ സേഫ് സോണിലാണ്. സേഫ് സോൺ എന്ന് പറയാൻ എന്റെ വീടിന്റെ തൊട്ടടുത്ത് 1.5 കിലോമീറ്റർ ഉള്ളൂ. ഞാൻ പോണോ എന്ന് വിളിച്ചു ആലോചിച്ചുകൊണ്ടിരുന്നു. ഞാൻ ബ്രദറിനോട് പറഞ്ഞപ്പോൾ ബ്രദർ പറഞ്ഞു എന്നോട് അത് ബ്രദറിന് മറന്നുപോയി. ബ്രദർ ആ കാര്യം മറന്നേ പോയി. അപ്പൊ ഞാൻ പറഞ്ഞു ബ്രദർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞു. ഞാൻ അങ്ങനെ പറഞ്ഞിരുന്നു, ഓർമ്മയില്ലാതെ പോയതാ. ഞാൻ ഡേറ്റ് വരെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. എനിക്ക് എപ്പോഴും ഡേറ്റിന്റെ കാര്യത്തിൽ എനിക്ക് പക്കയാണ്. അപ്പൊ എന്നോട് ബ്രദർ പറഞ്ഞ് ഞാൻ ഒരു വാക്കുകൂടി ഞാൻ പറഞ്ഞതിന് ശേഷം പറഞ്ഞു എന്നോട് ഒക്കെ ധൈര്യത്തോടെ പോവാ, ദൈവം അവിടെ മാനിക്കുന്നു. ദൈവം ഈ നിമിഷം വരെ കർത്താവ് എന്നെ മാനിച്ചേക്കും. അവിടെ ഞാൻ അവിടെ നിന്ന് മാറണം എന്ന് പറഞ്ഞ് ഞാൻ ചോദിച്ചു. എന്നോട് പറഞ്ഞിട്ട് പോകരുത്, എന്റെ അടുത്ത് കഴിഞ്ഞ വർഷം ഞാൻ പറഞ്ഞു എനിക്ക് ട്രാൻസ്ഫർ വേണമെന്ന് പറഞ്ഞപ്പോൾ എന്നെ പറ്റില്ല, പോകരുത്, അവിടെ തന്നെ നിൽക്കണം എന്ന് പറഞ്ഞു. ദൈവം എന്നെ മാനിച്ചേക്കുക. അതായത് 2015 ഞാൻ ഇപ്പോൾ ഓർത്ത് ഞാൻ പറയാൻ കാര്യം, തോമസ് പോറിന്റെ ജീവിതത്തിൽ വലിയൊരു സ്ട്രഗിൾ ഉണ്ടായി. ആ സ്ഥലത്ത് നിൽക്കാൻ പോലും പറ്റാതെ എല്ലാവരും എതിർത്തു. വലിയ പ്രതിസന്ധിയിലായി. അദ്ദേഹത്തെ അവിടെ നിന്ന് മാറ്റേണ്ട രീതിയിലൊരു അവസ്ഥയുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ചിന്തിക്കും, കർത്താവെ നിന്നെ വിളിച്ചിട്ട് എനിക്ക് എന്തുകൊണ്ട് ഈ പോരാട്ടം ഉണ്ടായി, ബന്ധനം ഉണ്ടായി എന്നൊക്കെ പറഞ്ഞ് നമ്മളിരിക്കുമ്പോൾ പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മാവ് പറഞ്ഞു ദൈവം തന്നെ ഇടപെട്ട് അവിടുന്ന് മാറ്റുന്നു. അപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് നോക്കുമ്പോൾ നാണക്കേടാണ്, നമ്മൾ നോക്കുമ്പോൾ പറഞ്ഞു വലിയ വിഷമമാണ്. പക്ഷെ കർത്താവ് ഒരു വാക്ക് പറഞ്ഞു 2015 അവിടുന്ന് മാറ്റും. അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ, പക്ഷെ കർത്താവ് ഒരു വാക്ക് മാനിച്ച് ഞാൻ മടക്കി കൊണ്ടുവരും എന്ന് പറഞ്ഞു. അത് വീണ്ടും 2018 അവർ തന്നെ പറഞ്ഞു ഈ വ്യക്തി ഇല്ലാതെ നടക്കത്തില്ല എന്ന് പറയുന്ന രീതിയിൽ അവർ തന്നെ പറഞ്ഞു. കഴിഞ്ഞ ദിവസം പറഞ്ഞ തന്നെ ട്രാൻസ്ഫർ വേണമെന്ന് പറഞ്ഞിട്ട് പോലും അവർ വിടാത്ത രീതിയിൽ പാലക്കാട് കളക്ടറേറ്റ് ഓഫീസിൽ എന്ത് ചെയ്തു, പ്രിയമകനെ നിർത്തി. അപ്പം ഈ ദൈവത്തിന്റെ പദ്ധതി ചിലപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് എന്ത് പരിപാടി, ഇത് മരുഭൂമിയാണല്ലോ. മരുഭൂമി എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ മരുഭൂമിയല്ല കേട്ടോ. നമ്മൾ ചിന്തിക്കുന്ന മരുഭൂമി എന്ന് പറഞ്ഞാൽ വെള്ളം കിട്ടാതെ മരിച്ചു വീഴുന്ന മരുഭൂമിയല്ല. മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ജനം നടന്ന മന്നയുള്ള, മേഘസ്തംഭമുള്ള, അഗ്നിത്തൂണല്ല, ആഹാരത്തിനോ ഒന്നിനും മുട്ടില്ലാത്ത, വസ്ത്രം മുഷിയാതെ ചെരുപ്പ് തേയാത്ത മരുഭൂമിയാണ് നമ്മുടെ മരുഭൂമി. അതായത് അവിടെ ദൈവം അയച്ചാലും, എവിടെ ദൈവം അയച്ചാലും ഒരു കാര്യം ഉറപ്പിച്ചോണം, ഞാൻ എവിടെ ദൈവം എന്നെ വിട്ടാൽ, അത് മരുഭൂമിയാണെങ്കിലും ശവക്കോട്ടയാണെങ്കിലും എവിടെയാണെങ്കിലും അവിടെ കർത്താവ് എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് എനിക്ക് ഒന്നിനും കുറവ് വരത്തില്ല. അപ്പം തോമസ് സാർ പറഞ്ഞു വലിയ സങ്കടം. പക്ഷെ ദൈവാത്മ പറഞ്ഞു അങ്ങോട്ട് ഇപ്പൊ പോകുക, ദൈവം മടക്കിക്കൊണ്ടുവരും. അപ്പോൾ ദൈവം എത്രത്തോളം ദൈവം നമ്മുടെ കാര്യങ്ങളെ എത്രത്തോളം ആലോചനയിലൂടെ നമ്മളെ ഗൈഡ് ചെയ്യുന്നു. അപ്പൊ തോമസ് ബാർ ചിന്തിക്കുക വേണ്ട ഞാൻ പോണില്ല, ഞാൻ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി പോവാ എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിന്റെ പദ്ധതിക്ക് എതിരെ നിൽക്കുകയാ. പക്ഷെ അതനുസരിച്ചപ്പോൾ ആത്മാവിന്റെ കവറിങ് ഉണ്ടായി. നിറവല്ല, കവർ ചെയ്തു. ആത്മാവ് പൊതിഞ്ഞിട്ട് ആ ട്രാൻസ്ഫർ ആയ സ്ഥലത്തോട്ട് കൊണ്ടുപോയി. പക്ഷെ അവിടെ ദൈവം പൊതിഞ്ഞു നിർത്തി. അതിനുശേഷം ദൈവം എന്ത് ചെയ്തു? നമ്മൾ വായിച്ചതുപോലെ തന്നെ പരിശുദ്ധ ആത്മാവ് ലീഡ് ചെയ്യുന്ന ഒരു ആത്മതലം. നോക്കിക്കേ, നമ്മൾ വായിച്ച വാക്യത്തിൽ യേശുവിനെ പരിശുദ്ധാത്മാവ് നിയന്ത്രിച്ചു, ലീഡ് ചെയ്ത് പരിശുദ്ധാത്മാവ് കൊണ്ടുവന്ന വചനത്തിൽ പറയുന്നത് പോലെ തന്നെ ഞാൻ വാക്കൊന്നുകൂടെ നിങ്ങൾക്ക് വേണ്ടി ഹി വാസ് ലീഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവ് യേശുവിനെ ലീഡ് ചെയ്ത് കൊണ്ടുവന്നു. ആദ്യം ആത്മാവിൽ നിറഞ്ഞു, പൊതിഞ്ഞു. നമ്മൾ ദൈവഹിതം അന്വേഷിക്കുമ്പോഴാണ് കർത്താവ് നമ്മളെ പൊതിയും. അപ്പൊ ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ ഹിതമല്ലാത്തത് എനിക്ക് വേണ്ട എന്നിട്ട് നിങ്ങൾ അന്വേഷിക്കണം, ദൈവഹിതം അന്വേഷിക്കണം. ദൈവഹിതത്തിന് നമ്മളെ സഹായിക്കുന്നതാണ് കൃപാവരത്തിലെ 2 കൃപാവരങ്ങൾ. ഒന്ന് പ്രവചനം, 2 ഡിസേണിങ് സ്പിരിറ്റ്, വിവേചനത്തിന്റെ ആത്മാവ്. അതുകൊണ്ടാണ് പ്രവചനപരം വാഞ്ചിക്കണമെന്ന് ബൈബിൾ വ്യക്തമായി പറഞ്ഞു. ഞാൻ അതിന്റെ പെട്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങ് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. പിന്നെയും സമയം നമ്മുടെ മുമ്പിൽ പോയി. ഇന്ന് ഞാൻ നേരത്തെ നിർത്തണമെന്ന് ഓർത്താണ്. ഇവിടെ നിങ്ങൾ നോക്കിയേ, ഈ പ്രവചന വരം നമ്മളെ എങ്ങനെ സഹായിക്കും എന്നുള്ളത് ദൈവഹിതത്തിലേക്ക് അത് പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുക. മുന്നോട്ട് നമുക്കത് കേൾക്കാം. നിങ്ങളത് എത്ര പേർക്ക് ആഗ്രഹമുണ്ട്, കർത്താവ് എനിക്ക് പ്രവചന വരം വേണമെന്ന് എത്ര പേര് ആഗ്രഹിക്കുന്നവരുണ്ട്?
പ്രവചനവരം വേണം. എനിക്ക് വേണം, ജനവും വേണം, എനിക്കും വേണം. എനിക്ക് വേണം, പ്രവചനവരം വേണം. അപ്പൊ കൃപാവരങ്ങളുടെ തന്നെ വലിയൊരു ശുശ്രൂഷയുടെ തലം നിങ്ങളുടെ മേൽ തുറക്കും. അത് ഉറപ്പിച്ചോണം. നമ്മൾ ഈ വരും ദിവസങ്ങളിൽ അതിന്റെ ക്ലാസ്സുകളുണ്ട്. കൃപാവരങ്ങൾ നോക്കി. ഇനി എങ്ങനെയാണ് പ്രവചന വരം നമ്മളെ സഹായിക്കുന്നത് കർത്താവിന്റെ നിറവിലേക്ക് അല്ലെങ്കിൽ ആത്മാവിന്റെ പദ്ധതിയിലേക്ക് എങ്ങനെ നമ്മളെ കൊണ്ടുപോകും? അപ്പൊ നമ്മൾ വരും ദിവസങ്ങളിൽ നമ്മളിത് കൂടുതൽ കേൾക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ റെഡി ആയിട്ടിരുന്നോണം. കൃപാവരങ്ങളെ കർത്താവ് ജ്വലിപ്പിക്കും. തുറക്കുക അതല്ല, ജ്വലിപ്പിക്കും. ഇനി ഞാൻ പറഞ്ഞു തരാം ഞാൻ എന്തുകൊണ്ടാണ് ടോമസ് ബ്രദറിന്റെ ഒരു സാക്ഷ്യം എടുത്തെന്ന് ഞാൻ പറയാം. ഇപ്പൊ ടോമസ് ബ്രദറിനോട് 2015 അദ്ദേഹത്തെ എല്ലാവരും ഒറ്റപ്പെടുത്തി, ഭയങ്കര പ്രശ്നമുണ്ട്. അദ്ദേഹം ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തി, പഴി ചാർത്തി, അദ്ദേഹത്തെ അവിടെ നിന്ന് ഓടിക്കുന്ന രീതിയിൽ വലിയ പ്രതിസന്ധി ഉണ്ടായി. ആ സമയത്ത് എന്നോട് നമ്മൾ ഉടനെ കർത്താവ് പിശാചിന്റെ പോരാട്ടം മാറിപ്പോട്ടെ, ബന്ധനം ഓടിപ്പോട്ടെ, നമ്മൾ അങ്ങനെ ഉടനെ പിശാചിന്റെ പുറകെ പോകും. അല്ല, പ്രാർത്ഥിക്കുമ്പോൾ പെട്ടെന്ന് പരിശുദ്ധാത്മാവ് പ്രവചിച്ചു. എന്താ പ്രവചിച്ചെന്ന് അറിയാവോ? ഇത് ദൈവത്താൽ തന്നെ അവിടുന്ന് മാറ്റുവാണ്. ഇത് ഞാൻ ബാക്കി നാളെ ഇതിന്റെ തുടക്കത്തിൽ ഇവിടുന്ന് ഞാൻ വരും കേട്ടോ. ദൈവത്താൽ തന്നെ അവിടുന്ന് മാറ്റുവാണ്. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു? എതിർക്കാൻ പോയില്ല, അനുസരിച്ച് അവിടുന്ന് മാറി. നോക്കിക്കേ, അവിടുന്ന് മാറി. എന്നാൽ വീണ്ടും കർത്താവ് ആലോചന പറയാന്ന്, വീണ്ടും മടങ്ങിക്കൊണ്ടുവരും. ഒരു ചാൻസ് അവിടെ ഇല്ല കേട്ടോ, അവിടെ ഒരു ചാൻസ് ഇല്ല. പക്ഷെ കർത്താവ് പറഞ്ഞത് വീണ്ടും മാനിച്ച്, ഇപ്പൊ അവിടെ എതിർത്തവർ തന്നെ പറയുകയാണ് മടങ്ങി വരണം. ഒരു ചാൻസും അവിടെ ഇല്ല, പക്ഷെ അങ്ങനെ പറയും. ദൈവം അങ്ങനെ കൊണ്ടുവരും. ഇത് പ്രവചന ആത്മാവിലൂടെയാണ് ദൈവഹിതം മനസ്സിലാക്കിയത്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, പ്രവചനം എന്നുള്ളത് ദൈവഹിതത്തെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നത്. അപ്പൊ ആത്മാവിന്റെ കവറിങ്, നിങ്ങളിപ്പോ പരിശുദ്ധാത്മാവിനെതിരെ പ്രവർത്തിക്കുക, ഭയങ്കര ആരാധന സ്തോത്രം, പക്ഷെ ഒരിക്കലും പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പുണ്ടാകത്തില്ല. പരിശുദ്ധാത്മാവ് നടത്തിയില്ലെങ്കിൽ മരുഭൂമി ചെന്നാൽ നിങ്ങൾ അവിടെ പെട്ടുപോകും. നിങ്ങൾക്ക് വിശക്കും, ദാഹിക്കും. അവിടെ നിങ്ങൾ എന്ത് ചെയ്യും? എല്ലും തോലുമായി മരുഭൂമിയിൽ അവസാനിക്കും. അങ്ങനെയുള്ളവരാണ് ഈ മരുഭൂമി യാത്ര ഭയങ്കര ദുഃഖമാണ്, പ്രയാസമാണ്, ക്രിസ്തീയ ജീവിതം തകർച്ചയുടെ ജീവിതം എന്നൊക്കെ പ്രസംഗിക്കുന്നതിന്റെ കാരണം അവർ പരിശുദ്ധാത്മാവിന്റെ ലീഡിങ്ങിലല്ല പോകുന്നത്, ബുദ്ധിയിലാ. ഇപ്പൊ ഞാൻ പറയുക, കർത്താവെ അങ്ങ് എന്നെ കൊണ്ടുവന്ന് എവിടെ ഇട്ടാലും, പൗലോസ്ലീഹ പറഞ്ഞു സന്തോഷിപ്പിൻ സന്തോഷിപ്പിൻ, കർത്താവിൽ എപ്പോഴും സന്തോഷിക്കണം. അങ്ങനെ സന്തോഷിക്കാൻ പറ്റുമോ? എപ്പോഴും പറ്റും. ആത്മാവിൽ നിറയുന്നവർക്ക് എപ്പോഴും സന്തോഷിക്കുവാൻ വകയുണ്ട്. നോക്കിക്കേ, ഇവിടെ എന്താ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. യേശുക്രിസ്തുവിന് മനസ്സിലായി പരിശുദ്ധാത്മാവ് എന്നെ നിറയ്ക്കുന്നു. അപ്പൊ പരിശുദ്ധാത്മാവ് യേശുവിനെ പൊതിഞ്ഞപ്പോൾ അവിടെ എന്ത് സംഭവിച്ചെന്ന് അറിയാവോ? പരിശുദ്ധാത്മാവിന് യേശുവിനെ, ഞാൻ ആ ലീഡ് എന്നുള്ള വാക്ക് നമുക്കൊന്ന് പറയാം, ഹി വാസ് ലീഡ് ബൈ സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിനാൽ യേശു എന്ത് ചെയ്തു? നടത്തുവാൻ തുടങ്ങി. അപ്പൊ പരിശുദ്ധാത്മാവ് നമ്മളെ നടത്തും. പരിശുദ്ധാത്മാവ് നടത്തുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ, അപ്പൊ ഈ സമയങ്ങളിൽ ആരെങ്കിലും ഒക്കെ വിഷമിച്ചിരിക്കുക, ജോലി സ്ഥലങ്ങളിലോ വീട്ടിന്റെ അകത്തോ കർത്താവിനെ വിളിച്ചിട്ട് എനിക്ക് ഭയങ്കര സങ്കടമാണെന്ന് പറയുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്നു മുതൽ പറയണം, കർത്താവേ അങ്ങയുടെ ഹിതം പോലെ എൻ്റെ ജീവിതത്തിൽ നടക്കട്ടെ എന്നൊറ്റ പ്രാർത്ഥന പ്രാർത്ഥിക്കണം. ദൈവത്തിന്റെ ഹിതത്തിന്റെ അകത്താണ് ഞാൻ നിൽക്കുന്നതെന്ന് വിശ്വസിച്ച് ദൈവഹിതം പോലെ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കണം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ബാക്കി കാര്യം ഞാൻ നാളെ പറയാം കേട്ടോ. ബാക്കി വചനങ്ങൾ നമുക്ക് നാളെ ഞാൻ പറയാം. അപ്പൊ നമുക്ക് ഇതിന്റെ തുടർമാനമായിട്ട് ചിന്തിക്കാം. ദൈവഹിതത്തെ തിരിച്ചറിയുവാൻ പ്രവചന വരം, കൃപാവരത്തിലെ പ്രവചന വരം, ദ സ്പിരിറ്റ് ഓഫ് പ്രൊഫസി നമ്മളെ എങ്ങനെ ഹെൽപ്പ് ചെയ്യുമെന്നുള്ളത് നമ്മൾ നാളെ ബാക്കി നമുക്ക് കേൾക്കാം. നമുക്ക് ഒരുമിച്ച് ഇന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. അപ്പൊ ഞാനിത് ഇനി വലിയൊരു കാര്യത്തിലേക്ക് നമ്മളപ്പോൾ ഇത്രയും നിങ്ങൾ മനസ്സിലായല്ലോ. ആത്മാവ് നമ്മളെ പൊതിയണം, ആത്മാവ് നമ്മളെ നടത്തണം. ഇതാണ് ക്രിസ്തീയ ജീവിതം. ഇത് രണ്ടും നടക്കുന്നില്ലെങ്കിൽ ക്രിസ്തീയ ജീവിതം വളരെ ബോറായിട്ടുള്ള ജീവിതമാണ്. ഇത് രണ്ടും നടക്കുന്നില്ലെങ്കിൽ ക്രിസ്തീയ ജീവിതം ഏറ്റവും പാടുള്ള ജീവിതം. അതുകൊണ്ടാണ് നമ്മുടെ പല പാട്ടുകളും ഞാൻ കേട്ടിട്ടുണ്ട്, പല ക്രിസ്തീയ പാട്ടുകളും പാടുമ്പോൾ തന്നെ നമുക്ക് പേടിയാ, പല തകർച്ചയിലൂടെ. അങ്ങനെ അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആത്മാവ് നടത്തിയപ്പോൾ ഞാൻ ഇനി ആരെങ്കിലും പറയുവാണ് മരുഭൂ യാത്ര അതികഠിനം എന്നൊക്കെ ആരെങ്കിലും പാടിയ ദൈവത്തെ ഓർത്ത് ഏറ്റുപാടി കൈയടിക്കാൻ പോകരുത്. മരുഭൂമി യാത്ര പാടല്ല. മരുഭൂമി യാത്ര പാടായിരുന്നുവെങ്കിൽ അവരുടെ ചെരുപ്പ് തേഞ്ഞേനെ, വസ്ത്രം മുഷിഞ്ഞേനെ, അവർ പട്ടിണി കിടന്നേനെ. മിസ്രൈമിൽ അടിമയായി കിടന്ന ആൾക്കാരുടെ എങ്ങനെയാണ് അവസ്ഥ? അങ്ങനെയല്ല. അവിടെ വചനം പറഞ്ഞ അവരിൽ ബലഹീനർ ആരും ഉണ്ടായിരുന്നില്ല എന്നാ പറഞ്ഞത്. അവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കി, 40 രാവും 40 പകൽ അവർ മരുഭൂമി യാത്ര ചെയ്തപ്പോൾ കർത്താവ് അവരെ പൊതിഞ്ഞു സൂക്ഷിച്ചു. അതാണ് ആത്മാവിന്റെ നടത്തിപ്പ്.
നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ ഹിതം പോലെ നിറവേറട്ടെ. ക്രിസ്തീയ ജീവിതം കർത്താവിലുള്ള ജീവിതമാണ്, ക്രിസ്തുവിനാലുള്ള ജീവിതമാണ്. അത് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ജീവിതമാണ്. യേശുവേ നന്ദി, കർത്താവേ, പരിശുദ്ധാത്മാവേ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ ഹിതം പോലെ എൻ്റെ ജീവിതത്തിൽ നിറവേറട്ടെ. അങ്ങയുടെ ഹിതമല്ലാത്തതെല്ലാം എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകട്ടെ. ഈ നിമിഷം ഒന്ന് പ്രാർത്ഥിച്ച്, പരിശുദ്ധാത്മാവേ, അങ്ങയുടെ ഹിതമല്ലാത്തതൊക്കെ മാറിപ്പോകട്ടെ. അങ്ങയുടെ ഹിതമല്ലാത്തതെല്ലാം മാറിപ്പോകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിന്റെ നാമത്തിൽ ചില നിമിഷങ്ങളൊന്ന് പ്രാർത്ഥിച്ച്, ചില മിനിറ്റുകളൊന്ന് പ്രാർത്ഥിച്ച്, എൻ്റെ യേശുവേ, അങ്ങയുടെ ഹിതത്തിലേക്ക് എന്നെ കൊണ്ടുവരണമേ, അങ്ങയുടെ പദ്ധതിയിലേക്ക് എന്നെ കയറ്റണമേ. ഇന്ന് കർത്താവിൻ്റെ നാമത്തിൽ എൻ്റെ ബുദ്ധിക്കകത്ത്, ചിന്തക്കകത്ത് ആത്മാവിൻ്റെ ഒരു കൺട്രോൾ ഉണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പ, യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പ. എൻ്റെ ഉള്ളത്തിൽ കർത്താവിനോട് പറയുന്നു, ഒരു ബേബി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തിൻ്റെ അകത്ത് ജോബി എന്ന് പറയുന്ന ഒരു ആളെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ബേബിയും ജോബിനെയും കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഈ രണ്ട് പേരുകളുമായി ബന്ധപ്പെട്ട കുടുംബം എന്നെ കേൾക്കുന്നുവെങ്കിൽ ഇന്നൊന്ന് ഏറ്റെടുത്ത് കർത്താവിനോട് പറയുന്ന ആ സ്ഥല വിഷയത്തിൻ്റെ അകത്ത് ഒരു സ്ഥലത്തെ കർത്താവ് എന്നെ കാണിക്കുകയാണ്. ആ മണ്ണിൻ്റെ മേൽ അവകാശം വെച്ചിട്ട് ആ കുടുംബത്തിൻ്റെ അകത്തോട്ട് കയറുന്ന സകല നന്മകളെയും ബ്ലോക്ക് ചെയ്യുന്ന ഒരു മേഖല ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ അത് മാറിപ്പോകുന്നു പറയുന്നു. ഇന്ന് സൂമിലായിക്കോട്ടെ, ലൈവിലായിക്കോട്ടെ, ആ കേൾക്കുന്ന ഭവനം യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഏറ്റെടുത്തോണം. കർത്താവിൻ്റെ നാമത്തിൽ ഒരു അത്ഭുത സാക്ഷ്യമാക്കി ദൈവം മാറ്റാൻ വേണ്ടി പോവാണ്. സകല പ്രതിസന്ധികളെയും കർത്താവ് സാക്ഷ്യമാക്കാൻ വേണ്ടി പോകുന്നു. സകല വിഷയത്തിൻ്റെ മേൽ ദൈവത്താൽ ഒരു ഇടപെടിയിൽ അവിടെ ഉണ്ടാകാൻ വേണ്ടി പോവാണ്. നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി യേശുവേ. അങ്ങയുടെ അത്ഭുത കരം ഇന്ന് അവിടെ ഉണ്ടാകട്ടെ. അത്ഭുത കരം ഇന്നവിടെ ഉണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പ, പരിശുദ്ധാത്മാവിന്റെ വലിയ മഹത്വം ഇന്ന് വെളിപ്പെടട്ടെ അപ്പ. പരിശുദ്ധാത്മാവിന്റെ വലിയ മഹത്വം ഇന്ന് വെളിപ്പെടട്ടെ അപ്പ. പറയാൻ വേണ്ടിയാണ് മ്യൂട്ട് മാറ്റി വേറെ. അതെ, ബേബി എന്ന് പറഞ്ഞ എന്റെ അളിയനാണ്. ജോബി ആരാ? ജോബി ആ അളിയന്റെ കടയിൽ നിന്ന വ്യക്തിയാണ്. അവന് ഒത്തിരി പൈസ അടിച്ചോണ്ടുപോയി. അവിടുന്ന് പൈസ അടിച്ചോണ്ടുപോയി. ഇപ്പൊ ആ സ്ഥലം വിൽക്കാൻ സ്ഥലം വിൽക്കാൻ പറ്റുന്നില്ല. ബാക്കി എല്ലാരും മ്യൂട്ട് ചെയ്ത് സൗരം മാത്രം പറഞ്ഞേ പറഞ്ഞു. ഇപ്പൊ സ്ഥലം വിൽക്കാൻ പറ്റുന്നില്ല അളിയനെ. ഒത്തിരി ബാധ്യതയുണ്ട്. ബാക്കി എല്ലാരും മ്യൂട്ട് ചെയ്ത്. ഇന്ന് കർത്താവ് പറയുന്ന ആ കുടുംബത്തിന്റെ ദൈവത്തിന്റെ വലിയ പ്രവൃത്തി എന്ന് വെളിപ്പെടാൻ വേണ്ടി നഷ്ടപ്പെട്ട് ആ കട്ടുകൊണ്ട് പോയ സകല നന്മകളും യേശുവിന്റെ നാമത്തിൽ മടങ്ങി വരട്ടെ. അതിനോട് പോരാടിരിക്കുന്ന സകലതും ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ കർത്താവെ ഇന്നൊരു അത്ഭുതമായി തീരട്ടെ, അത്ഭുതമായി തീരട്ടെ, അത്ഭുതമായി തീരട്ടെ. അനുഗ്രഹിച്ചു എന്ന് പ്രാർത്ഥിക്കുന്ന പിന്നെ കർത്താവിനോട് മറ്റൊരു വാക്ക്, ഈ പീരിമേട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ബീന എന്ന് പേരുള്ള ഒരു വ്യക്തിക്ക് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിക്കാൻ വേണ്ടി പറയാണ്. പീരിമേട് എന്ന് പറഞ്ഞ സ്ഥലമാണ് ഞാൻ കാണുന്നത്. ഈ ബീന എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ യേശുവിന്റെ നാമത്തിൽ ഒന്ന് സ്വീകരിച്ചോണം. കർത്താവ് പറയുന്നു, 6 വർഷമായിട്ട് ആ ജീവിതത്തിന്റെ അകത്തിട്ട് കറക്കിയിട്ട് ഞാൻ കാണുന്ന ഒരു കാഴ്ച, ഈ 6 വർഷത്തിന്റെ ഇടയ്ക്ക് ജീവിതത്തിന്റെ അകത്തൊരു മരണമുണ്ടായിട്ട് ആ മരണം വല്ലാത്തൊരു ഭാരം തരുന്നൊരു മരണമായിരുന്നു. എന്നാൽ ഇപ്പോൾ കർത്താവിൻ്റെ നാമത്തിൽ തമ്പുരാൻ പറയുന്നു, ആ പ്രതിസന്ധി ഇപ്പോൾ നീങ്ങിപ്പോകുന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ കർത്താവെ ആ മകളുടെ ജീവിതത്തിൽ ഒരു സ്വസ്ഥത ഉണ്ടാകട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ കർത്താവിൻ്റെ കൃപ ഇന്ന് മകളുടെ ജീവിതത്തിൽ തുറക്കട്ടെ. അപ്പ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ സകല പ്രതികൂലങ്ങളും ഇപ്പോൾ തന്നെ ആ കുടുംബം വിട്ട് മാറിപ്പോകട്ടെ. യേശുവിന് അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പ ആ തടസ്സങ്ങൾ ഇപ്പോൾ ബ്രേക്ക് ചെയ്യുന്നപ്പ സൂമിലായിക്കോട്ടെ, ലൈവിലായിക്കോട്ടെ, ആ വ്യക്തി ഇന്ന് സൂമിലാണെങ്കിൽ യേശുവിന് പറയാൻ വേണ്ടിയാണ് ഇഷ്ടമാണ്. ബ്രദർ പഞ്ചാബിലെ എന്റെ നാം ബീന, എന്റെ ഹസ്ബൻഡ് പിछले മहीना ആരും പ്രതീക്ഷിക്കാത്ത പോലെ ഒരു മരണം ഉണ്ടായി. ഈ 18-ാം തീയതി 1 വർഷം തികയായിരുന്നു. എന്റെ മോൻ അതിന്റെ കൂടെ അവന് ഉറക്കമില്ല. ഭയങ്കര പ്രശ്നത്തിലാണ് ഞങ്ങള് ആ ഒരു കാര്യത്തിൽ. ഇന്ന് കർത്താവ് വലിയൊരു സമാധാനത്തെ കർത്താവ് ചെയ്യാൻ വേണ്ടി പോസ്റ്ററെ കയറിക്കൂടിയ നഷ്ടത്തെ കർത്താവ് ഇന്ന് സമാധാനമായിട്ട് കൊണ്ടുവരാൻ വേണ്ടി പോകുന്നു. യേശുവിന്റെ നാമത്തിൽ ഇന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ കർത്താവിന്റെ വലിയ മഹത്വം, വലിയ മഹത്വം, വലിയ മഹത്വം ഇന്ന് വെളിപ്പെടുന്നപ്പ യേശുവിന്റെ നാമത്തിൽ കർത്താവ് തൊടുകയാണ്. ഒരു മിനിറ്റ്, ഞാൻ ജസ്റ്റ് മൈക്ക് ഒന്ന് മ്യൂട്ട് ചെയ്യണം. 1 സെക്കൻഡ്. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ. 1 മിനിറ്റ് എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി പരിശുദ്ധാത്മാവേ. അങ്ങയുടെ കൃപയ്ക്കായി സ്തുതിക്കുന്നു, കൃപയ്ക്കായി സ്തുതിക്കുന്നു, കൃപയ്ക്കായി സ്തുതിക്കുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ
ദൈവത്തിന്റെ അത്ഭുതത്തെ കർത്താവിന് തുറക്കുന്ന യേശുവെ നന്ദി കർത്താവി. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. എൻ്റെ ഉള്ളത്തിൽ കർത്താവിനോട് മറ്റൊരു ഭക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവത്തിൻ്റെ ഉള്ളത്തിൽ ഇങ്ങനെ പറയുക. ആ കുടുംബത്തിൻ്റെ അകത്ത് ആ മകൾ ഇങ്ങനെയാണ്, 1993 മാർച്ച് മാസത്തിൽ ജനിച്ച ഒരു തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവ് പറയുന്നു. 1993 മാർച്ച് മാസത്തിൽ ജനിച്ച ഒരു തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവിനോട് പറയുന്നു. ആ മകളുടെ ജീവിതത്തിൽ, ആ കുടുംബത്തിൻ്റെ ആ തലമുറയുടെ ജീവിതത്തിൻ്റെ അകത്തോടെ ഭാവിയെ മുഴുവൻ തകർക്കാൻ നോക്കി കയറിക്കൂടിയത്, സമാധാനം കൊടുക്കാതെ കുടുംബത്തിൻ്റെ അകത്ത് നന്മ കാണിക്കാത്തില്ലെന്ന് പറഞ്ഞ് വാദിച്ചു നിൽക്കുന്ന സകലതും ഇന്ന് ഇറങ്ങിപ്പോവുകയാണ്. കർത്താവിൻ്റെ അത്ഭുതം ഇന്ന് കുടുംബത്തിൻ്റെ മേൽ തുറക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന തലമുറയ്ക്ക് വേണ്ടി ഇന്ന് ഏറ്റെടുത്തോണം. കർത്താവെ, അങ്ങയുടെ ദിവ്യ സമാധാനം ഇന്ന് ആ കുടുംബത്തിൻ്റെ മേലുണ്ടാകട്ടെ. ദിവ്യ സമാധാനം കുടുംബത്തിൻ്റെ മേലുണ്ടാകട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ കർത്താവെ, കൃപ പെരുകട്ടെ. അസാധാരണമായ വിടുതൽ ആ കുടുംബത്തിൻ്റെ മേൽ സംഭവിക്കട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പറഞ്ഞു സിസ്റ്ററെ. ബ്രദറെ, അനിയത്തിയുടെ മോളാണത്. 1993 ഇന്ന് ആ മകളുടെ മേൽ കർത്താവിൻ്റെ വലിയൊരു പ്രവൃത്തിയെ കർത്താവ് അയക്കാൻ വേണ്ടി പോകുന്നു. യേശുവെ നന്ദി കർത്താവേ, യേശുവെ നന്ദി കർത്താവേ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പോൾ ഞാനൊരു വ്യക്തിയുടെ കുടുംബത്തെ കർത്താവ് എന്നെ കാണിക്കുന്ന ആ കുടുംബത്തിൻ്റെ അകത്തൊരു ഭർത്താവിനെയാണ് ഞാൻ കാണുന്നത്. ഈ ഭർത്താവിൻ്റെ ഞാൻ കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ വ്യക്തി ഈ പ്രാർത്ഥിക്കുന്ന സമയത്തിന് മുമ്പ് പുറകോട്ട് ആ വ്യക്തിയുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവ് എന്നെ കാണിക്കുന്നു. ആ കുടുംബത്തിൽ ഭയങ്കരമായ ബഹളങ്ങൾ വെക്കുന്ന, അദ്ദേഹം അങ്ങനെ ആയിരുന്നില്ല, പക്ഷെ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അങ്ങനെ അദ്ദേഹം പെട്ടെന്ന് ഇങ്ങനെ ഭയങ്കരമായി ബഹളം വെക്കുകയും ദേഷ്യപ്പെടുകയും ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയായി അദ്ദേഹം മാറുകയാണ്. ഞാൻ കാണുന്നൊരു കാഴ്ച, നീണ്ട ഒരു 5 വർഷം, ഇന്ന് പുറകോട്ട് ഒരു 5 വർഷങ്ങൾക്ക് മുമ്പ് ആ ശരീരത്തിൻ്റെ മേൽ പ്രവേശിച്ച് ആ കുടുംബത്തെ നശിപ്പിക്കുവാൻ നോക്കിയ ഞാൻ കാണുന്നൊരു കാഴ്ച ഒരു സുഹൃത്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ആ വ്യക്തിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ കർത്താവ് ബിനു എന്നൊരു പേര് ആ വ്യക്തിക്ക് വേണ്ടി കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല മേഖലകൾക്കകത്തും കർത്താവെ ഇന്ന് വിടുതലുണ്ടാകട്ടെ. ആ കുടുംബത്തിൻ്റെ മേൽ തകർച്ചയുടെയും കലഹത്തിൻ്റെയും സകല ദുരാത്മാക്കളും കുടുംബം വിട്ട് മാറിപ്പോട്ടെ. കുടുംബത്തിൽ സമാധാനം ഉണ്ടാകട്ടെ. കുടുംബത്തിൻ്റെ മേൽ ദൈവികമായൊരു സന്തോഷം അവിടെ ഉണ്ടായി വരട്ടെ. ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ നിന്ന് കർത്താവെ അങ്ങയുടെ സാക്ഷ്യം ആ കുടുംബത്തിൽ തുറന്നു വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പോൾ, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ കൃപ ഇന്നവിടെ ചൊരിയുന്നല്ലോ. ആ കുടുംബം വിടുവിക്കപ്പെടട്ടെ. ആ കുടുംബത്തിൻ്റെ എല്ലാ അവസ്ഥയ്ക്കകത്തു നിന്നും സമാധാനം ഉണ്ടാകട്ടെ ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ഒരു റേച്ചൽ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവിന് ഉള്ളത്തിൽ പറയുകയാണ്. ഈ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ കാണുന്നത് ഈ ഒരു പേപ്പർ വർക്ക്, ആ ആൾക്ക് വേണ്ടി ഒരു ഡോക്യുമെന്റ് പോലത്തെ കാര്യങ്ങൾ ഇങ്ങനെ കർത്താവിനാൽ സംഭവിക്കാൻ പോകുന്നു എന്ന് പറയുന്നു. ദൈവത്താൽ അതൊരു അത്ഭുതമായി തീരാൻ പോകുന്നു എന്ന് പറയുന്നു. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. റേച്ചൽ, എന്റെ മോളുടെ ഡോക്യുമെന്റ്സ് എല്ലാം കൊടുത്തേക്കോ ബ്രദറെ. കൊടുത്തിട്ട് ഇതുവരെ ഒന്നും ആയിട്ടില്ല. എന്റെ ഒരു ഭാരത്തിലിരിക്കുക ബ്രദറെ. അതിന്റെ ഭാരത്തിലിരിക്കുക. ഇന്ന് അത് അത്ഭുത കർത്താവ് ആ വിഷയത്തിൽ ഇടപെടുക കേട്ടോ. യേശുവേ നന്ദി കർത്താവേ, അങ്ങയുടെ അത്ഭുതം ഇന്ന് അവിടെ തുറക്കുന്നല്ലോ. പരിശുദ്ധാത്മാവിന്റെ ശക്തി അവിടെ വ്യാപരിക്കുന്നല്ലോ. ഇപ്പോൾ തന്നെ കൽപ്പിക്കുന്നപ്പ, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പ, സമാധാനത്തിന്റെ ദൈവം അത്ഭുതകരമായിട്ടുള്ള വാതിലുകളെ തുറക്കുന്നല്ലോ. അപ്പ യേശുവേ നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ഞാനൊരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ കാണുന്നൊരു കാഴ്ച, 1997 ഒരു പിതാവ് ആ കുടുംബത്തിൽ മരണപ്പെട്ടു. 1997 ആ ഒരു മരണം ആ കുടുംബത്തിൽ സംഭവിച്ചത്. ആ മരണത്തിന് ശേഷം അവരൊരു പ്രോപ്പർട്ടി, അതിനുശേഷം അവരുടെ പ്രോപ്പർട്ടിയിൽ ചില ഭാഗങ്ങൾ അവർ വിൽക്കേണ്ടി വന്നു. ആ ഒരു വിൽപ്പന, ആ മരണം, ആ ഒരു വിൽപ്പനയ്ക്ക് ശേഷം അവരുടെ ജീവിതത്തിൻ്റെ അകത്ത് ഒത്തിരി വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് ആ കുടുംബത്തിൻ്റെ അകത്തൊരു താളം തെറ്റിയ പോലെ ഒരു അവസ്ഥയായിരുന്നു. ആ വിഷയത്തോട് ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് എല്ലാം ആ ഒരു സമയം മുതൽ ഈ ഒരു സമയം വരെയും
എത്ര സ്വരൂപിച്ചാലും മുഴുവൻ കളഞ്ഞു പോകുന്ന ഒരു അവസ്ഥയാണ് ആ കുടുംബത്തിൽ. ഇവിടെ കർത്താവ് പറയുന്നു, ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ കാലപ്പഴക്കം ചെന്ന് കുടുംബത്തിന്റെ അകത്ത് കയറിക്കൂടിയ സകല നാശങ്ങളും ഇപ്പോൾ വിട്ടുമാറി ദൈവത്താൽ തന്നെ ഒരു സമൃദ്ധിയുടെ വാതിൽ തുറക്കാൻ വേണ്ടി പോവാണ്. യേശുവിന്റെ നാമത്തിൽ ഇപ്പൊ തന്നെ ആ കുടുംബം എന്നെ കേൾക്കുന്നവർ സൂമിലായിക്കോട്ടെ ലൈവിലായിക്കോട്ടെ യേശുവിന്റെ നാമത്തിൽ ഏറ്റെടുത്തോണം. കർത്താവിന്റെ വലിയൊരു സാക്ഷ്യമായിട്ട് സ്വർഗം അത് തീർക്കാൻ വേണ്ടി പോവാണ്. യേശുവെ ഞങ്ങൾ നന്ദി പറയുന്നപ്പ. കർത്താവിന്റെ വലിയ കൃപ ഇന്ന് കുടുംബത്തിന് മേൽ ഉണ്ടാകട്ടെ അപ്പ. നഷ്ടങ്ങൾ എല്ലാം പ്രിയമക്കളുടെ ജീവിതത്തിൽ നന്മയായത് തീരട്ടെ അപ്പ. യേശുവിന്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ സകല പ്രതികൂലങ്ങളും യേശുവിന്റെ നാമത്തിൽ അത്ഭുതമായി തീരട്ടെ, അത്ഭുതമായി തീരട്ടെ അപ്പ. ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ച ആ വിഷയത്തിന്റെ മേൽ റിലീസ് ചെയ്യുന്നപ്പ സൂമിലായിക്കോട്ടെ ലൈവിലായിക്കോട്ടെ ആ കുടുംബം ഏറ്റെടുത്തോണം. ഇനി ഒന്നും നഷ്ടപ്പെടത്തില്ല. യേശുവിന്റെ നാമത്തിൽ ദൈവത്താൽ അതൊരു സാക്ഷ്യമായി തീരാൻ വേണ്ടി പോകുന്നു. നന്ദി കർത്താവേ, നന്ദി യേശുവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. അതോടൊപ്പം തന്നെ ഞാനൊരു ഭവനത്തെ കർത്താവ്, ബാക്കി എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്ത് പറയാൻ ദൈവിക ആലോചന ഈ സൂമിലാണ് നിങ്ങൾ ഇടപെടുന്നുവെങ്കിൽ അങ്ങനെയുള്ളവർ മാത്രം നിങ്ങൾ മ്യൂട്ട് മാറ്റി പറഞ്ഞാൽ മതി. ബാക്കി എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്ത് ദൈവിക ആലോചന ഇടപെടുന്നവർ മാത്രം മ്യൂട്ട് മാറ്റാവുള്ളേ. നന്ദി കർത്താവേ, യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പ. ഞാനൊരു കർത്താവ് എന്നെ ഒരു ഭവനം കാണിക്കുന്നത്, അതൊരു സീനറി പോലത്തെ ഒരു ചിത്രമാണ് കാണുന്നത്. ആ ഒരു ചിത്രം അതായത് നമ്മുടെ ഈ തത്തയില്ല, പക്ഷി തത്തയുടെ പടം, അതിങ്ങനെ രണ്ട് തത്തകൾ ഇങ്ങനെ ഇരിക്കുന്ന ഒരു ചിത്രം, ഒരു സീനറി പോലെ ഒരു ചിത്രം, ഒരു ഭവനത്തിന്റെ അകത്തിരിക്കുന്ന കാഴ്ച കർത്താവ് എന്നെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആ രണ്ട് ചിത്രം കാണുമ്പോൾ തന്നെ ആ കർത്താവ് ഒരു സൈൻ കാണിക്കുന്നത്, രണ്ട് തലമുറകളുമായി ബന്ധപ്പെട്ട് ആ ഒരു ചിത്രത്തിന്റെ അകത്ത് കാണുന്ന ആ പക്ഷികളെ പോലെ തന്നെ രണ്ട് തലമുറകളെ ബന്ധപ്പെട്ട ആ കുടുംബത്തെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാക്കി എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്തേ, മൈക്ക് മ്യൂട്ട് ചെയ്തേ. ഞാനിത് മ്യൂട്ട് മാറ്റാത്തതിന്റെ കാരണം ആലോചന ഇടപെടുന്നവർക്ക് വേണ്ടിയാണ് ഇത് തുറന്നിട്ടിരിക്കുന്നത്. ഈ ഒരു രണ്ട് തലമുറകളുമായി ബന്ധപ്പെട്ട് ഞാൻ ആ കർത്താവ് എന്നെ കുടുംബം കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ആ കുടുംബത്തിൽ അവരുടെ മുമ്പിലെ ഭാവി വഴികൾ യേശുവിന്റെ നാമത്തിൽ തുറന്നു വരട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. പറയാൻ വേണ്ടിയാണോ സിസ്റ്റർ മ്യൂട്ട് മാറ്റിയത്, അല്ലെങ്കിൽ മൈക്ക് മ്യൂട്ട് ചെയ്യണേ? അതെ ബ്രദർ, എന്റെ വീട്ടിലെ സിറ്റ് ഔട്ടിലാണ് ബ്രദർ രണ്ട് തത്തമ്മയുടെ പടമായിരിക്കുന്നത്. അത് ഏറ്റെടുത്തു സിസ്റ്റർ. കർത്താവ് എന്ന കുടുംബത്തിന്റെ മേൽ തലമുറകളെ ദൈവം സ്പർശിക്കാൻ വേണ്ടി പോവാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ, പരിശുദ്ധാത്മാവിന്റെ വലിയ കൃപയായി തുരിയുന്നപ്പ, ഞാനൊരു ഒരു കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് കർത്താവ് എന്നെ ഒരു കാഴ്ച കാണിക്കുക. അതായത് നമ്മൾ ഈ ലൈറ്റ് വയലറ്റ് കളർ, വയലറ്റ് എന്ന് പറയാൻ പറ്റത്തില്ല, അങ്ങനത്തെ ഒരു ഷെയ്ഡുള്ള ഒരു നൈറ്റ് പോലത്തെ ഒരു വസ്ത്രം ഇട്ടുകൊണ്ട് ഒരു സഹോദരിയെ കർത്താവ് എന്നെ കാണിക്കുക. ലൈറ്റ്, അതായത് നമ്മളൊരു വയലറ്റിന്റെ പോലത്തെ ഒരു കളർ ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു കളർ, ലൈറ്റ് കളറിലെ ഒരു കളർ ഇട്ടുകൊണ്ട് ഒരു നൈറ്റ് ഇട്ടുകൊണ്ട് ഒരു സഹോദരി ഞാൻ കാണുന്ന ഒരു ദർശനമാണ് ഇങ്ങനെ പറയുന്നത്. ഞാൻ ആ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ സഹോദരിയോട് വന്നിട്ട് ഒരു മോള് ഇങ്ങനെ സംസാരിക്കുന്നതും ആ കുടുംബത്തിന്റെ അകത്ത് ഞാൻ കാണുന്ന ഒരു കാഴ്ച, ഒരു കസേരയിൽ ഈ സഹോദരി ഇരിക്കുന്ന ഒരു കാഴ്ചയാണ് ഞാൻ കാണുന്നത്. ഈ കസേരയിൽ വന്നിരിക്കുന്ന സമയത്ത് തന്നെ അതിന്റെ മുമ്പിൽ തന്നെ ഒരു സെറ്റി, നമ്മുടെ സോഫ സെറ്റി തന്നെ അതിന്റെ ഫ്രണ്ടിലുണ്ട്. അവിടുന്ന് ഈ സഹോദരി എണീറ്റ് പോയിട്ട് ഈ സോഫ സെറ്റി ഇരിക്കുന്നതിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് തന്നെ ഒരു മുറിയിലോട്ട് കയറുന്നതായിട്ടും ഒരു കാഴ്ച കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സഹോദരിക്ക് വേണ്ടി കർത്താവിനോട് പറയുന്നു, ഞാനിങ്ങനെ കാണുന്നൊരു കാഴ്ച, ഈ നമ്മുടെ നമ്മുടെ ശരീരത്തിൽ മറുക് ഇങ്ങനെ മുമ്പോട്ട് തടിച്ചു നിൽക്കുന്ന അനുഭവം ഉണ്ടല്ലോ, മറുക് ഇങ്ങനെ പോലെ വന്നിട്ട് ഇങ്ങനെ മുമ്പോട്ട് തടിച്ചു നിൽക്കുന്നത്, അതിങ്ങനെ ഞാൻ കാണുന്നത് ഈ കഴുത്തിന്റെ ഭാഗത്തായിട്ട് അങ്ങനെ ഒരു തടിപ്പ് പോലെ, ഈ മറുക് തന്നെയാണ്, അതിങ്ങനെ തടിച്ചു പോലെ മുമ്പോട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് കർത്താവ് എന്നെ കാണിക്കുന്നത്. ഇപ്പോൾ ആ ദൈവത്തിന്റെ വലിയ പ്രവൃത്തി ആ വ്യക്തിയുടെ ശരീരത്തിന്റെ മേൽ വെളിപ്പെടുന്നതായിട്ടും ആ കുടുംബത്തിന്റെ മേൽ വെളിപ്പെടുന്നതായിട്ടും ഇവിടെ കർത്താവ് പറയുന്നു, വിളിച്ചു നിൽക്കുന്നവരുടെ നടുവിൽ ദൈവം സാക്ഷ്യമാക്കാൻ വേണ്ടി പോവാന്ന് പറയുന്നു. ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട് ആരെങ്കിലും ഇന്ന് സൂമിലോ ലൈവിലോ ഉണ്ടെങ്കിൽ യേശുവിന്റെ നാമത്തിൽ ഇന്ന് ഏറ്റെടുത്തോണം. സ്വന്തം കൈയെടുത്ത് ആ ശരീരത്തിലോട്ടൊന്ന് വെച്ചേ, എന്നിട്ട് യേശുവിന്റെ നാമത്തിൽ ഒന്ന് പറഞ്ഞേ, ഇതെന്റെ അത്ഭുതത്തിന്റെ സമയമാണ് പറയാൻ വേണ്ടിയാണ് ഇത് മ്യൂട്ട് മാറ്റി. ഈ നിങ്ങൾ പറഞ്ഞ സിസ്റ്ററുടെ ഇതാണ് പറഞ്ഞേക്കുന്നത്, ഈ പറഞ്ഞ അടയാളമല്ല. ഓ യേശുവിന്റെ നാമത്തിൽ ഏറ്റെടുത്തോണം. കർത്താവ് ഇന്ന് വലിയൊരു വിടുതല കുടുംബത്തിന്റെ മേൽ തരാൻ വേണ്ടി പോവാണ്. ഓ യേശുവേ,
ഇന്ന് കർത്താവിന്റെ വലിയ മഹത്വം. എനിക്കിത് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കർത്താവ് കാണിക്കുക. നിങ്ങളുടെ ഭവനത്തിലേക്ക് ദൈവം ഒരു നന്മയായ ഒരു വ്യക്തിയെ കയറ്റാൻ വേണ്ടി ഇപ്പോൾ റെജി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കർത്താവ് ഒരു നന്മയാക്കി ആ കുടുംബത്തിലോട്ട് കൊണ്ടുവരുന്ന ഒരു കാഴ്ച. ആ വ്യക്തിയുടെ പേരൊന്ന് കുറിച്ചു വെച്ചോണം. ഇപ്പൊ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ഇല്ലെങ്കിൽ അത് കുറിച്ചു വെച്ചോണം. അങ്ങനെ ഒരു വ്യക്തിയെ കർത്താവ് ഒരു വാർത്ത പറയാൻ വേണ്ടി എന്റെ കുടുംബത്തോട് ദൈവം അയക്കാൻ പോകും. റെജി എന്നാണ് പേര് പറഞ്ഞേക്കുന്നത്. ആ വ്യക്തിയുമായിട്ട് ഇപ്പൊ ബന്ധമുണ്ടെങ്കിൽ ഒന്ന് പ്രതികരിക്കാം. ഇല്ലെങ്കിൽ ആ വ്യക്തി ഒന്ന് എഴുതി വെച്ചോണം. കർത്താവ് ചില പദ്ധതികളുമായിട്ട് ബന്ധപ്പെടുത്താൻ വേണ്ടി പോവാണ്. ആ റെജി എന്റെ ഹസ്ബൻഡിന്റെ അനിയനാ, പക്ഷെ നന്മ കൊണ്ടുവരുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അപ്പൊ ഹസ്ബൻഡിന്റെ അനിയനാണ് റെജി എന്ന് പറയുന്നത് അല്ലേ? അതെ, അതെ. നന്മ കർത്താവ് തരുന്നതാണ്, പേടിക്കേണ്ട. ആ വ്യക്തിയെ ദൈവം ചില നന്മയ്ക്ക് വേണ്ടി കർത്താവ് കയറ്റാൻ വേണ്ടി പോവാണ്. യേശുവിന്റെ നമ്മൾ ചിന്തിക്കുകയേ വേണ്ട. മാതാവ് ചോദിച്ചതുപോലെ പുരുഷനെ അറിയാകിയാൽ ഇതെങ്ങനെ സംഭവിക്കുന്നത് ചോദിച്ചപ്പോൾ അങ്ങനെ ഗബ്രിയേൽ ദൂതൻ പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ വരും. അപ്പൊ നമ്മൾ എങ്ങനെയെന്നുള്ള ചോദ്യം നമ്മൾ എല്ലാവരും മറന്നേക്കണം. പരിശുദ്ധാത്മാവുണ്ട്. സിസ്റ്ററെ, കർത്താവ് റെജി മുഖാന്തരം ഒരു സാക്ഷ്യം തുറക്കാൻ വേണ്ടി കർത്താവ് ഇന്ന് ഇടപെടുന്ന ആലോചനയ്ക്കായി നന്ദി പറഞ്ഞു. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചു. എന്റെ യേശുവേ, ഞാനൊരു ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുകയാണ്. അതായത് ഈ ഭവനം ഇരിക്കുന്ന ഒരു ഷേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റോഡിൽ നിന്ന് കയറിയിട്ട് റോഡ് സൈഡിൽ നിന്ന് കേട്ട് വലതുവശത്തായിട്ടാണ് ഈ ഭവനം നിൽക്കുന്നത്. ഈ വലതുവശം എന്ന് പറഞ്ഞാൽ ഇതൊരു ട്രെയിൻ പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെ നീണ്ടിരിക്കുന്ന ഒരു ഭവനമാണ്. വഴിയിലോട്ട് ഇതിന്റെ അതായത് നമ്മൾ പല ഭവനങ്ങളിൽ ചെല്ലുമ്പോൾ ഇപ്പോൾ വഴി നമ്മൾ വലത്തോട്ട് കയറിയാൽ നേരെ കാണുന്നത് ഒരു ഡോർ ആണെങ്കിൽ ഇത് അങ്ങനെയല്ല. ഇത് റോഡിന്റെ അടുത്തുനിന്ന് വലത്തോട്ട്, അതായത് ഞാനിപ്പോൾ നടന്നു വന്നു കഴിഞ്ഞാൽ വലതുവശത്തോട്ട് ഈ ഭവനം നിൽക്കുന്നു. അതിന്റെ ഒരു വാതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ നോക്കുന്നതല്ല വാതിൽ, ലെഫ്റ്റ് സൈഡ്. അത് ആ റോഡിൽ നിന്ന് മുറിച്ച് കടന്നിട്ട് ആ റോഡിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങിയാൽ വലത്തോട്ട് നടന്നിട്ട് പിന്നെ നമ്മളിന്ന് ടേൺ ചെയ്യുമ്പോഴാണ് ഈ വീടിന്റെ വാതിൽ ഞാൻ കാണുന്നത്. ആ വാതിലകത്തോട്ട് കയറി കഴിയുമ്പോൾ ആ വാതിൽ കയറി അങ്ങോട്ട് ചെല്ലുമ്പോഴേക്കും കർത്താവ് എന്നോട് ഇങ്ങനെ ഒരു വാക്ക് പറയുകയാണ്. ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ലീലാമ എന്നൊരു പേര് കർത്താവ് ആ ഭവനത്തിന്റെ മുകളിൽ എഴുതി കാണിക്കുന്നുണ്ട്. കർത്താവ് എന്നെ കാണിക്കുകയാണ്, ആ കുടുംബത്തിന്റെ അകത്ത് ആ വ്യക്തിക്ക് വേണ്ടി, ആ ഒരു വ്യക്തിയെ ചൊല്ലി നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണം. യേശുവിന്റെ നാമത്തിൽ ദൈവം ഒരു അത്ഭുത സാക്ഷ്യമായിട്ട് ആ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് അനുഗ്രഹമാക്കി മാറ്റാൻ വേണ്ടി പോകുന്നു പറയുന്നു. ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട് സൂമിലായിക്കോട്ടെ ലൈവിലായിക്കോട്ടെ ആ ഭവനം യേശുവിന്റെ നാമത്തിൽ ഏറ്റെടുത്തോണം. എന്റെ കർത്താവ് പറയുന്നു, ആ വ്യക്തി മുഖാന്തരം ഒരു സാക്ഷ്യത്തെ സ്വർഗം അത് തുറക്കാൻ വേണ്ടി പോവാണ്. സൈന്യത്താലല്ല, ശക്തിയാലല്ല, ദൈവാത്മാവിനാൽ അത് ചെയ്യാൻ വേണ്ടി പോവാണ്. പറയാൻ വേണ്ടിയാണോ വീട്ടു മാറ്റി? അതെ, ലീലാമ്മ എന്റെ അമ്മയാണ്. ഈ പറഞ്ഞ പോലെയാണോ വീടിന്റെ അടയാളം? ആണോ അല്ലേ? വീടിന്റെ അടയാളം പറഞ്ഞ പോലെ ഉറപ്പാണോ? വീടിന്റെ അടയാളം ഇത് പറഞ്ഞ പോലെ ആണെങ്കിൽ ഏറ്റെടുത്തോണം. യേശുവിന്റെ നാമത്തിൽ കർത്താവിന്റെ സാക്ഷ്യത്തെ സ്വർഗം തുറക്കാൻ വേണ്ടി പോവാണ്. നന്ദി യേശുവേ, നന്ദി കർത്താവേ, പരിശുദ്ധാത്മാവിന്റെ വലിയ കൃപയ്ക്കായി സ്തുതിക്കുന്നപ്പ യേശുവേ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഞാനൊരു കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. കർത്താവ് എന്നെ ഒരു സണ്ണി എന്നും ടോമി എന്നും രണ്ട് പേരുകളെ കർത്താവ് എന്നെ കാണിക്കും. ടോമി എന്നും സണ്ണി എന്നും പറഞ്ഞ രണ്ട് പേര് ഒരു ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പം കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആ രണ്ട് വ്യക്തികൾക്ക് വേണ്ടി, ആ കുടുംബത്തിന് വേണ്ടിയാണ് പ്രത്യേകം പ്രാർത്ഥിക്കുന്നത്. സണ്ണിയും ടോമിയും ഉള്ളൊരു ഭവനം കർത്താവ് എന്നെ കാണിക്കുകയാണ്. ആ രണ്ട് വ്യക്തികളുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് ആ ഒരു കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കാണുന്ന ഒരു കാഴ്ച, ഇങ്ങനെ ഒരു വാക്ക് കർത്താവ് പറയാണ്, കണ്ണുനീരിന്റെ മറുപടിയെ ദൈവം കാണിക്കാൻ വേണ്ടി പോകുന്നു എന്ന് പറയുന്നു. യേശുവിന്റെ നാമത്തിൽ ആ വ്യക്തികളുമായി ബന്ധപ്പെട്ട ഏത് ഭവനമാണോ ഇന്നത് ഏറ്റെടുത്തത് പിടിച്ചെടുത്തോണം. യേശുവിന്റെ നാമത്തിൽ കണ്ണുനീരിനൊരു മറുപടി ദൈവം തരാൻ വേണ്ടി പോവാന്ന് പറയുന്നു. ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. ആരാ സിസ്റ്റർ? ഞങ്ങളുടെ ബിസിനസ് മുഖേന എല്ലാം നഷ്ടപ്പെട്ടു. ഈ വ്യക്തികളുമായിട്ട് എന്താ ബന്ധം? അത് ഇപ്പൊ പറഞ്ഞ വ്യക്തികളുമായിട്ട് എന്താ ബന്ധം? അത് ഞാൻ ബിസിനസ് തുടങ്ങിയതാണ് ഹസ്ബൻഡിന്റെ കൂടെ. ഇപ്പം വീണ്ടും ആരാണോ നഷ്ടപ്പെടുത്തിയത് ആള് തന്നെ തിരിച്ചു വന്നിരിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് കർത്താവ് നഷ്ടങ്ങളെ ദൈവം ലാഭമാക്കാൻ വേണ്ടി, കർത്താവ് എത്രത്തോളം നമ്മളെ അറിയുന്നു, കർത്താവ് എത്രത്തോളം ഇഷ്ടം കണ്ണുനീരിനെ മറുപടി ദൈവം തരാൻ പോകുന്നത്. അപ്പൊ ഈ കാര്യം വല്ലതും ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? നമ്മുടെ പ്രെയർ ലൈനിലും എന്നോട് വല്ലതും പറഞ്ഞു? ഉറപ്പാണോ?
ഉറപ്പാണ്. എങ്കിൽ ഇത് ഇല്ല, പറഞ്ഞിട്ടില്ല. അത്ഭുതത്തിന്റെ സമയമാണ്. യേശു ആ തടസ്സത്തെ ഇന്ന് മാറ്റി. എവിടെയാണോ നമുക്ക് അരഞ്ഞത്, എവിടെയാണോ നഷ്ടം വന്നത്, അവിടെ ലാഭമാക്കാൻ വേണ്ടി പോവാ. പരിശുദ്ധയാത്മാവേ, ഇത് അത്ഭുതത്തിന്റെ സമയമാണല്ലോ. യേശുവേ നന്ദി കർത്താവേ. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. കർത്താവിനോട് ഒരിക്കലും വാക്ക് പറയുകയാണ്. ദൈവാത്മാവ് എന്നെ ഒരു പാസ്പോർട്ട് കാണിക്കുവാണ്. ആ പാസ്പോർട്ട് ഞാൻ കാണുന്ന ഒരു കാഴ്ച, ഒരു 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 ഗ്രീൻ കളറിലെ പച്ച കളറിലെ സ്റ്റീലിന്റെ അലമാരി കർത്താവിനെ കാണിക്കുക. പച്ച കളറിലെ സ്റ്റീലിന്റെ അലമാരിക്കകത്ത് ഈ പാസ്പോർട്ട് ഇരിക്കുകയാണ്. ആ പാസ്പോർട്ട് ഞാൻ കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പാസ്പോർട്ട് അതിനകത്തുണ്ട്. ഒന്ന് ആ കുടുംബത്തിലെ ഒരു തലമുറയുടെ പാസ്പോർട്ടും, 2 ആ കുടുംബത്തിന്റെ അകത്ത് ഒരു വ്യക്തിയുടെ പാസ്പോർട്ടും ഒരുമിച്ച് വെച്ചിരിക്കുകയാണ്. അതിൻ്റെ അകത്ത് ഞാൻ കാണുന്ന ആദ്യം ഇരിക്കുന്ന പാസ്പോർട്ട്, ആ പാസ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവ് ഒരു യാത്ര, സ്വർഗത്തിലെ ദൈവത്താൽ ഒരു യാത്ര തുറക്കാൻ വേണ്ടി പോവാണ്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് ഓടിച്ചെന്ന് ഇപ്പൊ തന്നെ ആ ഡോറ് തുറന്ന്, അലമാരി തുറന്ന് ആ പാസ്പോർട്ട് എടുക്കുക, യേശുവിന്റെ നാമത്തിൽ കൈവെക്കുക. കർത്താവെ, ഞാൻ ആ അത്ഭുതത്തെ സ്വീകരിക്കുമെന്ന് പറഞ്ഞേക്കുക. ദൈവത്താൽ ഒരു യാത്ര ഇന്ന് കൽദേറ പട്ടണമായ ഊരിൽ നിന്നും ദൈവം കർത്താവ് അയച്ചതുപോലെ ദൈവം ഒരു വാഗ്ദത്തം നിറവേറിന് വേണ്ടി അയക്കാൻ വേണ്ടി പോവാണ്. ഇന്ന് സൂമിലായിക്കോട്ടെ, ലൈവിലായിക്കോട്ടെ, ഏതാണോ ആ വ്യക്തി, ആ ഭവനം, യേശുവിന്റെ നാമത്തിൽ അത് ചാടി പിടിച്ചോണം. കർത്താവിന്റെ സാക്ഷ്യമായിട്ട് സ്വർഗം തുറക്കാൻ വേണ്ടി പോവാണ്. നന്ദി പിതാവേ, നന്ദി കർത്താവേ. ദൈവത്താലുള്ള അനുഗ്രഹത്തെ പറഞ്ഞു സിസ്റ്ററെ. പക്ഷേ ഈ പറഞ്ഞ പോലെ പച്ചതലമാര് 2 പാസ്പോർട്ട് ഉണ്ട്. അപ്പം ഞാൻ ജർമ്മൻ എക്സാം എഴുതി പോകാനായിരിക്കുമായിരുന്നേ. അപ്പം ഒരു യാത്ര പോകണം ഭയങ്കര ആഗ്രഹിച്ചിരിക്കുക. സിസ്റ്റർ, ദൈവം അയക്കാൻ വേണ്ടി പോകട്ടോ. ഇന്ന് ഈ പറഞ്ഞ അടയാളം എല്ലാം സിസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടതാണോ? അതെ അതെ. 2 പച്ച അലമാരി 2 പാസ്പോർട്ട് ഉണ്ട്. ഒന്ന് എന്റെ ഹസ്ബൻഡിന്റെ, ഒന്ന് എന്റെ. യേശുവിന്റെ നാമത്തിൽ ആദ്യം ഇരിക്കുന്ന പാസ്പോർട്ട് ഒന്ന് കൈയെടുത്ത് വെച്ചു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവ് അത് അത്ഭുതത്തെ ഒന്ന് റിലീസ് ചെയ്യണം. ദൈവം അതിൽ മേലെ ഇടപെടുക കേട്ടോ. ആ യാത്രയ്ക്ക് പിശാച് എത്ര തടസ്സം കൊണ്ട് വെക്കാൻ നോക്കിയോ, ഇപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് അതിനെ വെട്ടിമാറ്റുന്നപ്പാ. ദൈവത്തിന്റെ അത്ഭുതത്തിന് നന്ദി കർത്താവേ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പാ. യേശുവേ, thank you Holy Spirit, thank you Holy Spirit, thank you Holy Spirit. In the name of Jesus Christ, in the name of Jesus Christ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞു. തങ്കച്ചൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തിൽ ഓമന എന്ന് വിളിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് എന്നെ കാണിക്കുകയാണ്. തങ്കച്ചൻ എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ പേര് കാണിക്കുന്നു. അതിനകത്ത് തന്നെ ആ വ്യക്തിയുടെ കുടുംബത്തിന്റെ അകത്ത് ഞാൻ ഓമന എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഇങ്ങനെ വിളിക്കുന്നതായിട്ട് പറയുന്നു. ആ വിളിക്കുമ്പോൾ തന്നെ ഞാനൊരു തലമുറയെ കാണുവാണ്. അധികം വണ്ണമില്ലാത്ത ഒരു മെലിഞ്ഞ ഒരു തലമുറയെ കർത്താവ് എന്നെ കാണിക്കുവാണ്. അവനുമായിട്ട് ബന്ധപ്പെട്ട് ദൈവത്തിന്റെ ഒരു കൃപ ആ കുടുംബത്തിന് മേൽ ചൊരിയുന്നതായിട്ട് പറയുന്നു. എന്നോട് ഇങ്ങനെ പറയുന്നു, ഇന്ന് ദൈവത്താൽ ചില ചോദ്യത്തിന് മറുപടി ഉണ്ടാകാൻ വേണ്ടി പോവാന്ന് പറയുന്നു. യേശുവിന്റെ നാമത്തിൽ ആ ഭവനം ഏറ്റെടുത്തു. ആ കുടുംബത്തെ കർത്താവ് തൊടാൻ വേണ്ടി പോവാണ്. ആ സകല തടസ്സവും ഇന്ന് മാറുകയാണ്. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പാ. കർത്താവേ, സാക്ഷ്യം തുറക്കട്ടെ, അത്ഭുതം തുറക്കട്ടെ. നിങ്ങൾ പറയാൻ വേണ്ടി ഉള്ളവർ മാത്രം ഈ സമയത്ത് മ്യൂട്ട് മാറ്റാവുള്ളേ. പറയാനാണോ? എന്തോ? അതെ, എന്റെ ഭർത്താവിന്റെ പേരാണ് തങ്കച്ചൻ. ഭർത്താവ് മരിച്ചുപോയി 12 വർഷമായി. എന്റെ ചേച്ചിയാണ് ഓമന. ആ തലമുറയ്ക്ക് വേണ്ടി പറഞ്ഞു. അത് പിന്നെ ചേച്ചിയുടെ മോനാണോ അത് എന്റെ മോനാണോ? ഞാൻ കണ്ടത് ഒരു മെലിഞ്ഞ, അത്രയും വലിപ്പമുള്ളൊരു പയ്യനല്ല, ഒരു മെലിഞ്ഞ ഒത്തിരി മെലിഞ്ഞതല്ല, ഒരു പയ്യനെ കർത്താവ് തൊടുന്നതായിട്ട് പറയുന്നു. ഇന്ന് അവനെ ദൈവത്താൽ ഒരു സാക്ഷ്യമാക്കി സ്വർഗം മാറ്റാൻ വേണ്ടി പോകുന്നു പറഞ്ഞു. ആ തലമുറ ഏതാണോ അത് യേശുവിന്റെ നാമത്തിൽ ഏറ്റെടുത്തോണം. ദൈവം അവനെ തൊടാൻ വേണ്ടി പോവാ കേട്ടോ. മോന് 32 വയസ്സായി. മോന് കർത്താവിന്റെ വേലയ്ക്കായിട്ട് പറഞ്ഞേക്കുന്നതാണ്. അവന് വേണ്ടി പ്രാർത്ഥിച്ചോണം. ദൈവത്താൽ ഒരു ഇടപെടില്ല കർത്താവ് ചെയ്യാൻ. യേശുവെ നന്ദി കർത്താവെ. പരിശുദ്ധാത്മാവ് ഇന്നെല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച് കർത്താവിന്റെ കൃപ ചൊരിയട്ടെ. യേശുവെ ആരാധന, യേശുവെ ആരാധന. ഞാൻ കർത്താവ് എന്നെ മറ്റൊരു ഭവനം എന്നെ കർത്താവ് എടുത്ത് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞാനൊരു കാണുന്നൊരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്മൽ ഇങ്ങനെ ഊരിയിട്ട്, ആ കമ്മൽ ഇങ്ങനെ ഊരിയെടുത്തിട്ട് ഞാൻ കാണുന്നൊരു കാഴ്ച, ഒരു സഹോദരിക്ക്, അതായത് ഞാൻ കാണുന്ന സഹോദരി ഉദ്ദേശിക്കുന്നത് അതേ സെയിം പ്രായത്തിന് അടുത്തുള്ള, അത്രയും അടുത്ത പ്രായമല്ലെങ്കിലും ഞാൻ കാണുമ്പോൾ അങ്ങനെ കാണുന്നത്, ആ വ്യക്തി ഇങ്ങനെ ഊരിയിട്ട് ആ വ്യക്തിക്ക് ഇങ്ങനെ അത് കൈമാറുന്ന സഹോദരിയാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഒരു ലേഡിക്കാണ് ഇത് കൊടുക്കുന്നത്. ആ സഹോദരി എനിക്കറിയത്തില്ല, സഹോദരി നല്ല ഞാൻ ഉദ്ദേശിച്ചത് ആ ഒരു രൂപസാദൃശ്യം വെച്ചാണ് ഞാൻ പറഞ്ഞത്.
കമ്മൽ ഊരി ഇങ്ങനെ കൊടുക്കുന്നു. ഒരു കമ്മൽ ഇങ്ങനെ ഊരി കൊടുത്തു വിട്ടതിന് ശേഷം അതുമായിട്ട് സംബന്ധിച്ച് ഞാൻ കാണുന്നൊരു കാഴ്ച, അതുമായിട്ട് സംബന്ധിച്ച് ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ പലതും കൊടുത്തു, പക്ഷെ ഒന്നും തിരികെ ലഭിച്ചില്ല. എന്നാൽ പലപ്പോഴും ആ ഒരു വിഷയത്തിൽ ഭയങ്കര ഭാരപ്പെട്ട് കർത്താവിനെ കാണിക്കുന്ന ഒരു ഭാരപ്പെട്ടിരിക്കുകയാണ്, എന്ത് ചെയ്യണമെന്ന് അറിയാത്ത സങ്കടത്തോടെ തന്നെ ഇരിക്കുകയാണ്. പക്ഷെ കർത്താവിനോട് പറയുന്നു, ഈ ദിവസങ്ങളിൽ ആ മകളെ ഒന്ന് അനുഗ്രഹിച്ചൊന്ന് പ്രാർത്ഥിക്കണം യേശുവിൻ്റെ നാമത്തിൽ. ഇതൊരു അടയാളം കർത്താവ് എന്നെ കാണിച്ചതാണ്. ആ വ്യക്തിയോട് കർത്താവ് ഇങ്ങനെ പറയുന്നു, ഈ ദിവസങ്ങളിൽ ദൈവഹിതം കർത്താവെ എൻ്റെ ജീവിതത്തിൽ നിറവേറണം എന്ന് പറഞ്ഞ് ഒന്ന് പ്രാർത്ഥിക്കുവാൻ കർത്താവ് പറയുന്നു. ഈ ദിവസങ്ങളിൽ കർത്താവിനാൽ തന്നെ ദൈവപ്രവൃത്തികൾ വെളിപ്പെടാൻ വേണ്ടി പോവാണ്. യേശുവിൻ്റെ നാമത്തിൽ അത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ നന്ദി കർത്താവേ, നന്ദി യേശുവേ. പരിശുദ്ധാത്മാവേ, ഇന്ന് ആ വ്യക്തിയെ തൊടുന്നല്ലോ. ഇവിടെ ഇങ്ങനെ ഒരു വാക്ക് പറയണം, നഷ്ടങ്ങളെയൊക്കെയും ദൈവം ലാഭമാക്കാൻ വേണ്ടി പോകുന്നു. നഷ്ടങ്ങളെയൊക്കെയും ദൈവം ലാഭമാക്കാൻ വേണ്ടി പോകുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പാ കർത്താവേ, അവിടെ കൃപ ചൊരിയുന്നല്ലോ. സൂമിലായിക്കോട്ടെ, ലൈവിലായിക്കോട്ടെ, കുടുംബം ഏറ്റെടുത്ത് യേശുവിൻ്റെ നാമത്തിൽ ആരാന്ന് വെച്ചാൽ ഏറ്റെടുത്തോണം. നഷ്ടങ്ങൾ ഒത്തിരി സംഭവിച്ചു, പക്ഷേ പ്രാർത്ഥിക്കുക. ഇനിയും ജീവിതത്തിൻ്റെ അകത്ത് പലതും നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ഭയത്തിലിരിക്കുകയാണ്. എന്നാൽ കർത്താവ് പറയുന്നു, ഈ ദിവസത്തിന് കർത്താവെ അങ്ങയുടെ ഹിതം പോലെ എൻ്റെ ജീവിതത്തിൽ നിറവേറട്ടെ എന്നൊന്ന് പ്രാർത്ഥിച്ച് ദൈവത്താൽ അത് സാക്ഷ്യമാക്കാൻ വേണ്ടി പോവാണ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുതമായി തീരട്ടെ. അത്ഭുത സ്രോതസ്സുകൾ കുടുംബത്തിന്റെ മേൽ തുറക്കട്ടെ. ഒരു കീ പോലെ ഞങ്ങൾ അതിനെ കർത്താവിന് ഈ പ്രവചനത്തെ തുറക്കുന്നപ്പോൾ അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ അത്ഭുതമാകട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്ത്. ഞാൻ പറഞ്ഞല്ലോ, ഹലോ പറയാൻ വേണ്ടിയാണ്. എന്റെ കുറച്ച് സ്വർണങ്ങൾ കൊടുത്തിട്ടുണ്ട്, പക്ഷെ അത് തിരിച്ചു കിട്ടിയിട്ടില്ല. അല്ലാതെ കുറെ പൈസ നഷ്ടമായിട്ടുണ്ട്. ഈ പറയുന്ന പോലെയാണോ സിസ്റ്റർ ഞാൻ കണ്ട പോലെയാണോ സിസ്റ്റർ സംഭവിച്ചത്? ഊരി കൊടുക്കുന്നതൊക്കെ ഊരി കൊടുത്തതല്ല, എന്റെ ഒരു കമ്മല് കൊടുത്തിട്ടുണ്ട്. ഊരി വെച്ചിരുന്ന കമ്മല് അല്ല, ഞാൻ ഊരിയാണോ ഓർക്കുന്നില്ല ഞാൻ. അല്ലാതെ കുറെ സ്വർണ്ണമുണ്ട്. പിന്നെ ഒരു ലേഡിക്കാണ് കൊടുത്തേക്കുന്നത്. അതെ. ഇന്ന് പ്രാർത്ഥിച്ച ഇനി സിസ്റ്ററെ കൊടുക്കരുത് കേട്ടോ. ഇനി അങ്ങനെ ആർക്കും കൊടുക്കരുത്. നമ്മുടെ ഈ കൊടുക്കൽ വാങ്ങൽ നിമിത്തം ഒത്തിരി തകർച്ച അകത്തോട്ട് കയറിയിട്ടുണ്ട്. ഇന്ന് അത് സ്റ്റോപ്പ് ചെയ്യുക. എന്ത് വന്നാലും കർത്താവെ, അങ്ങനെ കൊടുത്ത് നഷ്ടപ്പെടുത്തുന്ന ഒരു പരിപാടിയുണ്ട്. നമ്മളതുകൊണ്ടാണ് പല കൊടുക്കൽ വാങ്ങലുകൾ, എല്ലാവരും പറയുകയാണ്, പല കൊടുക്കൽ വാങ്ങലുകളും പ്രാർത്ഥിച്ചിട്ടേ കൊടുക്കാവുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നഷ്ടങ്ങൾ ഇന്നത് തീരുവ. ഇനി അത് മടങ്ങി വരാൻ വേണ്ടി പോവാണ്. പക്ഷെ ഇന്ന് മുതൽ പ്രാർത്ഥി, കർത്താവെ, ദൈവഹിതമല്ലാത്ത ഒന്നും എനിക്ക് വേണ്ട. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നമ്മ. നന്ദി പിതാവേ. സമയം നമുക്ക് ഒത്തിരി മുന്നോട്ട് പോയല്ലേ. യേശുവെ നന്ദി കർത്താവേ. പരിശുദ്ധാത്മാവ് എൻ്റെ കൂടെ എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച്. കർത്താവ്, ഇന്ന് ദൈവത്തിൻ്റെ അത്ഭുതത്തെ ഞങ്ങൾ വിശ്വസിക്കുന്നപ്പാ. ഇന്ന് രോഗികളായി ഭാരപ്പെടുന്നവരൊക്കെ രോഗമുള്ള ഭാഗത്ത് കൈയെടുത്ത് വെച്ച് ഇന്ന് സൂമിലും ഈ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ ലൈവായിട്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരെല്ലാം, രോഗികളെല്ലാം കൈയെടുത്ത് വെച്ച് എന്നിട്ട് പറയും, എൻ്റെ യേശുവേ, അങ്ങയുടെ അത്ഭുതത്തെ ഇന്ന് ഞാൻ സ്വീകരിക്കുന്നപ്പാ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഇത് അത്ഭുതത്തിൻ്റെ സമയമാണ്. കർത്താവിൻ്റെ കൃപ ഇന്ന് വ്യാപരിക്കട്ടെ. ഞാൻ കാണുന്നൊരു കാഴ്ച, ഒരു മോതിരമൂരി ഒരു മകന് കൊടുത്തിട്ട് ആ മകനെ കർത്താവിനെ ഒരു ബൈക്കിൽ നടക്കുന്ന ഒരു മകനാണ്. ആ മോതിരമൂരി കൊടുത്ത് അത് പണയം വെക്കുകയും അത് നിമിത്തം കുറേ വാക്കുതർക്കങ്ങളും വഴക്കുകളും ഉണ്ടായ ഒരു ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുകയാണ്. ആ തലമുറയ്ക്ക് നമ്മൾ ദേഷ്യം വന്നപ്പോൾ പല കാര്യങ്ങളും വിളിച്ചു പറഞ്ഞു. ഇപ്പം തന്നെ അത് ക്യാൻസൽ ചെയ്യുക, അവനെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുക. അവൻ്റെ മേൽ നിൽക്കുന്ന ഒരു അനർത്ഥം ഇപ്പോൾ തന്നെ വിട്ടുമാറാൻ വേണ്ടിയാണ്. ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ ആ മകന് വേണ്ടി വേഗത്തിലൊന്ന് ആരെന്ന് വെച്ചാൽ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ച് ആ മകന് വേണ്ടി പറഞ്ഞ വാക്കെല്ലാം ഒന്ന് ക്യാൻസൽ ചെയ്ത് യേശുവിൻ്റെ നാമത്തിൽ ആ വാക്കുകളെ കയറിപ്പിടിച്ച് അവൻ്റെ പിന്നാലെ അനർത്ഥത്തിന് വേണ്ടി കാത്തിരിക്കുന്ന സകല വിശ്വാസങ്ങളും യേശുവിനെ, ഞാൻ എപ്പോഴും പറയാറില്ലേ, സ്വോത്രം പറയുന്ന നാവ് കൊണ്ട്, സ്തുതിക്കുന്ന നാവ് കൊണ്ട് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, ശാപവാക്കുകൾ പറയരുത്. ഇന്നെന്നെ കേൾക്കുന്നത് ഏതാണോ ആ വ്യക്തി, സൂമിലാണെങ്കിൽ നിങ്ങൾക്കത് ഏറ്റെടുക്കാം. ലൈവിലാണെങ്കിൽ അവിടെ ഇരുന്നുകൊണ്ടെന്ന് പറഞ്ഞേ, കർത്താവേ, ഞാൻ പറഞ്ഞ വാക്കുകളൊക്കെ ക്യാൻസൽ ചെയ്യുന്നു. എൻ്റെ തലമുറ എൻ്റെ മുമ്പിൽ ഒരു അനുഗ്രഹമാകട്ടെ. അവൻ്റെ സ്വഭാവത്തിൻ്റെ അകത്ത് മാറ്റം ഉണ്ടാകട്ടെ. അവൻ ആള് മാറിയവനെ പോലെ ആകട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നപ്പ അത്ഭുതം അവൻ്റെ മേൽ ചൊരിയുന്നപ്പ, അത്ഭുത വിടുതലിനെ ചൊരിയുന്നപ്പ, അനർത്ഥം വിട്ടൊഴിയട്ടെ.
അനർത്ഥം വിട്ടൊഴിയട്ടെ. യേശുവിന്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ദുഷ്ടന്റെ ആശ നശിച്ചു പോകുന്നു, അവൻ പല്ല് കടിച്ച് ഉരുകിപ്പോകുന്നുള്ള വചനത്താൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പ പരിശുദ്ധാത്മാവിന്റെ കൃപ ചൊരിയട്ടെ, അത്ഭുതം അവിടെ ചൊരിയട്ടെ. യേശുവേ നന്ദി കർത്താവേ, യേശുവേ നന്ദി കർത്താവേ, യേശുവേ നന്ദി കർത്താവേ. തലമുറ വിടിവിക്കപ്പെടട്ടെ. നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ഈ സമയം നിങ്ങൾ രോഗികളായി ഭാരപ്പെടുന്നവരൊക്കെ കൈയെടുത്ത് വെച്ച് എന്നിട്ട് പറ, യേശുവിന്റെ രോഗം വഹിച്ച ശരീരത്തിന്റെ അകത്തുനിന്ന് മുഴകൾ ഇപ്പൊ തന്നെ അപ്രതീക്ഷമായി പോവുക. ബാക്കി എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്ത് ആലോചന പറയാൻ ഏറ്റെടുക്കാൻ വേണ്ടി ആണെങ്കിൽ മാത്രം നിങ്ങൾ മ്യൂട്ട് മാറ്റിയാൽ മതി. ബാക്കി എല്ലാവരും ഒന്ന് മൈക്ക് മ്യൂട്ട് ചെയ്ത് എന്നിട്ട് രോഗികളായി ഭാരപ്പെടുന്നവർ ഇന്ന് മുതൽ നിങ്ങൾ രോഗികൾക്ക് വേണ്ടി പ്രത്യേകം നിങ്ങൾ പോയി പ്രാർത്ഥിക്കണം. ഒന്നും ചെയ്യണ്ട, ഇങ്ങനെ പറഞ്ഞാൽ മതി, യേശു ഈ രോഗത്തെ വഹിച്ചതാണ്. ബ്രദറെ പ്രാർത്ഥിച്ചിട്ടും സൗഖ്യം കണ്ടില്ല, പ്രാർത്ഥിച്ചിട്ടും സൗഖ്യമല്ല, നിങ്ങൾ അത് പോയി പറഞ്ഞുകൊണ്ടിരിക്കുക, കൈവച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. ദൈവം അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാണ്. യേശുവിന്റെ രോഗത്തെ വഹിച്ചു പറ, യേശുവിന്റെ വേദന വഹിച്ചു. യേശു എനിക്ക് ദീർഘായുസ് തന്നിരിക്കുന്നു, കർത്താവ് എനിക്ക് ദിവ്യ ആരോഗ്യം തന്നിരിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നവ അനർത്ഥങ്ങൾ മാറട്ടെ, രോഗശക്തികൾ മാറട്ടെ, രോഗബന്ധനങ്ങൾ അഴിയട്ടെ, രോഗത്തിന്റെ പിശാചുക്കൾ യേശുവിന്റെ നാമത്തിൽ ശരീരം വിട്ട് മാറിപ്പോട്ടെ. ബ്ലഡിലെ കൗണ്ടുകൾ, ഷുഗർ ആയിക്കോട്ടെ, പ്രഷർ ആയിക്കോട്ടെ, ഏത് കൗണ്ടാണ്, ഹോർമോണുകൾ ഇപ്പോൾ തന്നെ നോർമൽ ആകട്ടെ. യേശുവിന് എല്ലാ കൗണ്ടുകളും കർത്താവേ ആയുഷ്കാലമൊക്കെയും ദീർഘായുസൊക്കെയും അത് നോർമൽ ആകട്ടെ. യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്ന വേദനയുള്ള ഭാഗത്ത് കൈയെടുത്ത് വെച്ച്, എല്ലാവരും കൈയെടുത്ത് വെച്ച്, എന്നിട്ട് യേശുവിന്റെ നാമത്തിൽ പറഞ്ഞ്, കർത്താവിന്റെ അടിപ്പിണരാൽ യേശു ക്രിസ്തു ഏറ്റ മുറിവ് എൻ്റെ സൗഖ്യമാണ്, ഞാൻ എൻ്റെ ശരീരത്തിലോട്ട് അത് സ്വീകരിക്കുന്നു. ആ വേദനകൾ ഇൻസ്റ്റന്റിൽ ഇപ്പൊ തന്നെ ശരീരത്തിൽ നിന്ന് മാറുക, ഇപ്പൊ തന്നെ മാറുക. ആസ്മയുടെ ബുദ്ധിമുട്ട് പോലെ ശ്വാസതടസ്സം വന്നിട്ട് സംസാരിക്കാൻ പോലും പറ്റാത്തത്, തൊണ്ടയ്ക്ക് കുത്തിപ്പിടിക്കുന്നത് പോലെ അനുഭവം വരുന്ന ആളുകൾ കൈയെടുത്ത് വെച്ച് ആ രോഗം ഇപ്പോൾ തന്നെ നിങ്ങളെ ശരീരം വിട്ട് ഇറങ്ങിപ്പോവുക. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ രോഗശക്തികൾ വിട്ടുമാറട്ടെ. ശരീരത്തിന്റെ അകത്ത് ഞാൻ കാണിക്കുന്നു ഇങ്ങനെ ഈ അമിത ഭാരം പോലെ വെയിറ്റ് വല്ലാതെ കയറി വരുന്നു. പക്ഷെ നിങ്ങൾ തന്നെ പലപ്പോഴും പറയാറുണ്ട്, ഞാൻ അതിന് മാത്രം ആഹാരം കഴിക്കും. പക്ഷെ അമിതമായിട്ട് ശരീരത്തിൻ്റെ അകത്ത് വെയിറ്റ് വർദ്ധിക്കുന്ന ചില ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ വെയിറ്റ് ലോസുകൾ ശരീരത്തിൽ ഉണ്ടാകാൻ വേണ്ടി പോവുക. നോർമൽ കണ്ടീഷനിലേക്ക് വരികയാണ് യേശുവിൻ്റെ നാമത്തിൽ. അത്ഭുതമായി നിങ്ങൾ കണ്ട നോക്കി, നിങ്ങളുടെ വെയിറ്റ് തന്നെ ലോസ് ആകുന്നത് കാണാൻ വേണ്ടി പറ്റും. ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നപ്പ, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ, കർത്താവെ ഞങ്ങളെന്ന് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ കർത്താവ് പറഞ്ഞ ഒരു അൽഫോൻസയുടെ മൂത്ത മകളാണുള്ളത്. മൂത്ത മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മൂത്ത മകളെയും ഈ വ്യക്തിയെയും കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മൂത്ത മകളും 2 ആൺ തലമുറ വേറെയുണ്ട്. ആ കുടുംബത്തെ ഞാൻ അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇപ്പോൾ തന്നെ അത്ഭുതങ്ങൾ നടക്കട്ടെ. കൈവച്ച് എന്നിട്ട് കൈ എടുക്കുമ്പം ആ വേദന അവിടെ ഇല്ല. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന അപ്പൊ സൗഖ്യത്തിന് നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് അത്ഭുതം ചെയ്തതിന് നന്ദി പറയുന്നു. അത്ഭുതത്തിന് നന്ദി പറയുന്ന കൈയെടുത്ത് നോക്കിക്കേ, എന്താണോ ബുദ്ധിമുട്ടൊന്ന് ചെക്ക് ചെയ്തേ. വേദന അവിടെ ഇല്ല, ആ രോഗം അവിടെ ഇല്ല, അത്ഭുതം അവിടെ സംഭവിച്ചിരിക്കുന്നു. യേശുവേ നന്ദി കർത്താവേ. നമുക്ക് ഒരുമിച്ച് സാക്ഷ്യത്തിനായിട്ട് മുന്നോട്ട് പോകാം. അതിന് മുമ്പായിട്ട് ഞാൻ കർത്താവിന്റെ വേലയിൽ വിതച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്നു മുതൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ 29-ാം തീയതിയിലെ മീറ്റിങ്ങിന് വേണ്ടി പ്രാർത്ഥിക്കണം. അതിനുവേണ്ടി നിങ്ങൾ ഇന്നു മുതൽ കർത്താവിന്റെ വലിയ പ്രവൃത്തി അവിടെ കൂടി വരിക എന്നൊരു ആശയമല്ല. ഞാൻ പറഞ്ഞല്ലോ, എങ്ങനെയും തട്ടിക്കൂട്ടി ഒരു പ്രാർത്ഥന വെക്കുക എന്നൊരു ആശയം എനിക്കേ ഇല്ല കേട്ടോ. ദൈവത്തിന്റെ ഹിതം നിറവേറും. ഒരുമിച്ച് കൂട്ടായ്മ ആചരിക്കുന്നത് ഭയങ്കര അനുഗ്രഹമാണ്. അപ്പൊ അത് പ്രാർത്ഥിക്കുമ്പോൾ അത് നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കുക. ഈ രാജ്യത്ത് അനേക ആത്മാക്കൾ യേശുവിനെ സത്യസുവിശേഷം അറിയണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. ഞാൻ കർത്താവിന്റെ വേലയിൽ വിതച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ദേശാംശങ്ങളായിക്കോട്ടെ, ദൈവത്തിന്റെ വേലയിൽ മാറ്റിവെച്ച നന്മകളായിക്കോട്ടെ, എല്ലാ മാസവും അയക്കുന്നവരുണ്ട്. അവരൊക്കെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കണം. ജോലിയിൽ, ബിസിനസ്സിൽ വായ്പ മേടിക്കത്തില്ല. എൻ്റെ കൂടെ പറഞ്ഞ് ഞാൻ വായ്പ മേടിക്കത്തില്ല, വാരി വിതറി കൊടുക്കും. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. കർത്താവ് ഞാൻ അവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. സമൃദ്ധിയുടെ വഴികൾ തുറക്കട്ടെ, ഉയർച്ച തുറക്കട്ടെ, നന്മ തുറക്കട്ടെ. അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ സമയത്ത് സാക്ഷ്യമുള്ളവര് വേഗത്തിൽ, പ്രാർത്ഥനാ വിഷയം നമ്മൾ ഓൾറെഡി പ്രാർത്ഥിച്ചു കഴിഞ്ഞു. ചുരുക്കം വാക്കുകളിൽ വേഗത്തിൽ സാക്ഷ്യമുള്ളവർ പറഞ്ഞോട്ടെ. ഇനി ചില ഏതെങ്കിലും സാക്ഷ്യം യൂട്യൂബിലെ കാണുന്നവർക്ക് പറയാൻ മ്യൂട്ട് മാറ്റാൻ പറ്റാതെ പോയിട്ടുണ്ടെങ്കിൽ, അങ്ങനെ കിട്ടാതെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ പ്രയർ ലൈനിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം. പ്രയർ റിക്വസ്റ്റുകൾ നിങ്ങൾക്ക് സെൻഡ് ചെയ്യാം. കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ഈ സമയത്ത് സാക്ഷ്യമുള്ളവർ ചുരുക്കം വാക്കുകളിൽ വേഗത്തിൽ, ഒരേ ആലോചന ഒരേപോലെ വെളിപ്പെട്ടവർ എടുത്ത് പറയേണ്ട, മറ്റൊരാൾക്കൊണ്ട് അവസരം കൊടുക്കുക. ഉള്ളവർ പറഞ്ഞാട്ടെ.
ബ്രദറെ ഇപ്പൊ ഒരു പാസ്റ്റർ പറഞ്ഞായിരുന്നു, പൈലറ്റ് ലൈറ്റ് പൈലറ്റ് നൈറ്റ് ഇട്ട് മോളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, ഒരു മറുകൊണ്ട്, അത് ഞാനാണ് ആ വ്യക്തി. സിസ്റ്റർ, കർത്താവ് ഒരു സാക്ഷ്യമാക്കി മാറ്റും കേട്ടോ. ദൈവത്തിന്റെ അത്ഭുതം അവിടെ ഉണ്ടാവും. താങ്ക് യു. പാസ്റ്റർ സ്തോത്രം പാസ്റ്റർ. ഞാനിപ്പോ പാസ്റ്റർ പറഞ്ഞില്ല, തങ്കച്ചൻ എന്ന് പറഞ്ഞ ഒരു മോനും അതേപോലെ ഓമന എന്ന് പറഞ്ഞ കുടുംബത്തിലുണ്ടെന്ന് പറഞ്ഞ അത് ഞാനൊരു രീതിയിൽ തുടങ്ങിയപ്പം അത് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷേ എന്നോട് ദൈവം സംസാരിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. പക്ഷേ അതുപോലെ തന്നെ എന്റെ ദൈവം എന്നോട് സംസാരിച്ചു. ദൈവം അത്ഭുതത്തിന് ദൈവമാണ് സിസ്റ്റർ. ഏറ്റെടുത്തു. കർത്താവ് അത് വലിയൊരു സാക്ഷ്യമാക്കി മാറ്റും കേട്ടോ. ആമേൻ ആമേൻ. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു. പറഞ്ഞു. ഞാൻ കഴിഞ്ഞ ദിവസം ഇന്നലത്തെ ക്ലാസ്സിൽ സംസാരിച്ചപ്പോഴത്തേക്ക് ബ്രദർ പറഞ്ഞിരുന്നു, പിന്നെ തലമുറകളുടെ മേലൊരു അത്ഭുതം കാണും എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറഞ്ഞിരുന്നു. രാത്രി കിടക്കുമ്പോഴെല്ലാം ഞാൻ എന്റെ തലമുറയുടെ മേൽ നാളെ ഞാൻ ഒരു അത്ഭുതം ദർശിക്കുമെന്ന് പറഞ്ഞ് ഞാൻ കിടന്നു. രാവിലെ എഴുന്നേറ്റപ്പോൾ വീണ്ടും ഞാൻ ശക്തമായിട്ട് തന്നെ വീട്ടിലിരിക്കുന്ന സെർവന്റിനോടും അവരോടൊക്കെ പറഞ്ഞു, എന്റെ തലമുറയുടെ മേൽ ഞാൻ ഇന്ന് ഒരു അത്ഭുതം ദർശിക്കും എന്ന് പറഞ്ഞിട്ട് ഞാൻ വീണ്ടും വിടുമ്പോൾ ഇന്ന് 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 എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞൊരു 1 മണിക്കൂർ കഴിഞ്ഞപ്പോ മോൻ എഴുന്നേറ്റ് വന്നു. മെയിൽ ചെക്ക് ചെയ്തപ്പം അവൻ 9 മാസമായിട്ട് ജോലി ഇല്ലാതെ മറൈൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് നിൽക്കുമായിരുന്നു. ജോലിക്ക് ട്രൈ ചെയ്തു. 3 സ്റ്റെപ്പ് ഇന്റർവ്യൂ ടെസ്റ്റുകളും കഴിഞ്ഞിരുന്നു. ലാസ്റ്റ് ഇന്റർവ്യൂ കഴിഞ്ഞ ആഴ്ചയായിരുന്നു എറണാകുളത്ത് വെച്ച്. അപ്പൊ ഇന്ന് രാവിലെ മെയിൽ വന്നു, അവന് എംബസി എന്ന് പറയുന്ന ഒരു ഫോറിൻ ഷിപ്പിംഗ് കമ്പനിയിലെ ഷിപ്പില് ജോലി ലഭിച്ചതായിട്ട് മെസ്സേജ് വന്നു. ആമേൻ. തീർച്ചയായിട്ടും ഇതൊരു അത്ഭുതം തന്നെയാണ്. യേശു പറഞ്ഞ പോലെ തന്നെ ഇന്നലെ നമ്മൾ കേട്ട വചനത്തിൽ ഞാൻ പറഞ്ഞു, കിടക്കുമ്പോഴും എണീക്കുമ്പോഴും അത്ഭുതങ്ങളെ പറ്റി പറയണമെന്ന് പറഞ്ഞു. സിസ്റ്റർ അങ്ങനെ പറഞ്ഞു. ഇന്ന് ഞാൻ ആ വാക്ക് എപ്പോഴും പറഞ്ഞു, നമ്മൾ എപ്പോൾ പ്രാർത്ഥിച്ചാലും ഇന്നൊരു പദം നിങ്ങൾ ഉപയോഗിക്കണം. അത്ഭുതം നടക്കുമെന്നല്ല, ഇന്ന് ഞാൻ അത്ഭുതം കാണുന്നപ്പോൾ സിസ്റ്റർ അതുപോലെ പറഞ്ഞു കിടന്നു. നേരം വെളുത്തപ്പോൾ 9 മാസമായിട്ട് ജോലി ഇല്ലാതിരിക്കുമായിരുന്നു. നേരം വെളുത്തപ്പം ഒരു കൺഫർമേഷൻ പോലെ ആ ജോലി ലഭിച്ചു. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. അനേകർക്ക് ഇതൊരു സാക്ഷ്യമാണ്. അനേകരെ ബലപ്പെടുത്തുക യേശുവിന്റെ നാമത്തിൽ തന്നെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പറഞ്ഞു സിസ്റ്റർ. എന്തോ പറഞ്ഞു. പെരുമ്പാവൂരിലാണ്. പറഞ്ഞു. ജോൺസൺ ബ്രദറിന്റെ വൈഫാണ്. ഞാൻ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് എന്റെ സഹോദരി ബിന്ദു എന്നാണ് പേര്. അപ്പം അവർക്കാണ് മുമ്പേ ബ്രദർ പറഞ്ഞല്ലോ, കമ്മല് കൊടുത്തു, കുറെ സാധനങ്ങൾ കൊടുത്തു, പൈസ കൊടുത്തു എന്നൊക്കെ പറഞ്ഞല്ലോ. അത് എന്റെ ചേച്ചിക്കാണ് ഞാൻ കൊടുത്തത്. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് സംഭവിച്ചാണ്. അന്നൊക്കെ എനിക്ക് ഒരുപാട് സങ്കടം ഉണ്ടായിരുന്നു. എനിക്കൊന്നും ഇങ്ങോട്ട് തിരികെ കിട്ടണില്ല. എന്റെ കമ്മല് വരെ ഊരി കൊടുത്തിട്ടുണ്ട്, ഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്, പൈസ ആയിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേങ്കില് ഒന്നും തിരിച്ചു കിട്ടിയില്ല എന്നൊക്കെ സങ്കടം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഒന്നും എനിക്ക് രക്ഷിക്കപ്പെട്ടതിന് ശേഷം അങ്ങനെ ഒരു സങ്കടമൊന്നുമില്ല. പക്ഷെ ഞാനത് ഏറ്റെടുത്തു. ബ്രദർ പറഞ്ഞ ബാക്കിയത് ഏറ്റെടുത്തിട്ടുണ്ട്. എന്റെ ചേച്ചി രക്ഷിക്കപ്പെടണമെന്നോ കുടുംബം രക്ഷിക്കപ്പെടണമെന്നോ ആഗ്രഹമുണ്ട്. അവര് ഹിന്ദുവിലാണ് ഇരിക്കുന്നത്. ഞാൻ ഹിന്ദുവിൽ നിന്ന് കൺവേർട്ട് ആയിട്ട് വന്നതാണ്. അപ്പം എന്റെ ചേച്ചിയും കുടുംബവും എല്ലാരും മക്കളും എല്ലാരും കുടുംബമായിട്ട് രക്ഷിക്കപ്പെടുന്ന ആഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും പ്രാർത്ഥിക്കുക. യേശുവിനെ അറിയും. കർത്താവിന്റെ സമാധാനം അവർക്കുണ്ടാവും. ദൈവത്തിന്റെ സ്വസ്ഥതയിലേക്ക് അവർ വരുവാൻ ഇടയായിത്തീരും കേട്ടോ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. കർത്താവാണ് ഇരിക്കട്ടെ. അതുപോലെ ദൈവം പ്രവർത്തിക്കും കേട്ടോ. പറഞ്ഞു. എനിക്ക് 27 വർഷം മുമ്പ് എനിക്ക് ഷുഗർ ഉണ്ടായിരുന്നു ബ്രദറെ. അപ്പോ അത് അങ്ങനെ ഡോക്ടർ ടെസ്റ്റ് ചെയ്തു. അപ്പൊ ലിവറിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാകും നോക്കുവാൻ സ്കാൻ ചെയ്തായിരുന്നു. അപ്പോ ഫാറ്റി ലിവർ ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു. അങ്ങനെ 6 മാസം കൂടുമ്പോൾ ടെസ്റ്റ് ചെയ്യായിരുന്നു. അപ്പോ ഉണ്ട് പാസ്റ്ററെ. അപ്പൊ പ്രത്യേകിച്ച് അപ്പൊ ഡോക്ടർ പറഞ്ഞു അൾട്രാസൗണ്ട് സ്കാനിൽ അത് ക്ലിയർ ആയിട്ട് മനസ്സിലാവത്തില്ല, ഫൈബ്രോ സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ ഇന്നലെ പോയി ഫൈബ്രോ സ്കാൻ ചെയ്തു. അതിന്റെ റിസൾട്ട് വന്നു പാസ്റ്ററെ. പക്ഷെ അതിൽ പോകുന്നതിന് മുമ്പിൽ ഞാൻ എപ്പോഴും പാസ്റ്റർ മെസ്സേജ് കേൾക്കുമായിരുന്നു. മരിച്ചവരെ ഓർപ്പിക്കുകയും ഇല്ലാത്തതിനുള്ളതുപോലെ വിളിച്ചു വരുത്തുകയും ചെയ്യുന്ന ദൈവത്തിന്റെ മകളാണ് കർത്താവ്. യേശുവിന്റെ തിരുമുറിയിലാണ് സൗഖ്യം ദൈവം തന്നതിനായി സ്തോത്രം. ദൈവത്തിന്റെ വചനം പറയുന്ന ഒരുവൻ ക്രിസ്തുവിനായാൽ അതവൻ പുതിയ സൃഷ്ടി. എനിക്ക് എന്റെ പഴയതെല്ലാം എന്റെ അവയവങ്ങളെല്ലാം മരിച്ചു. എനിക്ക് ദൈവം തരുന്നതെല്ലാം പുതിയതാണ്. പുതിയ ലിവർ എനിക്ക് ദൈവം തന്നതിനായി സ്തോത്രം എന്ന് പറഞ്ഞാണ് ഞാൻ റിസൾട്ട് അവിടത്തേക്ക് പോയത്. അപ്പോൾ റിസൾട്ട് വന്നു. അപ്പൊ ഡോക്ടർ പറഞ്ഞു നിങ്ങൾക്ക് 10 വർഷമായി ഫാറ്റി ലിവർ ഉള്ളത്. അപ്പൊ അവിടെ ഒന്നും കാണുവാനില്ല, എല്ലാം നോർമൽ എന്ന് കേൾക്കുവാൻ ദൈവം ഇടയാക്കി ബ്രദറെ.
അതുപോലെ തന്നെ എനിക്ക് വേറൊരു സാക്ഷ്യം പറയാൻ, എൻ്റെ 4 മാസം മുമ്പിലെ എനിക്ക് കാല് മുട്ട് ഞാൻ വീണുമായിരുന്നു. അപ്പൊ മുട്ടിന് ഫ്രാക്ചർ വന്നു. അപ്പൊ പിന്നെയും ഞാൻ 2 പ്രാവശ്യം അതേ മുട്ടിന് വീണു. അതേ അങ്ങനെ ഡോക്ടർ പറഞ്ഞ് റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് കൊച്ചുമക്കൾ ഉള്ളത് കൊണ്ടൊന്നും റെസ്റ്റ് എടുക്കാനൊന്നും പറ്റിയില്ല. എങ്കിലും ബ്രദറെ വചനം കേൾക്കുകയും 5 മാസമായി ഞാൻ ഈ സൂമിലേക്ക് കടന്നു വന്ന് ദൈവത്തിന്റെ വചനം കേൾക്കുവാൻ ബ്രദർ പറയുന്ന അപ്പൊ മെസ്സേജുകളൊക്കെ കേൾക്കുവാനും വചനം വായിക്കുവാനും വചനം പ്രാർത്ഥിക്കുവാനൊക്കെ ദൈവം ഞാൻ ഇടയാക്കി. അങ്ങനെ എൻ്റെ കാലിന്റെ മുട്ടിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. യേശുവിന്റെ തിരുമുറ എനിക്ക് ദൈവം സൗഖ്യം തന്നു എന്ന് എപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇങ്ങനെ നിങ്ങൾക്ക് അതിന്റെ കാലിന് മുട്ടിന് ഓപ്പറേഷൻ ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു. എങ്കിലും ഞാൻ പറഞ്ഞു ഓപ്പറേഷന്റെ മനസ്സിൽ ഞാൻ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യത്തില്ല, എന്റെ ജീവിക്കുന്ന ദൈവം ഇന്നും എനിക്കുണ്ട്, എന്റെ ദൈവം എന്നെ സൗഖ്യമാക്കുന്ന ദൈവമാണ്. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കുറച്ച് ദിവസം നാളിന് ശേഷം ഞാനിങ്ങനെ നടന്നുകൊണ്ടിരുന്നു. വേദന ഒന്നും കാണുന്നില്ല. ഇപ്പൊ എനിക്ക് ദൈവം പൂർണ്ണ സൗഖ്യം ദൈവം എനിക്ക് തന്നു. ഇപ്പൊ വേദന ഇല്ല സിസ്റ്റർക്ക് അവിടെ? ഇല്ല, എനിക്ക് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. അവിടെ ഇപ്പൊ എന്റെ കാലിന് വേദന ഒന്നും മുട്ടിന് വേദന ഒന്നും കാണാൻ ഞാൻ പൂർണ്ണ സൗഖ്യത്തോട് നടക്കുന്നു. യേശുവേ നന്ദി കർത്താവ്. വലിയ 2 സാക്ഷ്യമാണ് പ്രിയ സിസ്റ്റർ പറഞ്ഞത്. 25 വർഷമായിട്ട് 27 വർഷമായിട്ട് ഷുഗറിന്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് നിമിത്തം 10 വർഷമായിട്ട് ഫാറ്റി ലിവറിന്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതിന്റെ ചെക്കപ്പുകൾ നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം ഡോക്ടർ പറഞ്ഞു ഞാൻ അവിടെ ഒന്നും കാണുന്നില്ല, ഒരു കുഴപ്പമില്ല എന്ന് പറയാൻ ഇടയാത്തത്. അത് മാത്രമല്ല, കാലിന് നിമിത്തം ഒരു ഫ്രാക്ചർ വന്നു. അത് ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യണം. വേദന ഉണ്ടായിരുന്നു. സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ അടങ്ങിയിരിക്കാൻ പറ്റാത്ത സാഹചര്യമാണ്, വേദന ഉണ്ടായിരുന്നു. പക്ഷേ യേശുവിന്റെ നാമത്തിൽ മരിച്ചവരെ ഉയർപ്പിക്കുകയും ഇല്ലാത്തവരെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുകയും ചെയ്യുന്ന കർത്താവിന്റെ വചനം പറഞ്ഞുകൊണ്ടിരുന്നത്. ഇത് വചനം നിങ്ങൾ പറഞ്ഞേ, മരിച്ചവരെ ഉയർപ്പിക്കുന്നതാണ് എൻ്റെ കർത്താവ്. ആ ദൈവത്തിന് വേദന മാറ്റാൻ പറ്റും, വർഷങ്ങൾ പഴക്കമുള്ള രോഗങ്ങളെ മാറ്റാൻ പറ്റും, ഏത് വിഷയത്തെ മാറ്റാൻ പറ്റും. സിസ്റ്റർ അത് വിശ്വസിച്ചു, അങ്ങനെ പറഞ്ഞുകൊണ്ട് നടന്നു. ഈ 2 സാക്ഷ്യങ്ങളും ഇന്ന് കേൾക്കാൻ പറ്റി. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. നേരി കാണുമ്പം ഈ 2 സാക്ഷ്യം വന്ന് പറയാൻ റെഡി ആക്കണം. അനേകർക്ക് ഇതൊരു അത്ഭുതത്തിന് വേണ്ടിയാണ്. ഗോഡ് ബ്ലെസ് യു. അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. വീട്ടിലിരിക്കരുത്. രോഗിയെ കാണുമ്പോഴും അവരെ നോക്കി പ്രാർത്ഥിക്കണം. വലിയ സാക്ഷ്യമാക്കി സ്വർഗം മാറ്റും കേട്ടോ. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പറഞ്ഞു. എന്തോ ഇപ്പൊ ഒരു ആലോചന പറഞ്ഞായിരുന്നു ബ്രദർ. പിന്നെ ഒരു രാത്രി കമ്മലിന്റെ കാര്യം പറഞ്ഞായിരുന്നു. അത് എന്റെ തന്നെ ഞാൻ എന്റെ സിസ്റ്ററിന് കമ്മല് മാത്രമല്ല കുറെ സ്വർണം 4-5 പവൻ കൊടുത്ത് അതൊന്നും ചോദിക്കുമ്പം പിന്നെ അവര് ഓരോ വാക്കുകൾ ഇങ്ങനെ പറഞ്ഞു പിന്നെ അതിൽ പിണക്കവുമായി. പിന്നെ ഞാൻ തന്നെ ചെന്ന് അങ്ങ് മിണ്ടും. പിന്നെ അങ്ങനെ കുറെ പൈസയും നഷ്ടങ്ങളും എല്ലാം ഉണ്ട്. ഞാനത് ഏറ്റെടുക്കുന്നു ബ്രദറെ. ഏറ്റെടുത്ത സിസ്റ്ററെ കർത്താവ് അത് വലിയൊരു സാക്ഷ്യമാക്കി ദൈവം മാറ്റും കേട്ടോ. ദൈവത്താൽ ഒരു അത്ഭുതമാക്കി മാറ്റും. ഗോഡ് ബ്ലെസ് യു. ഗോഡ് പറഞ്ഞു. ഒരു മാസം മുമ്പ് എന്റെ വീട്ടിൽ നിന്ന് ഒരു സിലിണ്ടർ എടുത്തിട്ട് പോയി. ഇതുവരെയും തരുന്നില്ല. ഞാൻ ചോദിക്കും പറഞ്ഞിട്ട് മറിഞ്ഞു പോണു ബ്രദർ. ഉത്തരവേ നൽകുന്നില്ല. ഞാൻ സിലിണ്ടർ കഴിഞ്ഞു, എന്റെ സിലിണ്ടർ കഴിഞ്ഞ് വേറെ സിലിണ്ടർ എടുക്കാനില്ലാതെ ഞാൻ വളരെ ബുദ്ധിമുട്ടിയാണ് ബ്രദർ. എനിക്ക് എത്രയും പെട്ടെന്ന് എന്റെ സിലിണ്ടർ കിട്ടണം ബ്രദർ. കർത്താവ് അത് അത്ഭുതമാക്കി മാറ്റി. നമ്മുടെ നന്മ ആർക്കും അപഹരിക്കാൻ പറ്റത്തില്ല. അത് നന്മയായി തീരട്ടെ, അത്ഭുതമായി തീരട്ടെ. ആ ഭാരം വിട്ടൊഴിഞ്ഞ് സമാധാനം ഉണ്ടാകട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. കർത്താവ് ഒരു അത്ഭുതം ചെയ്യും കേട്ടോ. പറഞ്ഞോ. എനിക്ക് ബാങ്കിലാണ് ആണെങ്കിൽ ഒരു ലോൺ ഉണ്ടായിരുന്നു. അപ്പൊ ആ ലോൺ ആണെങ്കിൽ ഇപ്പൊ തീരേണ്ട സമയത്ത് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. എന്റെ ദൈവം എന്റെ ബുദ്ധിമുട്ട് എന്റെ ബാങ്കിലെ ലോൺ മഹത്വത്തോടെ അപ്പൊ എന്റെ ധനത്തിന് ക്രിസ്തു പൂർണ്ണമായി തീർത്തു. ആ വചനം വെച്ച് ഞാൻ ഇങ്ങനെ വചനം പ്രഖ്യാപിച്ചിട്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു വഴിയില്ല. അപ്പൊ അന്നേ ഹസ്ബൻഡ് ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു എന്റെ അക്കൗണ്ട് നമ്പർ ഇട്ട് കൊടുക്കാൻ പറഞ്ഞു. അപ്പം പുള്ളിയുടെ ഒരു കസിൻ ആണെങ്കിൽ പുള്ളിക്ക് ഇങ്ങോട്ട് 2 ലക്ഷം രൂപ കൊടുക്കാന്ന് പറഞ്ഞു. അപ്പൊ ഒരു വർഷം കഴിഞ്ഞ് തിരിച്ചു കൊടുക്കാന്ന് പറഞ്ഞു. ആ ഒരു ഇതിൽ പക്ഷെ ഒരിക്കലും തരാത്തയാണ്, അതങ്ങനെ സംഭവിക്കാത്തതായിരുന്നു. പക്ഷേ അങ്ങനെ ആ വചനം വെച്ച് ഞാൻ ഒരാഴ്ച 2-3 ദിവസം ഒന്നും അനക്കമൊന്നും വന്നില്ല. പക്ഷെ ഒരാഴ്ച ആയപ്പോഴത്തേനും എനിക്ക് അങ്ങനെ ഞാനൊരു കണ്ടെത്തത് ദൈവം അത്ഭുതം ചെയ്തു. തീർച്ചയായിട്ടും ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന പോലെ നമ്മൾക്ക് വേണ്ടി കർത്താവ് ചില ഹൃദയങ്ങളെ തുറക്കുന്നതാണ്. സറാഫാത്തിലെ വിധവയെ എലിയാവിന് വേണ്ടി ഒരുക്കിയതുപോലെ ദൈവം ചില നന്മയ്ക്ക് വേണ്ടി ഒരുക്കുന്നതാണ്. അത് അനുഗ്രഹമാണ്, നമ്മുടെ പ്രാർത്ഥനയുടെ മറുപടിയാണ്. ദൈവം അത്ഭുതകരമായി തന്നെ പ്രവർത്തിച്ചു. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. പറഞ്ഞു സിസ്റ്ററെ. ഇന്നലെ പറഞ്ഞ ഒരു ആലോചനയായിരുന്നു ബ്രദർ. ആലോചനയല്ല, രോഗസൗഖ്യം.
ഇയർ ഇംബാലൻസിന്റെ കാര്യം പറഞ്ഞ് പ്രാർത്ഥിച്ചായിരുന്നു. അപ്പോൾ എനിക്ക് 10 വർഷത്തിൽ കൂടുതലായി ഇയർ ഇംബാലൻസ് ഉണ്ടായിരുന്നു. അത് മാറിയെന്ന് എനിക്കിന്ന് മനസ്സിലായി. പൂർണ്ണമായി സുഖമായി ഇയർ ഇംബാലൻസ്. ഓ, അത് വലിയൊരു അത്ഭുതമാട്ടോ സിസ്റ്റർ പറഞ്ഞത്. സിസ്റ്റർ, അത് എങ്ങനെ സിസ്റ്റർക്ക് അത് മനസ്സിലായത്? അതെനിക്ക് പുറകോട്ട് നോക്കുമ്പോഴും പിന്നെ പടി ഇറങ്ങുമ്പോഴൊക്കെ എനിക്ക് ബാലൻസ് കിട്ടില്ലായിരുന്നു. അപ്പൊ അല്പം പുറകോട്ട് തിരിയുമ്പോൾ പെട്ടെന്ന് മറിഞ്ഞു പോകും. ഒരു വശത്തേക്ക് സൈഡിലേക്ക് മറിഞ്ഞു പോകുമായിരുന്നു. ഞാൻ രാവിലെ മുതൽ അത് ശ്രദ്ധിക്കുകയായിരുന്നു. അപ്പൊ എനിക്കിത് ഇന്നത് സ്വോത്രം, ഇത് വലിയൊരു സാക്ഷ്യം കേട്ടോ. എനിക്കറിയത്തില്ല ഈ ഇയർ ബാലൻസ് ഒക്കെ ഇതിന് ട്രീറ്റ്മെന്റ് ഉള്ളതാണോ? ലൈഫ് ലോങ് അവരൊരു ENT ഡോക്ടറിനെ കാണിക്കുന്നു. അപ്പൊ അവര് ഒരു എക്സർസൈസ് ചെയ്യണമെന്ന് പറഞ്ഞൊരു പ്രിന്റ് ഔട്ട് തന്നായിരുന്നു. അത് നോക്കി, പക്ഷെ അതൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ലായിരുന്നു. അല്ല, ഞാൻ ചോദിച്ചതല്ല. ഇത് എന്റെ അറിവാണ്, എനിക്ക് അറിയത്തില്ല. ഇത് ലൈഫ് ലോങ് ഇത് നമുക്കിത് ട്രീറ്റ്മെന്റ് ചെയ്ത് മാറ്റാൻ പറ്റുന്നതാണോ ഈ ഇയർ ബാലൻസിന്റെ ബുദ്ധിമുട്ടൊക്കെ? അത് ട്രീറ്റ്മെന്റ് മാറില്ല, പക്ഷെ തീർച്ചയായിട്ടും മരുന്ന് കഴിക്കാൻ പറയും. ഞാനിതുവരെ മരുന്ന് കഴിച്ചു. അല്ല, ഞാൻ ചോദിച്ചതല്ല സിസ്റ്റർ. മരുന്ന് കഴിക്കണോ സ്ഥിരം രാവിലെ? അല്ല, ഞാൻ ചോദിച്ചതല്ല. ഇതിനെപ്പറ്റി അറിയാവുന്നതെന്ന് പറഞ്ഞേക്കണം. അതായത് നമുക്ക് ജീവിതകാലം വരെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണോ അതോ മരുന്ന് കഴിച്ച് മാറുന്ന അസുഖമാണോ ഇത് ഇയർ ബാലൻസ്? ഞാനിതുവരെ മരുന്ന് കഴിച്ചില്ല ബ്രദർ. മരുന്ന് കഴിക്കേണ്ട അവസ്ഥ അല്ലല്ല, ഞാൻ ചോദിച്ചതല്ല. അപ്പൊ 1-2 പേരിന്റെ അത് ഉത്തരം പറഞ്ഞു. എനിക്ക് ഉത്തരം ഇതാണ്. ഞാൻ കേട്ടിരിക്കുന്നത് ഇത് മരുന്ന് കഴിച്ച് മാറുന്ന ഒരു അസുഖമല്ല, ലൈഫ് ലോങ് ഇങ്ങനെ മരുന്ന് കഴിച്ചുകൊണ്ടേ ഇരിക്കണം, അല്ലേ? മാറുന്നതല്ല, അതിന് മരുന്ന് ഇതാണ് ഞാൻ അറിയേണ്ടത്. അതായത് അതാണ് ഞാൻ ചോദിക്കുന്നത്. അത് തന്നെ, മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കേണ്ട അസുഖമാണ്. പക്ഷെ സിസ്റ്റർ എന്ന് പറഞ്ഞ സാക്ഷ്യം ഞാനെന്ന് കയറി പിടിക്കുകയാണ്. ഇപ്പൊ പൂർണ്ണ സൗഖ്യം അവിടെ ഉണ്ടായി. സിസ്റ്റർക്ക് നേരത്തെ എന്ത് ചെയ്യുമായിരുന്നു? ഇയർ ബാലൻസിന്റെ 10 വർഷമായിട്ട് ഞാൻ കേട്ടിരിക്കുന്ന അറിവ് വെച്ചാൽ ചോദിച്ചോട്ടെ, കൺഫേം ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ കേട്ടിരിക്കുന്നത്. ലൈഫ് ലോങ് ഇങ്ങനെ മരുന്ന് കഴിക്കുകയോ അതിനെ ബന്ധപ്പെട്ട് അതിനി ഒരിക്കലും മാറത്തില്ല, ഇങ്ങനെ തന്നെ നിൽക്കുമെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. പക്ഷെ ഇന്ന് സിസ്റ്റർ പറഞ്ഞ് 10 വർഷമായിട്ടുണ്ടായിരുന്നു ഇന്നലെ ദൈവാത്മാവ് സംസാരിച്ചു. ഇയർ ബാലൻസിന് എത്ര പേരത് കേട്ടായിരുന്നു? ഇയർ ബാലൻസിന്റെ ബുദ്ധിമുട്ടുകൾ സൗഖ്യമാകുന്നു ഇന്നലത്തെ പ്രാർത്ഥന, അല്ലേ സിസ്റ്ററെ? ആ സഹോദരി അത് ഏറ്റെടുത്തു. യേശുവിന്റെ നാമത്തിൽ 10 വർഷമായിട്ട് അതിന്റെ ബുദ്ധിമുട്ടായിരുന്നു. ഇന്ന് സഹോദരി സാക്ഷി അത് ചെക്ക് ചെയ്തു. പുറകോട്ടൊക്കെ നോക്കുമ്പോൾ അതിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അത് പൂർണ്ണ സൗഖ്യം യേശു കൊടുത്തിരിക്കുന്നു. കർത്താവെ, അങ്ങ് അത്ഭുതം ചെയ്ത കൃപയ്ക്ക് നന്ദി. ഞാൻ എപ്പോഴും പറയത്തില്ല, ഏത് രോഗമായിക്കോട്ടെ, ഇനി ചികിത്സയില്ലെന്നും ഇനി അതിന്റെ അകത്ത് ജീവിതകാലം മുഴുവൻ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് പറയുന്നതായിക്കോട്ടെ, മരിച്ചവരെ ഉയർപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിക്കുന്ന കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ വില കൊടുത്തതുകൊണ്ട് അത്ഭുതം നടക്കും. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇതേപോലെ ഇയർ ബാലൻസുമായിട്ട് ബുദ്ധിമുട്ടത്തോടെ പറയണം, എന്നെ സൗഖ്യമാക്കിയ യേശു നിങ്ങളെയും സൗഖ്യമാക്കും എന്ന് പറയണം. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണം. ആ കൃപ ദൈവം തുറന്നിരിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ സിസ്റ്റർ ഈ സാക്ഷ്യം പറഞ്ഞ സിസ്റ്ററെ, കഴിവെങ്കിൽ നമ്മുടെ കേരളത്തിൽ എവിടുന്നാ സിസ്റ്റർ വിളിച്ച് പറഞ്ഞത് സാക്ഷ്യം? കേരളത്തിൽ നിന്ന് എവിടെയാ പോയ ആള്? സിസ്റ്റർ സാക്ഷി ഇപ്പൊ പറഞ്ഞ സാക്ഷ്യം പറഞ്ഞ ആൾ എവിടെയാ? ഓക്കെ, കേട്ടില്ല, പോയെന്ന് തോന്നുന്നു. അടുത്ത ആള് പറഞ്ഞു. ബ്രദറെ, എന്തോ ഒരു ആലോചന പറഞ്ഞല്ലോ ബ്രദറെ. ഒരു അലമാരിയില് ഒരു ബാഗിനകത്ത് 2 പാസ്പോർട്ട് ഇരിക്കുന്നത് ഞാനത് ഏറ്റെടുക്കുന്നു ബ്രദറെ. എന്റെ അലമാരിക്കകത്ത് അങ്ങനെ 2 പാസ്പോർട്ട് ഒരു ബാഗിനകത്ത് ഉണ്ടായിരുന്നു. ഏറ്റെടുത്ത സിസ്റ്ററെ, കർത്താവ് ഒരു സാക്ഷ്യമാക്കി മാറ്റും കേട്ടോ. ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു. ആമേൻ. സാക്ഷ്യം പറയാനുള്ളൂ ബ്രദറെ. പറഞ്ഞു. ഞാൻ കുറച്ച് കൊല്ലത്ത് വന്നപ്പോഴും ബ്രദറിനെ കൊണ്ടൊന്ന് സംസാരിച്ചായിരുന്നു. ഒരു ഡിജിറ്റൽ സർവേ വന്ന വിഷയം. അതിനകത്ത് ഞങ്ങളുടെ കുറെ വസ്തുക്കൾ കുറവ് വന്നു. അത് എത്ര ആണെന്നും ഇപ്പൊ നമുക്ക് കറക്റ്റ് അറിയത്തില്ല. എങ്കിലും നമ്മുടെ എതിരെ നിന്ന് എന്റെ ഭർത്താവിന്റെ ജ്യേഷ്ഠൻ തന്നെ, അവര് ഭയങ്കര കഴിവോടുകൂടിയും അവർക്ക് ഇത്തിരി സ്വാധീനമുള്ളവരായെങ്കിലും ഞങ്ങൾക്ക് ആരും സ്വാധീനമില്ല, കർത്താവല്ലാതെ ആരുമില്ല. അങ്ങനെ ഈ വിഷയം വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഇന്നലെ എന്റെ ഭർത്താവ് എറണാകുളത്തുനിന്ന് വന്നു. 2 സെന്റേ തന്നുള്ളൂ. അത് ഞങ്ങൾക്ക് അളന്നിട്ട് ഞങ്ങള് മാറ്റി. അന്നേരം അവരെ മോൻ വിളിച്ചു പറഞ്ഞ് അങ്ങനൊന്നും ചെയ്യണ്ട, കൊടുക്കണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഈ എതിർപ്പുകളെങ്ങും വകവെക്കാതെ കർത്താവ് 2-2 മഹാ അത്ഭുതമായിട്ട്
ശത്രുവിന്റെ കയ്യിൽ നിന്ന് അത് പിടിച്ചു പറിച്ച് കർത്താവ് എനിക്ക് തന്നു ബ്രദറെ. അത് കിട്ടിയത് കൊണ്ടല്ല, ദൈവം എന്നെ നാണം കെട്ട വിഷയങ്ങൾ ഒരുപാട് എനിക്ക് കഴിഞ്ഞ കാലത്തുണ്ട്. അതിന്റെ മധ്യത്തിൽ മാനമാക്കിയതിനൊരു നന്ദി കർത്താവിനും എന്റെ ബ്രദറിനും പ്രാർത്ഥിച്ചതിനും നന്ദി പറയും. സ്തോത്രം. തീർച്ചയായിട്ടും സിസ്റ്ററെ, കർത്താവ് നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്ത ദൈവമാണ്. ലജ്ജിച്ചു പോകാൻ ഇന്ന് എവിടെയൊക്കെയാണ് നമ്മൾ ലജ്ജിച്ചിട്ട് അവിടെയൊക്കെ കർത്താവ് മാനിക്കും. ഇതൊരു തുടക്കം മാത്രമാണ്. കർത്താവ് ഇനിയും സാക്ഷികൾ നടക്കും. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. സ്തോത്രം. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. മറ്റാരെങ്കിലും ഉണ്ടോ? മറ്റാരെങ്കിലും സാക്ഷ്യം പറയാനുണ്ടോ? ബ്രദർ പ്രൈസ് ദി ലോർഡ്. പറഞ്ഞു സിസ്റ്ററെ. ബ്രദർ, ഒരാഴ്ചയായിട്ട് എനിക്ക് ലെഫ്റ്റ് ബ്രസ്റ്റ് പെയിൻ ആയിരുന്നു. ഭയങ്കര പെയിൻ എന്ന് പറഞ്ഞാല് ഭയങ്കര പെയിൻ. ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് അങ്ങനെ ലംസ് അങ്ങനെയൊന്നും കാണുന്നില്ല. പക്ഷെ പെയിൻ കാരണം എനിക്ക് കിടക്കാനും വയ്യ, അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു. അപ്പം ഇന്ന് ബ്രദർ പറഞ്ഞില്ലേ, വേദനയുള്ളവരൊക്കെ വേദനയുള്ള ഭാഗത്ത് കൈവച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാന് യേശുക്രിസ്തുവിന്റെ തിരുരക്തത്താലും തിരുമുറിവിനാലും പ്രാർത്ഥിച്ചു. ഇപ്പൊ എനിക്ക് ഒരു വേദനയില്ല. ഞാനിപ്പോ സൗഖ്യമായിട്ട് ഇരിക്കുന്നു. പൂർണ്ണ സൗഖ്യം, വേദന അവിടെ ഇല്ല. ഇല്ല. ഓ സ്വോത്രം, കർത്താവ് അങ്ങ് വിടുവിച്ചത്. പ്രിയസ് പറഞ്ഞ പോലെ തന്നെ ബ്രസ്റ്റിന് ഒരാഴ്ചയായിട്ട് വേദനയായിരുന്നു. കിടക്കാൻ പോലും പറ്റാത്ത രീതിയിൽ വേദനയായിരുന്നു. പക്ഷെ ഈ അവസാനം ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് കൈയെടുത്ത് വെച്ചു. ആ പ്രാർത്ഥനയിൽ പൂർണ്ണ സൗഖ്യം യേശു കൊടുത്തു. കർത്താവ് അങ്ങ് തൊട്ടതിന് നന്ദി, സൗഖ്യമാക്കിയതിന് നന്ദി, അത്ഭുതം ചെയ്തതിന് നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. കർത്താവ് സഹായിച്ചതിന് നന്ദി. ആമേൻ. ബ്രദർ ഒരു ആലോചന പറഞ്ഞിരുന്നല്ലോ, പിന്നെ 93 മാർച്ചിൽ ജനിച്ച മകളെന്ന്. പക്ഷെ എന്റേത് മകനാണ്. സെയിം പ്രശ്നത്തിൽ കൂടി കടന്നു പോകുന്നു. ഇപ്പൊ 32 വയസ്സായി. വിവാഹം ഒന്നും നടക്കുന്നില്ല. കുറെ ട്രേഡിംഗ് ഒക്കെ നടത്തി കുറെ പിന്നെ മണി ലോസായി. അങ്ങനെ വളരെയധികം വിഷമത്തിലിരിക്കുകയാണ്. അപ്പൊ ആ ആലോചന ഞാന് മകനായിട്ട് ഏറ്റെടുത്തിരിക്കുന്നു. കർത്താവ് അത്ഭുതം ചെയ്ത സിസ്റ്ററെ, നഷ്ടങ്ങളൊക്കെ എനിക്ക് തിരികെ വരുമെന്ന് തന്നെ പറഞ്ഞോണം. എന്റെ നന്മ ഞാൻ അനുഭവിക്കും തന്നെ പറഞ്ഞോണം. കർത്താവ് സാക്ഷിവാക്കും കേട്ടോ. ഗോഡ് ബ്ലെസ് യു. പിന്നെ ഗോഡ് ബ്ലെസ് യു. ഇന്ന് ബ്രദർ പറഞ്ഞില്ലേ ഒരാലോചന, കമ്മലിന്റെ കാര്യം. ഒത്തിരി പേര് പറഞ്ഞു. എന്റെ കമ്മല് ഞാൻ ഊരി എന്റെ ഒരു ഫ്രണ്ടിന് കൊടുത്തതാണ്, സന്തോഷത്തോടെ കൊടുത്തതാണ്. പക്ഷെ അതുകൂടാതെ ഒരാൾക്ക് ഒരു 12 പവൻ സ്വർണം പണയം വെക്കാൻ വേണ്ടി 2 ദിവസത്തെന്ന് പറഞ്ഞ് കൊടുത്തതാണ്. ഇപ്പൊ 4 വർഷമായി. ആള് മരിച്ചുപോയി. അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളും ഉണ്ട്. മക്കളൊക്കെ UK-യിലാണ്. മക്കളും മരുമക്കളും 2 പേര്, ഒരാണും ഒരു പെണ്ണും. അവരെല്ലാരും UK-യിലാണ്. ഭാര്യ പറയുന്നത് അത് ഭർത്താവിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് വാങ്ങിച്ചതായതുകൊണ്ട് അവർക്ക് റെസ്പോൺസിബിലിറ്റി ഒന്നുമില്ല എന്ന് പറയുന്നു. അപ്പൊ ആ വിഷയത്തെ കുറിച്ച് ശരിക്കും ഞാൻ ഭാരപ്പെടുന്നുണ്ട്. ഇന്ന് സിസ്റ്റർ ഇത് ഏറ്റെടുത്തോ, ഇന്ന് എടുത്തോ. നമ്മൾ പലപ്പോഴും, ഞാൻ എപ്പോഴും എല്ലാവരും പറയുകയാണ്, നമ്മൾ കൊടുക്കൽ വാങ്ങലുകൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇന്ന് മുതൽ നിങ്ങൾ പ്രാർത്ഥിക്കണം, കർത്താവേ ദൈവഹിതമല്ലാത്ത ഒരു കൊടുക്കലോ വാങ്ങലുകളോ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകരുതെന്ന്. ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ നമ്മൾ ഓർക്കും, നമ്മൾ സന്തോഷത്തോടെയാണ് കൊടുക്കുന്നത്, വളരെ പ്രതീക്ഷയോടെയാണ് കൊടുക്കുന്നത്, സഹായിക്കുവാണ്. പക്ഷെ ഇന്ന് സിസ്റ്റർ പറഞ്ഞു കേട്ടില്ലേ, അത് നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയാണ്. ആ വ്യക്തികൾ എന്ത് ചെയ്ത് ഇപ്പൊ കൈമലത്തി കാണിക്കുകയാണ് ഇല്ല എന്ന രീതിയിൽ. അപ്പൊ നമ്മളെപ്പോഴും ഓർത്തോണം, നമ്മുടെ ദൈവഹിതമല്ലാത്ത ഒന്നും കർത്താവെ കൊടുക്കുക. നമ്മൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്നവരാണ്, സഹായിക്കണം, സഹായിക്കരുതെന്നല്ല ഞാൻ പറഞ്ഞേക്കുന്നത്. പക്ഷെ പ്രാർത്ഥിക്കണം. നമ്മൾ കൊടുക്കുന്ന നന്മ ഒരു നഷ്ടം വരരുത്. പക്ഷെ ഇന്ന് സിസ്റ്ററെ ആലോചന ഏറ്റെടുത്തോണം, അത് മടങ്ങി വരാൻ വേണ്ടി. അവരിനി എത്ര നോ പറഞ്ഞാലും അത് തിരിച്ചു തരുവാൻ തക്കോണം ദൈവം ഇടപെടും. അത്ഭുതമായി കർത്താവ് മാറ്റും. ആമേൻ. ഗോഡ് ബ്ലെസ് യു. കർത്താവ് അനുഗ്രഹിക്കണം. ഞാൻ തൽക്കാലത്തേക്ക് നമ്മുടെ സാക്ഷ്യം ക്ലോസ് ചെയ്യണം. ഒത്തിരി സമയം മുന്നോട്ട് പോയി. ദൈവം നമ്മളെ സൂക്ഷിക്കുന്നല്ലോ, ദൈവം നമ്മളെ സഹായിക്കുന്നല്ലോ. പരിശുദ്ധാത്മാവ് അങ്ങ് തന്ന വചനത്തിനും അങ്ങ് നൽകിയ പ്രവചന ആലോചനകൾക്കും അങ്ങ് നൽകിയ അത്ഭുത രോഗസൗഖ്യങ്ങൾക്കും അത്ഭുതങ്ങൾക്കുമായി നന്ദി പറയുന്നു. മിറക്കിൾ കർത്താവ് ചെയ്തതിന് നന്ദി പറയുന്നു. ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ നന്ദി പറയുന്നു. തുടർച്ചയായിട്ട് പിന്നെയും നമുക്ക് കേൾക്കാം. ഈ സൂമിലും യൂട്യൂബിലും ലൈവിലും ഒക്കെ കാണുന്നവർ, ഈ ടെസ്റ്റ് മണി കേൾക്കുന്നവർക്ക് ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ സൂമിന്റെ പ്രാർത്ഥന ലിങ്ക് ഉണ്ട്. നിങ്ങൾക്കത് പ്രവേശിക്കാം. അനേകർക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്തിനാണെന്നറിയാവോ? തകർന്ന അനേക ഭവനങ്ങൾ യേശുവിലേക്ക് വരുവാൻ, തകർന്ന അവസ്ഥ മാറ്റുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഉപയോഗിക്കുവാൻ വേണ്ടി അനേർക്ക് കൊടുക്കുക. കർത്താവ് സഹായിക്കും. നമുക്ക് ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. മൈക്കുകളൊക്കെ മ്യൂട്ട് ചെയ്ത് നിങ്ങളായിരിക്കുന്ന സ്ഥലത്തിരുന്നുകൊണ്ട് കർത്താവ് എനിക്ക് തന്നതിനായി നന്ദി പറഞ്ഞുകൊണ്ട്, ലഭിച്ചു എന്ന് വിശ്വസിപ്പീൻ, എന്നാൽ നിങ്ങൾക്ക് അത് ഉണ്ടാകും എന്ന വചനത്താൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഒരുമിച്ച് കർത്താവിൽ ബലപ്പെടാം. ഇപ്പോൾ തന്നെ എല്ലാവരും ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞാട്ടെ, വിശ്വസിച്ചാട്ടെ. സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി തുറക്കാൻ വേണ്ടി പോവാണ്. കർത്താവിന്റെ നാമത്തിൽ